हरे कृष्णा सर्वम कृष्णार्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा പവനപുരേഷ്യൻ की जय। ഓം ശ്രീ മാത്രേ നമഃ. ഗുരുവായൂർ മഞ്ജരീസിന്റെ മഹാഭാരത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവരും എവിടെ പോയി? വേഗം വരൂ. ഡാലി മാതാജി, എല്ലാവർക്കും ഒരു വട്ടം കൂടി നല്ലൊരു ശുഭദിനം. വൈകുന്നേരം അല്ലേ, രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോഴാണോ മാതാജി ശുഭദിനം പറയണേന്ന്? പക്ഷെ നമ്മളിപ്പോഴല്ലേ കണ്ടുള്ളൂ. നമ്മളിപ്പോൾ കണ്ടോണ്ട് നമ്മളിപ്പോൾ ശുഭദിനം പറയുന്നു.
അല്ലേ? സുഖം ഭഗവാന്റെ കാരുണ്യത്താൽ അങ്ങനെ പോണു. സുഖമാണോ എന്ന് ചോദിച്ചാൽ സുഖം, ദുഃഖമാണോ എന്ന് ചോദിച്ചാൽ ദുഃഖം, അല്ലേ? സുഖം ദുഃഖം ഇല്ലെന്ന് ചോദിച്ചാൽ രണ്ടും ഇല്ല. പിന്നെ വേറെ എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ മഞ്ജരീസിൽ? അടിക്കടി എന്താ പറയുക, റെഗുലറായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റണില്ല, ക്ഷമിക്കുക. നമുക്കും ജോലിയുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്, ജോലി ചെയ്ത് കൊടുക്കണം. നമ്മുടെ ജോലി ഒരു ഓഫീസ് ജോലി അല്ലാത്തത് കൊണ്ട് നമുക്ക് സമയപരിമിതി വളരെ പ്രശ്നമാണ്. എങ്കിലും സമയം കിട്ടുമ്പോഴെല്ലാം ക്ലാസ് എടുക്കുന്നുണ്ട്, അല്ലേ? പിന്നെ എല്ലാവരും മഞ്ജരീസിൽ എന്ത് പറയണോ, എല്ലാവരും ഹാപ്പിയാണ്. ഹാപ്പി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതാജി പറഞ്ഞ പോലെ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു, അങ്ങനെ പോകുന്നു, അല്ലേ? ശരിയാവും. ജീവിതമല്ലേ, പ്രശ്നങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ അതിനെയെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് പോവുക. അതിന് പറ്റിയ ഏറ്റവും നല്ല ആയുധം സൈലൻസ് ആണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും നല്ല ആണവായുധം എന്ന് പറയുന്നത്, ജീവിതത്തിൽ സമാധാനം കിട്ടാനുള്ള ഏറ്റവും നല്ല ആണവായുധം എന്ന് പറയുന്നത് സമാധാനം, സൈലൻസ് ആണ്. ഇവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. എത്രത്തോളം നമ്മൾ നിശബ്ദത പാലിക്കുന്നോ അത്രത്തോളം നമുക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. നമ്മൾ എന്താണ് എന്ന് നമ്മൾ ഒരാളെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. നമ്മളെ മനസ്സിലാക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കിയാൽ മതി. അല്ലാത്തവർ മനസ്സിലാക്കണം എന്ന് നമുക്കൊരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല, അല്ലേ? നമ്മൾ നമ്മളായിട്ടിരിക്കുക. നമ്മുടെ ഭാഗത്ത് തെറ്റുകളാണെങ്കിൽ തെറ്റുകൾ, ശരികളാണെങ്കിൽ ശരികൾ, എന്തായാലും അങ്ങനെ പോട്ടെ. നമ്മളായിട്ട് ആരുടെ അടുത്തും പോയിട്ട് നോക്കൂ ഞാൻ ഇതാണ് കേട്ടോ, അല്ലെ ഞാൻ ഇങ്ങനെയാണ് എന്ന് നമ്മൾ വായിട്ട് അലയ്ക്കണ്ട. അത്രയേ ഉള്ളൂ. ഞാൻ എങ്ങനെയാണെന്നറിയാം, എത്രത്തോളം നിശബ്ദത പാലിക്കാൻ പറ്റും അത്രത്തോളം നിശബ്ദത പാലിക്കും. അതാണ് എൻ്റെ ഒരു പോളിസി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം എന്താണെന്നറിയോ, എന്താ ഇപ്പം പറയാ, ഒരു ദിവസം നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്നല്ല. എല്ലാവരുടെ ലൈഫിലും പ്രശ്നങ്ങളുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. അത് പല തരത്തിലാണെന്ന് മാത്രം. ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളായിരിക്കില്ല നിങ്ങൾ അനുഭവിക്കുന്നത്, നിങ്ങൾ അനുഭവിക്കുന്നതായിരിക്കില്ല ഞാൻ അനുഭവിക്കുന്നത്. പക്ഷേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു മനസ്സമാധാനം, അല്ലേ? അത് ജീവിതത്തിലില്ലെങ്കിൽ പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടും ഉറങ്ങിയിട്ടും ഒക്കെ എന്താ ഒരു കാര്യമുള്ളത്? ഒരു കാര്യമില്ല. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവും, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും, ജോലി സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാവും, കുടുംബ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാവും. ഒരുപാട് എല്ലാവർക്കും, ഈ ഭൂമിയിലുള്ള സമസ്ത വ്യക്തികൾക്കും പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ആ പ്രശ്നങ്ങളിൻ്റെ നടുവിൽ നിന്ന് നമ്മൾ ചിരിക്കുമ്പോഴാണ് ജീവിതത്തെ നമ്മൾ അതിജീവിക്കുന്നത്. മനസ്സിലായില്ലേ? അയ്യോ എനിക്ക് പ്രശ്നങ്ങളാണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൂലയ്ക്കൽ ഒതുങ്ങി കൂടിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്താവില്ല, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പിന്നെ നമ്മൾ ആരും ഇന്ന് ഒരു ദിവസം പൊട്ടിമുളച്ച് വന്നവരല്ല. നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അറ്റ് പ്രസന്റ് സന്തോഷമില്ല, പ്രശ്നങ്ങളാണ്, സമാധാനമില്ല എങ്കിൽ കൂടിയും നമ്മൾ വന്ന വഴികളിൽ നമ്മൾക്ക് പിന്താങ്ങിയ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അത് എല്ലാ അർത്ഥത്തിലും, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും, എന്താ പറയാ, സാമീപ്യം കൊണ്ടും, അതുപോലെ തന്നെ സാമീപ്യം കൊണ്ടും, അതുപോലെ നമ്മുടെ സാമ്പത്തികമായിട്ടും ഒക്കെ നമ്മളെ സഹായിച്ചിട്ടുള്ളവരും, പ്രാർത്ഥന കൊണ്ട് നമ്മളെ സഹായിച്ചിട്ടുള്ളവരും ഒക്കെ എന്താ പറയാ, നമുക്ക് ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ വന്ന വഴികളിലുള്ള ഒരു ആത്മബന്ധങ്ങളെയും നമ്മൾ കളയരുത്. പക്ഷേ എനിക്ക് എപ്പോഴും പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ബന്ധങ്ങൾ ഒരിക്കലും ബന്ധനങ്ങളായി മാറരുത്. കാരണം നിങ്ങൾക്കും എനിക്കും ഒരുപോലെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളുണ്ട്, ഇല്ലേ? ശരിക്കും വ്യക്തി സ്വാതന്ത്ര്യങ്ങളുണ്ട്. അപ്പോൾ ആ വ്യക്തി സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കണം. വേണ്ടാന്ന് തോന്നുന്നുണ്ടോ? ശരിക്കും അനുഭവിക്കണം, അല്ലേ? ഈ ആകെയുള്ളൊരു ജന്മം, മനുഷ്യജന്മം, ആ മനുഷ്യജന്മത്തില് നമുക്ക് നമ്മളായി ജീവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്താ അർത്ഥമുള്ളത്? ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കലും നമ്മൾ ഒരാളെയും റെസ്ട്രിക്റ്റ് ചെയ്യരുത്. ഒരിക്കലും റെസ്ട്രിക്റ്റ് ചെയ്യരുത്. ഏത് വലിയൊരു വ്യക്തിക്കാണെങ്കിലും സംഭവിക്കാം, തെറ്റുകൾ സംഭവിക്കാം.
ആർക്കും തെറ്റുകൾ സംഭവിക്കാം. തെറ്റുകൾ സംഭവിക്കാത്ത ഒരു മഹത് വ്യക്തികളും ഈ ഭൂമിയിലില്ല. തെറ്റുകളിൽ നിന്നാണ് നമ്മൾ നല്ല നാളെയുടെ ശരികൾ പഠിക്കുന്നത്. ആലോചിച്ച് നോക്കിക്കേ അല്ലേ? നാളെ ഇങ്ങനെ ആയിരിക്കണം. ചിലപ്പോൾ അത് പഠിക്കണമെങ്കിൽ 1, 2, 3, 4, 5 പ്രാവശ്യം നമുക്ക് തെറ്റുകൾ സംഭവിക്കണം. അങ്ങനെ തെറ്റുകൾ സംഭവിച്ചാണ് നമ്മൾ നല്ല ഒരു യഥാർത്ഥമായ ശരികളിലേക്ക് നമ്മൾ എത്തുന്നത്. അതിന് നമ്മുടെ എന്താ പറയാ സമയവും കൂടെ നമുക്ക് എന്താവണം, അനുകൂലമായിരിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മൾ ഏറെക്കുറെ നിശബ്ദമാവുക. ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും നിശബ്ദമാവുക. നമ്മളെ ഇട്ടിട്ട് ആരും സ്ട്രെസ് തരാൻ വേണ്ടി നമ്മളായിട്ട് നിന്ന് കൊടുക്കരുത്. നമുക്ക് ചുറ്റും നിന്ന് ആരെന്ത് പറയുന്നുണ്ടെങ്കിലും അവർ പറയട്ടെ എന്ന് വിചാരിക്കണം. നമ്മൾ മിണ്ടാതിരിക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേയേറെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആയുധം അതാണ്. കാരണം പറയട്ടെ, എത്രത്തോളം പറയാൻ പറ്റുമോ അവരെല്ലാവരും പറയട്ടെ, നമ്മൾ മിണ്ടാതിരിക്കുക. അതൊരു നല്ല റെമഡിയാണ്. നിങ്ങളെല്ലാവരും അതൊന്ന് ശ്രമിച്ചു നോക്കൂ, ഒന്ന് ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നോക്കൂ. കാരണം നമ്മളായിരിക്കുമ്പോഴാണ് അതിനൊരു സന്തോഷമുള്ളതല്ലേ? എനിക്കിപ്പം ഒരേ സ്ഥലത്തിരുന്ന് കഴിഞ്ഞാൽ, ഞാനിപ്പം നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ക്ലാസ് എടുക്കുന്നു, എൻ്റെ മൈൻഡ് അപ്സെറ്റ് ആണെങ്കിൽ എനിക്ക് ഒരിക്കലും ക്ലാസ് എടുക്കാൻ കഴിയും. ബിന്ദുമ്മേ, ഞാൻ പറഞ്ഞു അത് ഓഫ് ചെയ്ത് വെക്കാൻ, പിന്നെ അതിൻ്റെ മേളിൽ പോയി പിടിക്കണ്ട. ഒരു മിനിറ്റ് അക്ക, அந்த அம்மா அந்த குக்கரை வச்சுட்டு இரிட்டேட் பண்ணிச்சிருக்கா. அது ஆஃப் பண்ண சொன்னேன் நான். மறுபடியும் அதை போய் அந்த இது தூக்கிட்டே இருக்குது. ஐயோ, ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പം ഞാനിവിടെ വന്ന് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ എത്രത്തോളം മൈൻഡ് ഫ്രീ ആണോ അത്രത്തോളം എനിക്ക് നിങ്ങൾക്ക് ക്ലാസ് എടുത്തരാൻ പറ്റും. എൻ്റെ മൈൻഡ് ഒരു എന്താ പറയുക, ഒരു ഇറിറ്റേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഹാപ്പി അല്ല, അല്ലെങ്കിൽ എൻ്റെ മൈൻഡിൽ ഭയങ്കര അപ്സെറ്റ് ആയിരിക്കുന്നു എങ്കിൽ ഒരിക്കലും എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് എൻ്റെ ജോലിയും അല്ലേ? ഞാൻ ഷൂട്ടിന് പോകുന്നുണ്ടെങ്കിൽ എൻ്റെ മൈൻഡ് അത്രയും ഫ്രീ ആയിരിക്കണം. ഇല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഷൂട്ടിന് പോകാൻ പറ്റില്ല. ഞാൻ ആ ഫീൽഡിനെ ഔട്ടായി പോകും. അത് ഞാനെന്നല്ല, എല്ലാവരും. അത് ഏതൊരു ആർട്ടിസ്റ്റിൻ്റെയും ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ എന്തായിരിക്കണം, നമ്മൾ എന്താ പറയുക, മാക്സിമം ഫ്രീ ആയിരിക്കുക. അതെ, മൈൻഡ് മാറി അവരത് പോയി വെറുതെ അതിങ്ങനെ ഓപ്പൺ ചെയ്തോണ്ട്, അതാ ഞാൻ പറഞ്ഞത്, അതവിടെ വിടൂ, അതിൻ്റെ മുകളിൽ കയറണ്ട. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പറഞ്ഞാൽ അനുസരിക്കില്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതിന് അടുത്ത സ്റ്റെപ്പ് നോക്കുക. അപ്പം നമ്മൾ എത്രത്തോളം നമ്മൾ റിലാക്സ് ആയിരിക്കുന്നോ അത്രത്തോളം നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് എൻ്റെ ലൈഫിലുള്ള ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? കുറേ വായിക്കുക. അതായത് ഇവിടെ ഒത്തിരി ബുക്സ് ഉണ്ട്, ശ്രീല പ്രഭുപാജിയുടെ ബുക്സ് ഒരുപാടുണ്ട്. അത് വായിക്കാൻ എനിക്ക് സമയം വേണം, എനിക്കത് വായിക്കണം. അതുപോലെ തുളസി നിരോധിച്ചിട്ട് ഒരുപാട് നാളായല്ലോ. അത് മറ്റൊന്നും കൊണ്ടല്ല, ഗുരുവായൂർ അമ്പലത്തിനെ കുറ്റം പറയാനൊന്നും പറ്റില്ല. തുളസിയിൽ ഒരുപാട് വിഷപദാർത്ഥങ്ങളൊക്കെ അടിച്ചു വരുന്ന ഒരുപാട് കെമിക്കൽസ്, കാര്യങ്ങൾ പലതും ഉണ്ട്, പല റീസൺസ് ഉണ്ട് അതിന്റെ ബാക്കിൽ. അതുകൊണ്ടൊക്കെയാണ് അവരത് നിരോധിച്ചത്. അതൊക്കെ ഭഗവാന്റെ തീരുമാനം എന്നേ പറയാൻ പറ്റൂ. ഭഗവാന് ആ ഒരു എന്താ പറയാ തീരുമാനം വേണ്ട എന്നാണെങ്കിൽ നാളെ തന്നെ ചിലപ്പോൾ അത് കയറ്റിന്നിരിക്കും. അതൊക്കെ ഭഗവാന്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ ബുക്സ് ഉണ്ട്. ഞാൻ ഈ ബുക്സ് വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലാസ് എടുത്തരാൻ പറ്റൂ. അല്ലാതെ എനിക്ക് ഒരിക്കലും നിങ്ങൾക്ക് ക്ലാസ് എടുത്തരാൻ പറ്റില്ല. ശരിയല്ലേ? എനിക്ക് ആ ബുക്ക് വായിക്കാൻ സമയം വേണം. അതുപോലെ എനിക്ക് എൻ്റെ കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയാലേ എനിക്ക് തൃപ്തി വരും. എനിക്ക് മറ്റൊരാൾ ഭക്ഷണം ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടില്ല. എങ്കിലും ഞാൻ കഴിക്കുമില്ല എന്ന് പറയുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിലുള്ള സമയത്ത്, ഷൂട്ടില്ലാതെ വീട്ടിലുണ്ടാകുമ്പോൾ എപ്പോഴും ഈ ലൊക്കേഷനിലെ ഭക്ഷണമാണ്. അപ്പോൾ യൂഷ്വലി എനിക്ക് വീട്ടിലുണ്ടാവുമ്പം എനിക്ക് സന്തോഷത്തോടെ എൻ്റെ കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ എനിക്കൊരു ഇഷ്ടമുണ്ടാവും. കാരണം ഞാൻ കോഴിക്കോട്ടുകാരിയാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് അല്ലേ? അപ്പോൾ അതിന് എനിക്ക് സമയം വേണം. അതുപോലെ തന്നെ എന്താ പറയുക, മഞ്ജരീസിൻ്റെ മെസ്സേജുകൾ, എന്നെ വിശ്വസിച്ച് എന്നെ സ്നേഹിച്ച് ആരോടും പറയാനില്ലാത്ത കുറേ വിഷമങ്ങൾ അതുപോലെ ഓഡിയോ ആയിട്ടിട്ട ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അത് എനിക്ക് നിങ്ങൾ വേറെ ആരെങ്കിലും ഒന്ന് നോക്കിത്തരൂ എന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അത് ഞാൻ തന്നെ നോക്കണം അല്ലേ? അപ്പോൾ അതിനു വേണ്ടി എനിക്കൊരു മൈൻഡ് റിലാക്സ് ആയിട്ട് എനിക്കൊരു സമയം കണ്ടെത്തണം മെസ്സേജുകൾ നോക്കാൻ. പിന്നെ നമ്മൾ ഒരുപാട് ബുക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇസ്കോണെന്നും പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മളെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർ നമുക്ക് സാധനങ്ങൾ അയച്ചു തരുമ്പോൾ ആ പേയ്മെൻ്റ് എല്ലാം കളക്ട് ചെയ്ത് അവർക്ക് കൊടുക്കണം എന്നുള്ളത് എന്താ പറയുക, നമ്മുടെ ഒരു എന്താ പറയുക ഉത്തരവാദിത്തമാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം.
അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഷൂട്ടിന് പോവാന്ന് പറയുമ്പോൾ രാവിലെ എണീറ്റ് വെറുതെ പോയാൽ പോരല്ലോ, അതിന് വേണ്ട കോസ്റ്റ്യൂംസ് റെഡിയാക്കണം, അത് അയൺ ചെയ്ത് പക്കയാക്കണം, അത് പോയി സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരണം. അതിനൊക്കെ നമ്മൾ ജീവിതത്തിൽ സമയം കണ്ടെത്തണം വേണ്ടേ? അപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് നടുവിലാണ് ഓരോരുത്തരുടെയും ജീവിതം പോകും. ഇതിനെല്ലാം അപ്പുറത്തേക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫിലുള്ള കുറെ കാര്യങ്ങൾ, അങ്ങനെ 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 അങ്ങനെ. അഭിലാഷ് പ്രഭു, ഇനി ഈ മെസ്സേജ് ഇട്ടാൽ ഉറപ്പായിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്യും താങ്കളെ, ഒന്നും വിചാരിക്കരുത്. ഒരു വട്ടം ഇട്ടാൽ മതി, കണ്ടു, പിന്നെ ലവ് യു മൈ സിസ്റ്റർ, ഓ ആയിക്കോട്ടെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, അവിടെ നിർത്തൂ, ഇല്ലെങ്കിൽ ഞാൻ ഈ ബ്ലോക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിൽ നമുക്ക് എല്ലാവർക്കും ഒരു മനസ്സമാധാനം വേണം അല്ലെ? അതിന് ഞാൻ കണ്ടെത്തുന്ന ഒരു സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ എൻ്റെ നല്ല കുറച്ച് സുഹൃത്തുക്കളുടെ കൂടെ സമയം കണ്ടെത്തും, അവരുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരിക്കുക, അതും വേണം നമ്മുടെ ജീവിതത്തിൽ അല്ലെ? അങ്ങനെ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണ്. ഇതിനെല്ലാം അപ്പുറത്തേക്ക് നമ്മുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, അതിന് വേണ്ട കാര്യങ്ങൾ, പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കണം, ജപിക്കണം, ഭഗവാന്റെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ എല്ലാത്തിനും സമയം നമ്മൾ ജീവിതത്തിൽ കണ്ടെത്തണം. ഒന്നിനും എന്ന് പറഞ്ഞിട്ട് സമയം കണ്ടെത്തരുത്. ആലോചിച്ചു. പിന്നെ രാവിലെ നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ കണ്ണ് തുറക്കണം. ഒരു നെഗറ്റീവ് കാര്യങ്ങൾ നമ്മുടെ തലയിലോട്ട് കൊണ്ടിട്ട് അങ്ങനെ കണ്ണ് തുറക്കാൻ നമുക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പം നമ്മൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യത്തിലേക്ക് നമ്മൾ തലവെക്കരുത്. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യം, ചില മെസ്സേജുകൾ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേഗം മാറ്റി നിർത്തും. കാരണം എന്താ, ഒരു ദിവസം ഓപ്പൺ ആവുന്നത് നമ്മൾ നല്ല മൈൻഡ് പീസ്ഫുൾ ആയിട്ടായിരിക്കണം. ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ മെസ്സേജൊക്കെ വരുമ്പം നമ്മളെങ്ങനെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ട് കുറേ മെസ്സേജുകൾ, പരാതികൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പം ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ അതിൽ നിന്നൊക്കെ മാക്സിമം സൈലൻ്റ് ആവും. എനിക്കിഷ്ടമല്ല. അതായത് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ്. ഇപ്പം മഞ്ജരീസിൽ കുറെ പേര് മെസ്സേജ് ഇടാറുണ്ട്, മാതാജി ഞങ്ങൾക്ക് വിഷമമാണ്, അങ്ങനെയാണ്. അതൊക്കെ ഓക്കെ, അതൊന്നും എന്നെ തളർത്തില്ല. പക്ഷേ അല്ലാണ്ട് നമ്മളെ കുറേ സ്ട്രെസ് തരുന്ന പോലത്തെ മെസ്സേജുകൾ വരുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷനാണ് അല്ലേ? ലൈക്ക് എനിക്ക് വന്നു എന്നല്ല ഞാൻ പറയുന്നത്, പൊതുവേ ഉള്ളൊരു കാര്യം പറയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും നമ്മുടെ മൈൻഡ്, അതാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ അടിസ്ഥാനം. മനസ്സിലാവുന്നു? നമ്മുടെ ആരോഗ്യം നന്നായിരുന്നാൽ മാത്രമേ നമുക്ക് എല്ലാം ഉണ്ടാവും. ആരോഗ്യം നന്നായിരിക്കാൻ നല്ല ഭക്ഷണം കഴിച്ചത് കൊണ്ടോ കൃത്യമായി വ്യായാമം ചെയ്തത് കൊണ്ടോ മാത്രം ആരോഗ്യം നന്നാവില്ല. നമ്മുടെ മനസ്സും കൂടി നന്നായിരിക്കണം. ഉറപ്പായിട്ട് ഞാൻ വരും സുജിത് പ്രഭു. നമ്മുടെ മനസ്സും കൂടി കുറച്ച് റിലാക്സ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് ആരോഗ്യം നന്നാവും, ഇല്ലെങ്കിൽ നന്നാവില്ല. ഞാനൊക്കെ എപ്പോഴും എന്തെങ്കിലും തരത്തിലൊക്കെ ഞാനൊക്കെ ഒരുപാട് സ്ട്രെസ് ആയി കഴിഞ്ഞാൽ ആദ്യം എൻ്റെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും മെസ്സേജ്, എവിടെയാണുള്ളത്, നമുക്കൊന്ന് പുറത്തു പോകാം, വെറുതെ ഒരു അവർക്ക് കോഫി കഴിക്കാനോ അല്ലെങ്കിൽ എനിക്കൊരു ജ്യൂസ് കഴിക്കാനൊക്കെ ആയിട്ട് ഒന്ന് പുറത്ത് പോയി ഒന്ന് കുറച്ച് നേരം അവിടെ എവിടെയെങ്കിലും പോയി ഇരുന്ന് നമ്മൾ കുറേ മൈൻഡ് റിലാക്സ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ എപ്പോഴും, ഇപ്പം എന്നെ പോലെ ഇപ്പം ഞാൻ ചെന്നൈയിലായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ സ്വാതന്ത്ര്യം ഉണ്ടായിക്കോണമെന്നില്ല, എങ്കിലും ഞാൻ പറയുന്നു, മനസ്സ് എപ്പോഴും ഫ്രീ ആക്കി വെക്കുക. മനസ്സ് ഫ്രീ ആയി കഴിഞ്ഞാൽ ജീവിതത്തിന് എപ്പോഴും ഒരു എടുക്കുന്ന തീരുമാനങ്ങൾക്കൊരു കൃത്യത ഉണ്ടാവും. പിന്നെ എനിക്കൊക്കെ ഒരുപാട് അബദ്ധം പറ്റിയ ഒരാളാട്ടോ ജീവിതത്തിൽ, ഓപ്പൺലി പറയാലോ, എല്ലാ അർത്ഥത്തിലും. അപ്പം ഞാനൊക്കെ ചിന്തിക്കും ഓരോരോ അബദ്ധങ്ങളിൽ നിന്ന്, ലൈക്ക് ഞാൻ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ ചിലപ്പോൾ ചേർത്ത് നിർത്തുന്നവര്, അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ ഓരോരോ പാഠങ്ങൾ പഠിക്കുകയാണ്. ആ പാഠങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കണം. പിന്നെ ഇതിൻ്റെ എല്ലാം അപ്പുറത്തേക്ക് ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? നമ്മളെ ഭരിക്കാൻ ഒരാൾക്കും അനുമതി കൊടുക്കരുത്. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മനസ്സിലായി? ദൈവമേ നാരായണ, ലാൽ പ്രഭു, സത്യമായിട്ട് ഞാനത് മറന്നുപോയിരിക്കുകയായിരുന്നു. ഐ എം സോ സോറി, എക്സ്ട്രീംലി സോറി. ഞാൻ മറന്നുപോയിരിക്കുകയായിരുന്നു. ഷൂട്ടിന്റെ കുറച്ച് തിരക്കുകൊണ്ട് ഞാനത് ശരിക്കും മറന്നുപോയി. വളരെ വൈകാതെ ഞാൻ അങ്ങേക്ക് ചെയ്തുതരാം, സോറി. അപ്പോൾ നമ്മളെ ഭരിക്കാൻ ഒരാൾക്കും ഒരനുമതി കൊടുക്കരുത്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തീരുമാനങ്ങൾ എന്ത് തന്നെയാലും അത് അന്തിമമായിട്ട് എടുക്കേണ്ടത് നമ്മളായിരിക്കണം. മനസ്സിലാവുന്നില്ലേ? എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഞാനൊട്ട് ആരെയും ഭരിക്കാനും പോകില്ല, എന്നെ ആരും ഭരിക്കാനും വരരുത്. കാരണം അതിന്റെ രണ്ടിന്റെയും നടുവിൽ നിൽക്കണം. അപ്പൊ നമ്മൾക്കൊരു കാര്യം ചോദിക്കണം, അല്ലെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നൊരു കൺക്ലൂഷനിൽ വരുമ്പോൾ നമുക്ക് ഒരാളോട് ചോദിക്കാം, ഞാൻ എന്ത് ചെയ്യുന്ന അറിയില്ല എന്ന്. അല്ലാതെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഒരിക്കലും നമ്മുടെ തലയിലോട്ട് അടിച്ചേൽപ്പിക്കരുത്. എനിക്കത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അതുപോലെ ഞാൻ ആരുടെ ലൈഫിലും കയറിയിട്ട് ഒരുപാട് അഭിപ്രായം പറയുക, അല്ലെങ്കിൽ
അവരെ ആ റൂട്ടിൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. നമ്മൾ ഇത്ര വർഷവും ജീവിച്ച ഒരു രീതിയുണ്ട് അല്ലെ, ഇത്ര കൊല്ലം നമ്മൾ ജീവിച്ചില്ലേ, ഇനിയും നമ്മൾ മുന്നോട്ട് ജീവിക്കും. പിന്നെ ഈ ലോകത്ത് ഭഗവാൻ അറിയാതെ ഒന്നും നടക്കണില്ല. നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങളെ നമ്മൾ അനുഭവിക്കും. ഇത് പൊതുവേ ഉള്ള ഒരു കാര്യം ഞാൻ പറയാണ്, മനസ്സിലാവുന്നുണ്ടോ? ഓൾ ഓവർ എല്ലാവരുടെയും ഇപ്പൊ എത്രയോ കഷ്ടപ്പെട്ട അച്ഛനമ്മമാര് പെൺകുട്ടികളെ വളർത്തി അവരെ വലുതാക്കി, അവര് ചിലപ്പോൾ നാളെ നമ്മൾ ആരും പറയുന്നത് കേൾക്കാതെ ആരുടെയെങ്കിലും കൂടെ ഇറങ്ങിപ്പോവും. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അത് അബദ്ധത്തിലേക്കാവാം, ചിലപ്പോൾ നാളത്തെ നല്ലൊരു ശരിയിലേക്കാവാം. വോട്ടെവർ, എന്തായാലും ശരി, നടക്കേണ്ടത് നടക്കും. അപ്പൊ അതേപോലെ കുറെയൊക്കെ നമ്മളായിട്ട് ജീവിക്കുക, നമ്മുടെ ഒരു നല്ലൊരു ലോകം ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് എന്താണോ ജീവിതത്തിൽ സന്തോഷം തരുന്നത് ആ സന്തോഷം നമ്മൾ ചെയ്യുക. വാശി, വൈരാഗ്യം, വെറുപ്പ് ഇതൊക്കെ ലൈഫിൽ നിന്ന് കളയാം. കാരണം ചില അവസരങ്ങളിൽ നമുക്ക് ചില വ്യക്തികളോട് തോന്നുന്നത് വാശിയോ വെറുപ്പോ ഒന്നും ആയിരിക്കില്ല, ഒരുതരം ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക, മനസ്സിലാവുണ്ടോ? മാക്സിമം മാറി നിൽക്കുക, നമ്മളായിട്ടിരിക്കുക. അതിന് ഭയങ്കരം ഒരു സുഖമുണ്ട്. ആ സുഖം അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിന് ശാന്തി ലഭിക്കുന്നത്, സമാധാനം ലഭിക്കുന്നത്. അതർവൈസ് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല, നമുക്ക് ജപിക്കാൻ കഴിയില്ല, നമുക്ക് സ്വസ്ഥമായി ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, ഉറങ്ങാൻ പറ്റില്ല. ഈ ചിന്ത തന്നെ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു വന്നിട്ട് നമ്മളായിട്ടിരുന്നിട്ട് നമുക്ക് എന്താണോ സന്തോഷം തരുന്നത് ആ സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ആശ്വാസം കിട്ടും ജീവിതത്തിൽ, ശരിക്കും കിട്ടും. അത് നമ്മുടെ മുഖത്ത് റിഫ്ലക്ട് ചെയ്യുന്ന ഞാൻ എപ്പോഴും പറയുന്നത് അതാണ്, നമ്മുടെ മുഖത്ത് അത് റിഫ്ലക്ട് ചെയ്യും. ചില ബന്ധങ്ങൾ നമുക്ക് അയ്യോ പ്രശ്നമൊന്നുമില്ല സുധി, ഞാനിങ്ങനെ ഓപ്പൺലി പറയാണ്, ചില കാര്യങ്ങൾ പറയാണ്. ഇപ്പൊ ഞാൻ ലൊക്കേഷനിലൊക്കെ കണ്ടിട്ടുണ്ട് ചില ഫ്രണ്ട്സുകൾ ഒക്കെ ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഒരു ഡീപ്പ് റിലേഷൻഷിപ്പിലൊക്കെ പോയി പെട്ടിട്ട് ഭയങ്കര സ്ട്രെസ് അനുഭവിക്കും അവര്. അപ്പൊ ഞാനിങ്ങനെ നോക്കിയിരിക്കും, ഇത് എന്തിനാ ഇപ്പത്, ഇതിന്റെ ആവശ്യം എന്താണ്? ഞാൻ പറയും അയ്യോ വിട്ട് തള്ളങ്ങിടുന്ന് പറയും. കാരണം നമ്മളും നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ചില കാര്യങ്ങളാണ് അതൊക്കെ, മനസ്സിലായില്ലേ? അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എത്രത്തോളം എന്ത് ചെയ്യാം, ഹാപ്പി ആയിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ എത്ര ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമോ അത്രത്തോളം ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് ആദ്യം പറയുന്ന കാര്യം എന്താ അറിയോ, ഞാൻ ഷൂട്ടിലാണെങ്കിൽ ദൈവത്തോർത്തിട്ട് എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത്, അനാവശ്യമായിട്ട് എനിക്ക് മെസ്സേജ് ഇടരുത്, പ്ലീസ് എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്. കാരണം ഞാൻ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ജോലിയാണ്, ആ ജോലിയിൽ എന്നെ ഒരു തരത്തിൽ ഇറിറ്റേറ്റ് ചെയ്യരുത്. അപ്പൊ അതേപോലെ സാരല്ലേ മോനെ, അപ്പൊ അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മനസ്സിനെ എപ്പോഴും സന്തോഷമാക്കി വെക്കുക. മനസ്സിനെ സന്തോഷമാക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് നമ്മൾ തന്നെ കടിഞ്ഞാണ്ടിടുക. മറ്റൊരാളെ കയ്യിൽ നമ്മൾക്കുള്ള കടിഞ്ഞാണും താക്കോലും കൊടുക്കാതിരിക്കുക. അഭിപ്രായങ്ങൾ നമുക്ക് ചുറ്റുള്ളവർ ആരും പറഞ്ഞോട്ടെ, പക്ഷെ അന്തിമ തീരുമാനം നമ്മുടേതായിരിക്കണം എന്ത് കാര്യത്തിനും. ഓക്കെ എന്ന് കരുതി കല്യാണപ്രായം എത്തിയ പെൺകുട്ടികൾ മാതാജി പറഞ്ഞിട്ടുണ്ട് അന്തിമ തീരുമാനം ഞങ്ങളോട് എടുത്തോളാൻ, എനിക്ക് ആ കല്യാണം വേണ്ട എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയൊന്നും പോരുത്. ഞാൻ അതേക്കുറിച്ചല്ല പറഞ്ഞത്, വിവാഹിതരായവരെ ഇതിലേ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ അങ്ങനെ സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോവുക. ഒന്നോ രണ്ടോ നല്ല സുഹൃത്തുക്കളെ ജീവിതത്തിൽ സൂക്ഷിക്കുക. അത് നമ്മളുടെ ഹൃദയം അറിയുന്ന സുഹൃത്തുക്കളായിരിക്കണം, വളരെ നല്ല സുഹൃത്തുക്കൾ. അവരോട് നമുക്ക് ഏത് സമയത്തും എന്തും തുറന്നു പറയാൻ സാധിക്കുന്ന നല്ല സൗഹൃദങ്ങൾ. അത് ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും നമ്മൾ സൂക്ഷിക്കാൻ പഠിക്കുക. അപ്പൊ അവരോട് നമുക്ക് എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും പറയാം, എന്ത് കാര്യങ്ങളും തുറന്ന് പറയാം. ഓക്കെ, വല്ലപ്പോഴൊക്കെ നമ്മൾ എന്താ പറയാ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ബെഡ്റൂം, നമ്മളെപ്പോഴും കിടന്നുറങ്ങുന്ന അതേ ബെഡ്റൂം, അതേ ബെഡ്ഷീറ്റ്, അതേ തലയണ, അതേ കട്ടില്, അതേ സ്ഥലം, നമുക്കൊരു ഒരു മനസ്സിനൊരു മരവിപ്പ് വരും ഇല്ലേ? അതേസമയം നമ്മൾ ആ ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി, ഒന്ന് വൃത്തിയാക്കി, ആ റൂമൊക്കെ ഒന്ന് നല്ല ക്ലീൻ ആക്കി വെച്ചിട്ട് നമ്മൾ നല്ല ഒരു ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിടക്കാനൊരു സ്വസ്ഥതയുണ്ടാവും. നല്ല വൃത്തിയായി ക്ലീനായി ചക്കാമുക്കാന്ന് പറഞ്ഞ് കിടന്നാൽ നമുക്ക് കിടന്ന് ഉറക്കം വരത്തില്ല. അപ്പൊ അതേപോലെ നമ്മുടെ മനസ്സിനെ എപ്പോഴും ക്ലീൻ ആക്കിക്കൊണ്ടേയിരിക്കുക. മനസ്സിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയിട്ട് ബാസ്ക്കറ്റിലിടുക. നമ്മളെ വേണ്ടാത്ത വ്യക്തികളെ നമ്മൾ എന്ത് ചെയ്യണം, അവരെ പിന്നാലെ പോകാതിരിക്കുക. അതെന്ത് ബന്ധങ്ങളായാലും ശരി, നമ്മളെ വേണ്ട, നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്ന എല്ലാ ബന്ധങ്ങളും വലിച്ചെറിയാം. എന്ന് കരുതി നമ്മളെ മനസ്സിലാക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമുക്കൊരു എന്താ പറയാ ഇരുമ്പ് കൂട് ഇട്ട് നമ്മളെ അതിൽ നിർത്താൻ ശ്രമിക്കുന്ന ബന്ധങ്ങളും ദൂരെ വലിച്ചെറിയണം. അത് വേണ്ട.
നമ്മൾ നമ്മളായിരിക്കുക. നമുക്ക് എല്ലാവർക്കും ഒരു വ്യക്തിത്വമുണ്ട്, മനസ്സുണ്ട്, സന്തോഷമുണ്ട്, മനസമാധാനമുണ്ട്, തീരുമാനങ്ങളുണ്ട്, നമുക്ക് അതിനുള്ള പക്വതയുണ്ട്, പ്രായമുണ്ട്, നമുക്ക് അതിനുള്ള അനുഭവങ്ങളുണ്ട്, എല്ലാം ഉണ്ട് അല്ലേ. അപ്പൊ അതിലുപരി ആത്മവിശ്വാസം, മനസ്സിലായില്ലേ? ആത്മവിശ്വാസത്തെ നമ്മൾ എപ്പോഴും മുറുകെ പിടിക്കുക. മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴും ആത്മവിശ്വാസത്തെ മുറുകെ പിടിക്കുക, നല്ല രീതിയിൽ മുറുകെ പിടിക്കുക. എന്ത് വന്നാലും നമ്മുടെ ജീവിതം കൈവിട്ട് പോകരുത്, അല്ലെങ്കിൽ കൈവിട്ട് കളയരുത് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് കൊണ്ട് ഓടുന്ന ആൾക്കാരാവരുത് ഒരിക്കലും നമ്മുടെ കൂട്ടുകാർ. എനിക്കൊക്കെ ഇവിടെ ചെന്നൈയിൽ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ട്. എങ്ങനെ നോക്കിയാലും ജസ്റ്റ് ഒരു എന്താ പറയാ, ഒരു ഗുഡ് നൈറ്റ് അയച്ചു കഴിഞ്ഞാൽ പോലും ആ ഗുഡ് നൈറ്റ് ചിലപ്പോൾ അവർക്ക് നമ്മളെ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല. ഒരിക്കലും സാമ്പത്തിക സഹായം ചെയ്യുന്നവർ മാത്രമല്ല ആത്മാർത്ഥമായ ബന്ധങ്ങൾ എന്ന് പറയുന്നത്, അതും മനസ്സിലാക്കണം. എൻ്റെ ചിലപ്പോൾ ഒന്ന് വളരെ അടുത്ത എൻ്റെ ചിലപ്പോൾ എനിക്ക് ചില സമയങ്ങളിൽ എൻ്റെ മൈൻഡിന് വളരെ റിലാക്സ് ചെയ്ത് തരുന്നത് ഒട്ടും ഒരു സാമ്പത്തികമായിട്ടും ഹൈറ്റ്സിലല്ലാത്ത ചില നല്ല സുഹൃത്തുക്കളായിരിക്കും. അപ്പോൾ സമ്പത്ത് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒരാളുടെ ജോലി നോക്കിയിട്ടോ ഒന്നും ആവരുത് നമ്മൾ സുഹൃത്തുക്കളെയും തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള ഒരു രീതിയിലാണ്. ഓക്കെ, അപ്പോൾ സാമ്പത്തിക സഹായം ചെയ്യുന്നവർ മാത്രമാണ് സൗഹൃദം എന്നുള്ളതും ചിന്തിക്കാൻ പാടില്ല. നമ്മളെ മനസ്സിലാക്കുന്ന വ്യക്തിത്വങ്ങൾ, അതാണ് നമ്മുടെ സൗഹൃദം എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നവർ, അതായിരിക്കണം നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളെ. അങ്ങനെയുള്ള ആത്മാർത്ഥ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ കുറച്ച് പാടാണ്. എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ അതിൽ ട്രൂ റിലേഷൻഷിപ്പ് ആയിരിക്കണം. അത് സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെ ആവണമെന്നൊന്നുമില്ല കേട്ടോ. നല്ല പുരുഷ സൗഹൃദങ്ങളുണ്ട്. എപ്പോഴും ഒരു സ്ത്രീയും പുരുഷനും സംസാരിച്ചാലും വന്നാലും പോയാലും അതിനെ ഒരു അൺവാണ്ടഡ് റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ കാണുന്നത് വളരെ തെറ്റാണ്. കാരണം ഇത് 2025 ഇല്ലേ, കുറച്ചും കൂടി കാലത്തിനനുസരിച്ച് നമ്മൾ ഹൈറ്റ്സിലേക്ക് ചിന്തിക്കണം. അപ്പം ഒരു ബന്ധം ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നതും നമ്മളാണ്. തീർച്ചയായിട്ടും നമ്മൾ തന്നെ തീരുമാനിക്കണം ഒരു ബന്ധം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പം അതൊക്കെ ആലോചിച്ച് ചിന്തിച്ച് നല്ല സൗഹൃദങ്ങളെ തിരഞ്ഞെടുക്കുക, മനസമാധാനത്തോടെ ഇരിക്കുക, ആത്മവിശ്വാസത്തോടെ ഇരിക്കുക, നമ്മൾ നമ്മളായിട്ടിരിക്കുക. വല്ലപ്പോഴൊക്കെ ചിരിക്കാൻ, നമ്മുടെ കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മുടെ മുഖം ചിരിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് കാണാൻ, എന്താ പറയാ, കാണാനുള്ള ആ ഒരു ആഗ്രഹം നമുക്കുണ്ടാവില്ലേ? നമ്മുടെ മുഖം ചിരിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം മനോഹരമായിരിക്കുന്നു. എപ്പോഴും ഞാൻ ഇരുന്നാൽ ഒരു രസം ഉണ്ടാവില്ല. നമ്മളും ചിരിക്കണം, മനസ്സിലാവുന്നുണ്ടോ? നമ്മളും എപ്പോഴും ചിരിക്കാൻ ശ്രമിക്കണം. അല്ലാതെ നമ്മൾ ഗ്ലൂമി ആയിട്ടിരിക്കരുത് എപ്പോഴും. ബാഹ്യമായിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ മരിക്കുന്നത് വരെ ഉണ്ടാവും. നമ്മൾ മരിക്കുന്ന ആ നിമിഷം വരെ നമുക്ക് ചുറ്റിപ്പറ്റി ബാഹ്യമായിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾക്കെല്ലാം തലവെച്ച് കൊടുത്തിട്ട് എന്നെങ്കിലും ഒരിക്കലും മനസമാധാനത്തോടെ ജീവിക്കാം എന്ന് വിചാരിച്ചാലൊന്നും ജീവിക്കാൻ പറ്റില്ല. അപ്പം അതൊക്കെ ഒന്ന് മാറ്റാം. ഞാനിപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ് എന്താ ചെയ്യാന്നറിയോ? എന്നെ ചീത്ത പറയരുത്. ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞാൽ സത്യത്തിൽ ഞാൻ എന്താ ചെയ്യുക, എപ്പോഴും ഇല്ല കേട്ടോ, വല്ലപ്പോഴൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി വന്നപ്പോൾ ക്ലാസ് എടുക്കല്ലേ, ഇത് കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞാനും ചേച്ചിയൊക്കെ പുറത്തിരുന്ന് ഫുഡൊക്കെ കഴിക്കും. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഭഗവാന് ഒരു ഉറക്ക് പാട്ടുണ്ട്, ആ പാട്ടൊക്കെ പാടിക്കൊടുത്ത് ഭഗവാന്റെ അടുത്ത് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് നേരെ റൂമിൽ ചെന്നിട്ട് പഴയ സിനിമകൾ എടുത്തിട്ട് കാണും TV-യിൽ. വല്ലപ്പോഴുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് കേട്ടോ, എപ്പോഴും ഇല്ല. പഴയ ഏതെങ്കിലും നല്ല സ്റ്റോറീസ്, അങ്ങനെ മലയാളം മാത്രമേ കാണൂ കേട്ടോ, തമിഴ് വല്ലപ്പോഴൊക്കെ, അങ്ങനെ ഏതെങ്കിലും നല്ല മലയാളം മൂവി. ആ സമയത്ത് മൊബൈലൊക്കെ സൈലന്റിലിട്ടേക്കും. കാരണം എന്താ, അതിലും നമുക്കൊരു സന്തോഷമുണ്ട് ഇല്ലേ, അതിലും കുറച്ച് സന്തോഷമുണ്ട്. ചില സമയത്ത് ഒരുപാട് വർക്ക് ഉണ്ട്, മെസ്സേജുകൾ ഉണ്ട് എന്നൊക്കെയാണെങ്കിൽ വന്നിരുന്ന് മഞ്ജരീസിന്റെ മെസ്സേജൊക്കെ നോക്കും, അങ്ങനെയൊക്കെ ചെയ്യും. കാരണം എന്താ, നാളെ കുറച്ച് ഫ്രഷ് ആയിട്ട് എഴുന്നേക്കണം. നാളെ രാവിലെ ആകുമ്പോൾ വീണ്ടും എഴുന്നേറ്റ് പൂജ ചെയ്ത് കുക്ക് ചെയ്ത് ജിമ്മിലൊക്കെ പോയി അവിടുത്തെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ച് തിരിച്ചു വരുമ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ച് വീട്ടിൽ വന്ന് കുക്ക് ചെയ്ത് ചിലപ്പോൾ ഉച്ചയ്ക്ക് 1 മണിക്കൂറൊക്കെ കിടന്നുറങ്ങി, അല്ലെങ്കിൽ ഇവിടുന്ന് താഴെ തമ്മൂനൊക്കെ കൂട്ടി അടുത്ത കോസ്റ്റ്യൂം പർച്ചേസിനൊക്കെ പോയി മഞ്ജരീസിന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഭഗവാന് പൂജയൊക്കെ ചെയ്ത് വീണ്ടും അങ്ങനെ 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 പോകും. അപ്പം നിങ്ങൾ വിചാരിക്കും, ആഹാ എന്തൊരു നല്ല ലൈഫ് മാതാജിയുടെ, ഒരു പ്രശ്നവുമില്ല. 1008 1008 പ്രശ്നങ്ങൾ എനിക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അതായത് നമ്മുടേതായ പേഴ്സണൽ ലൈഫിലെ പ്രശ്നങ്ങളും അല്ലാണ്ടും ഒക്കെ, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്. എന്തേ എല്ലാവർക്കും ഉണ്ട്. എന്താണ് ആക്ഷൻ കാണിക്കില്ലേ, പറയും, എന്താന്ന് പറയും. അത് സ്ഥിരം പണിയാണല്ലോ.
അപ്പോൾ എല്ലാവർക്കും ഉണ്ട്. പ്രശ്നങ്ങളെന്ന് പറഞ്ഞിട്ടിരുന്ന് നമ്മുടെ ജീവിതത്തിലെ നല്ല സമയമൊന്നും ആരും കളയരുത്. അത് ആരോഗ്യ പ്രശ്നങ്ങൾ വരുത്തും. ഈ ആരോഗ്യവും ഈ സൗന്ദര്യവും ഒക്കെ ഉള്ള കാലം വരെ മതി നമ്മളെ എല്ലാവർക്കും. അതൊക്കെ കഴിയുമ്പോൾ നമ്മളെ ഒന്നും ആർക്കും വേണ്ടെന്നേ. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഹാപ്പി ആയിട്ടിരിക്കുക. പറ്റുന്ന സമയം നമ്മുടെ 60-ാമത്തെ 70-ാമത്തെ വയസ്സിലൊക്കെ നമ്മുടെ മക്കളോടും മരുമക്കളോടൊക്കെ എന്തൊക്കെ കേൾക്കാനുണ്ട് നമുക്ക്, ഇല്ലേ? പലതും കേട്ട് വേദനിച്ച് വിഷമിച്ച് ഒറ്റയ്ക്കൊന്ന് പുറത്തു പോലും പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു കാലം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആ കാലത്തിന് എന്ത് സന്തോഷിക്കാനാ? എന്ത് സന്തോഷിക്കാനാ? ഒന്നുമില്ല സന്തോഷിക്കാൻ. സന്തോഷിക്കേണ്ട സമയം ഇപ്പോഴാണ്. അപ്പൊ ഈ സമയത്ത് അതില്ല ഇതില്ല എന്ന് പറയുമ്പം ഇല്ലാത്തത് ഇഷ്ടം പോലെ ഉണ്ടാവും. ഉള്ള എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ചിരിച്ച് സന്തോഷിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, അതെ, മനസ്സാണ് പകുതി സൗന്ദര്യം. മനസ്സിനെ സന്തോഷമാക്കി വെക്കുക. മനസ്സിനെ എപ്പോഴും സമാധാനമായിട്ട് എന്താണോ നമുക്ക് സന്തോഷം തരുന്നത് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. സന്തോഷം തരാത്ത ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് മനസ്സിനെ ദൈവത്തോർത്ത് വെക്കരുത്. വെച്ചോ, ആ ദിവസമേ വേസ്റ്റാണ്. ഇഷ്ടപ്പെടാൻ, അതായത് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും കേൾക്കാൻ പോകരുത്. മറുപടി കൊടുക്കണ്ട എന്ന് തോന്നുന്ന ഒരു കാര്യങ്ങൾക്കും മറുപടി കൊടുക്കരുത്. നമ്മൾ ജോലി ചെയ്യുക, നമ്മൾ മുന്നോട്ട് പോവുക, നമുക്കുള്ള കമ്മിറ്റ്മെന്റ്സുകൾ തീർക്കുക, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മീറ്റ് ചെയ്യുക, നമുക്കൊരു നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു ലക്ഷ്യം നമ്മൾ കണ്ടെത്തുക, ആ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള വഴി നോക്കുക, അവിടെ നമ്മളെ സഹായിച്ചവരോടൊക്കെ നല്ല താങ്ക്ഫുൾ ആയിട്ടിരിക്കുക. അത്രയേ ഉള്ളൂ. അതർവൈസ് നോ മോർ കമ്മിറ്റ്മെന്റ്സ്. ആരോടും വേണ്ട. ഒരാളും നമ്മളെ ആരും ചേർത്ത് പിടിക്കില്ല. നമ്മളായിട്ടിരിക്കുക. എൻ്റെ കൂടെ പഠിച്ചൊരു പെൺകുട്ടിയുണ്ട്, ലിജി എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു, അല്ല, കൂടെ പഠിച്ചതല്ല കേട്ടോ, സോറി, എൻ്റെ കൂടെ വർക്ക് ചെയ്താണ് എറണാകുളത്ത് EVM മാരുതിയില്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ലിജി ഒരു 56 അല്ല 56 58 വയസ്സൊക്കെ കാണും. 60 വയസ്സൊക്കെ ആയി കാണും തോന്നുന്നു എനിക്ക്. പക്ഷെ ഇപ്പൊ കണ്ടാലും എന്തൊരു ചെറുപ്പാന്നറിയാമോ. അവള് മോള് മാത്രമാണ്. ബാംഗ്ലൂരാണ് അവർ താമസിക്കുന്നത്. ഇപ്പൊ ഇവിടുന്ന് പോയി, എറണാകുളത്തുനിന്ന് പോയി. അയ്യോ, ഭയങ്കരം യങ്ങാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ നമ്പർ എവിടെന്നോ തപ്പിയെടുത്ത് എന്നെ വീഡിയോ കോൾ വിളിച്ചു. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. അവൻ ലിജു. അപ്പൊ എന്നോട് പറയാ, എന്താണ് വിശേഷം, സീരിയലൊക്കെ തകർക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, താങ്ക് യു സോ മച്ച് ലിജു എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറയാ, നിനക്ക് ഒരു മാറ്റം ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറയും, എന്റെ മാറ്റം വിടും, നിന്റെ മാറ്റം എന്താ? അത് ഇപ്പോഴും യങ്. ഇപ്പോ എന്തോ കേരളത്തെ പ്രതിനിധീകരിച്ചോ ഇന്ത്യയെ പ്രതിനിധീകരിച്ചോ എന്തോ സ്പോർട്സിനൊക്കെ പോയി വലിയൊരു അവാർഡൊക്കെ കിട്ടി. വേറെ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നോക്കി പറഞ്ഞുതരാം. FB-ലൊക്കെ ഞാൻ കണ്ടു. ഒരു ഒത്തിരി മോട്ടിവേഷൻ ക്ലാസ്സസ് എടുക്കാൻ പോകുന്നു. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോ അതൊക്കെ കാണുമ്പോഴേ സത്യം പറഞ്ഞാല് ഞാൻ ആലോചിക്കണം, പ്രായത്തെ മറന്നിട്ടാണ് അവരൊക്കെ ചെയ്യുന്നത്, അല്ലേ? പ്രായത്തെ പോലും ധിക്കരിച്ചുകൊണ്ടാണ് അവർ ആ ഒരു ഹൈറ്റ്സിലേക്ക് എത്തുന്നത്. അപ്പൊ അവളുടെയൊക്കെ ലൈഫ് നോക്കുകയാണെങ്കിൽ ഡിവോഴ്സ് ആണ്, ഒത്തിരി സസ്റ്റെയിൻ ചെയ്ത് ഒത്തിരി സ്ട്രെയിൻ ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങൾ ഒരുമിച്ച് പണ്ട് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അവളുടെ മോളെ വളർത്തുന്നതും. ഒരുപാട് ഇപ്പൊ ആ കുട്ടിയും നല്ല ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ച് ബാംഗ്ലൂർ നല്ല ഓപ്പർച്യൂണിറ്റി ആയി, അവർ സ്വന്തം ഫ്ലാറ്റായി. അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ശരിക്കും ഞാൻ ഹാപ്പിയായി. അപ്പോഴേ ഞാനിങ്ങനെ ചിന്തിച്ചു, നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലേക്ക് വരുന്ന ആ പുറത്തു നിന്നുള്ള ബാഹ്യമായിരിക്കുന്ന പല പ്രശ്നങ്ങൾ അതിനെയൊക്കെ എടുത്ത് വലിച്ചു തൂരി വേറെ പുറത്തേക്ക് കളഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ചിരിക്കാൻ ശ്രമിക്കാം. നമ്മൾക്ക് ചിരിക്കാൻ കിട്ടുന്ന അവസരങ്ങളിൽ ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ഹാപ്പി ആയിരിക്കും. മനസ്സിൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളും നമ്മൾ കേൾക്കാൻ നിന്ന് കൊടുക്കരുത്, ഒരിക്കലും നിന്ന് കൊടുക്കരുത്. നമ്മളായിട്ട് ജീവിക്കുക. നമുക്ക് സന്തോഷം വേണം, സമാധാനം വേണം, അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് മഞ്ജരീസ് എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. ഞാൻ കുറച്ച് നോക്കാൻ വൈകിയാൽ പോലും നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യമൊക്കെ വന്നാൽ അല്ലെങ്കിൽ വെറുപ്പ് വന്നാൽ ചിലവരെങ്കിൽ മെസ്സേജ്, മാതാജി എനിക്ക് അവരോട് ഭയങ്കര ദേഷ്യമായിപ്പോയി മാതാജി, അത് ഞാൻ ഇവിടെ പറഞ്ഞു തീർക്കണം മാതാജി. കേട്ട് കഴിയുമ്പോൾ ഞാൻ പറയും, പാവം എൻ്റെ സമയം കളഞ്ഞു, പോട്ടെ സാരല്ലേ, അത് വിട്ടേക്കെന്ന് പറയും. ലൈക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണല്ലോ, നിങ്ങൾക്ക് മഞ്ജരീസിലേക്ക് ഇട്ട് വെക്കാം. ഞാൻ കുറച്ച് സമയം എടുത്താലും അത് കേൾക്കും, ഇല്ലേ, സംസാരിക്കും. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ മൈൻഡിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, ഭക്ഷണം കഴിക്കാതിരിക്കരുത്. ആരോടെങ്കിലൊക്കെ ദേഷ്യപ്പെട്ട് ഫുഡ് കഴിക്കാതിരിക്കുക ചെയ്യരുത്. ഞാനൊക്കെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഭക്ഷണം കഴിക്കും, ഭക്ഷണം കളയില്ല. അപ്പൊ സമയത്തിന് ഭക്ഷണം കഴിക്കുക, നല്ല ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക,
ഉറങ്ങുക. സീരിയസ്ലി എനിക്കൊക്കെ ഷൂട്ടിൻ്റെ ഒക്കെ ഷെഡ്യൂളിൻ്റെ പ്രശ്നം കൊണ്ട് ചിലപ്പോൾ ഉറങ്ങാൻ പറ്റാണ്ടാണ്. അല്ലാണ്ടൊക്കെ എന്നെയൊക്കെ ഉറങ്ങാൻ വിട്ട സുഖമായിട്ട് ഞാൻ ഉറങ്ങിയൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴൊക്കെ നല്ല ടൈറ്റാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, സമയത്ത് ഉറങ്ങാൻ പറ്റുമ്പോൾ ഉറങ്ങുക, ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കുക, അങ്ങനെ നമ്മളും നമ്മുടെ ലോകത്തൊന്ന് ജീവിക്കുന്നേ. ഇനി ഏത് കാലത്ത് ജീവിക്കാൻ? നമ്മുടെ ഈ ജീവിതമൊക്കെ വളരെ ചെറിയ ലൈഫ് അല്ലേ, ചെറിയ ലൈഫിൽ നമ്മളിനി എപ്പോൾ ജീവിക്കാനാണ്? അപ്പോൾ ഉള്ള സമയം സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, എത്ര പേര് അങ്ങനെ മൈൻഡ് മാറ്റാൻ റെഡിയാണ്? ഞാൻ റെഡി മാതാജി എന്ന് പറയൂ. എത്ര പേര് റെഡിയാണ് ഞാൻ ഇന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് മാറാൻ? ബ്യൂട്ടി പാർലറിൽ പോയതുകൊണ്ടൊന്നും സൗന്ദര്യം കിട്ടില്ല. മനസ്സ് ഫ്രീ ആണെങ്കിൽ ഉറപ്പായിട്ട് അത് ഫേസിൽ കാണും. മനസ്സിന് സ്ട്രെസ് തരുന്ന ഒരു കാര്യങ്ങൾ കേൾക്കാൻ പോകരുത്, പറയാൻ പോകരുത്. ഞാൻ എൻ്റെ വീട്ടിലേക്കൊക്കെ വിളിച്ചു പറയാറുണ്ട്, അമ്മയുടെ സിസ്റ്ററിൻ്റെ അടുത്തൊക്കെ. ഒരു കാരണവശാലും അവിടുത്തെ ഫാമിലി പൊളിറ്റിക്സ് എന്നെ അറിയിക്കരുത്. എൻ്റെ അടുത്ത് കുണു 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 എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കരുത്. ആൻറ്റിക്ക് ഇഷ്ടമില്ല പറയാം, ആൻറ്റിക്ക് ചെയ്യണോ ചെയ്തു എന്ന് പറയാം, ആൻറ്റിക്ക് പോകണോ പൊക്കോളൂ, വരണോ വന്നോളൂ, അത്രയേ ഉള്ളൂ. അല്ലാതെ കുണു 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 എന്ന് പറഞ്ഞിട്ട് എൻ്റെ മൈൻഡ് അപ്സെറ്റ് ആക്കരുത്. എനിക്ക് ഭയങ്കര ഇറിറ്റേഷനോ. കാരണം ഒന്ന് മഞ്ജരീസിൻ്റെ ക്ലാസ്, രണ്ട് എൻ്റെ ജോലി. ഇത് രണ്ടും എനിക്ക് മനസ്സമാധാനം ഉണ്ടെങ്കിലേ നടക്കൂ. ഇത് രണ്ടും മനസ്സമാധാനം ഇല്ലെങ്കിൽ നടക്കൂല. അതുകൊണ്ട് ദൈവത്തോർത്ത് എൻ്റെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു വരരുത് എന്ന് ആദ്യമേ ഞാൻ അങ്ങോട്ട് പറയും. അപ്പോൾ അതേപോലെ ഇന്ന് മുതൽ നമ്മളായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. പ്രശ്നങ്ങളൊക്കെ ചുറ്റുപാടുകളുണ്ടാവും, അതിനെയൊക്കെ നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്തെടുക്കാം. അതിനെയൊക്കെ ഒന്ന് സ്വസ്ഥമായിട്ട് നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പ്രശ്നങ്ങളൊക്കെ തീരുമ്പോൾ തീരട്ടെന്നേ, അല്ലാണ്ട് ഇപ്പം അതും ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമൊന്നുമില്ല. ഓക്കെ, യോഗ ടിപ്സ് തരാൻ എനിക്ക് യോഗ അറിഞ്ഞൂടാ. അതെ, റെഡി ആയിരിക്കണം. ഓക്കെ, നാളെ മുതൽ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ്. അപ്പം ഞാൻ കണ്ടല്ലോ പാർത്ഥസാരഥിയുടെ മെസ്സേജ്. അതെ, നമ്മൾ അങ്ങനെ ഒന്ന് രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് നമുക്ക് ഇഷ്ടമുള്ള മെസ്സേജുകൾ, നമുക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ ഹൃദയത്തിനോട് ചേർത്ത് വെച്ച നമ്മുടെ നല്ല സൗഹൃദങ്ങൾ, നല്ല ബന്ധങ്ങൾ ഉണ്ടാവും. അപ്പം അവർക്കൊരു ഗുഡ് മോർണിംഗ് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ നോക്കി. എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ നോക്കുന്നത് കണ്ണു തുറന്ന മഞ്ജരീസിന്റെ മെസ്സേജാണ്. മഞ്ജരീസിന്റെ മെസ്സേജിൽ അമർജിത്ത് ഗാനമഞ്ജരി ഇട്ടിട്ടുണ്ടോ ആദ്യം നോക്കുന്നത് 6 o'clock അതാണ്. പിന്നെ എനിക്ക് കുറച്ച് എഴുതി കൂട്ടാനുണ്ടാവും, നമ്മുടെ പ്രഭാത മഞ്ജരി അത് ഇത്. ഞാനൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ ബിസി ആയിരിക്കും. പിന്നെ ചാനലിൽ നിന്നുള്ള മെസ്സേജസ് എന്തെങ്കിലും ഉണ്ടോ മാനേജേഴ്സിന്റെ, അതൊക്കെ നോക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ നോക്കിക്കൊണ്ടുപോകുന്നത്. കാരണം എനിക്ക് രാവിലെ കണ്ണുറക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും മെസ്സേജ്, ഒരു വലിയ ലൈനായിട്ട് തന്നെ ഉണ്ടാവും. അപ്പൊ ആദ്യം അയച്ചതൊക്കെ അടിയിലോട്ട് പോകും. പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പോകും. ആ രമണൻ പ്രഭു വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഷൂട്ട് നടക്കുകയായിരുന്നു, ക്ഷമിക്കണം. അന്ന് 2 സീരിയലിന്റെ ഷൂട്ട് ഒരേ ദിവസം, ഒന്ന് തീർത്തിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് ഓടി. അതാണ് പറ്റിപ്പോയത്, ക്ഷമിക്കണം. ഞാൻ തിരിച്ചു വിളിക്കാങ്ങേ. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ പറയാ, കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ നിൽക്കുക. രാത്രി കാലങ്ങളിൽ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുക. നല്ല നല്ല പാട്ടുകൾ അമർജിത്ത് ഇട്ടിരുന്നില്ലേ ഗ്രൂപ്പിൽ, നല്ല വൈഷ്ണവ ഗീതങ്ങൾ, എല്ലാ ഭക്തിഗാനങ്ങളും രാവിലെയും വൈകിട്ടും വരുന്നില്ലേ, അതൊക്കെ കേൾക്കുക. പിന്നെ ഇപ്പം നമ്മൾ എന്താ പറയാ, ഇത് ക്ഷേത്ര ദർശനം എന്നും പറഞ്ഞിട്ട് ഞാനൊരു ഇതിട്ട് തന്നിട്ടില്ലേ. മാതാജി, സോറി സുഷ മാതാജി, ഞാൻ ഉണ്ടായിരുന്നില്ല, ഷൂട്ടിലായിരുന്നു ഇന്നലെ വരേക്കും. ഏർലി മോർണിംഗ് ആണ് എത്തിയത്. ഇന്നിപ്പോൾ കുറച്ച് നേരം കിടന്നുറങ്ങി വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അങ്ങനെ അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പം ഇന്ന് ക്ലാസ് എടുക്കുന്നു. ഇപ്പം നാളെ ഫ്രീ ആണ് ഞാൻ, മാതാജി നാളെ വിളിക്കാം. പിന്നെ വേറെ എന്താ, നല്ല പാട്ട് വരുന്നുണ്ട്. ക്ഷേത്ര ദർശനം വരുന്നില്ലേ നമ്മുടെ ഗ്രൂപ്പിൽ, അത് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. കുറേ നല്ല നല്ല ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള ഒരു സ്മോൾ വിവരണങ്ങൾ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാനത് വായിച്ച് മനസ്സിലാക്കി പഠിച്ച് അതൊരു വിവർത്തനമായിട്ട് ഞാൻ ഇട്ട് തരുന്നില്ലേ. അത് ഇഷ്ടപ്പെടുന്നുണ്ടോ ക്ഷേത്ര ദർശനം? അതേക്കുറിച്ചൊരു റിവ്യൂ തരൂ. ഇങ്ങനെയൊക്കെയല്ലേ റിവ്യൂ കിട്ടൂ, നമ്മുടെ ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി അല്ലേ. റിവ്യൂ തരൂ, എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ക്ഷേത്ര ദർശനം? വായിക്കാറില്ലേ നിങ്ങള് നമ്മുടെ ഗ്രൂപ്പിലിടുന്നത്? നമുക്ക് ഒത്തിരി നല്ല, ഇന്നൊക്കെ ഒരു ബാംഗ്ലൂരിലുള്ള ഒരു ഗണപതി ക്ഷേത്രത്തെ കുറിച്ചല്ലേ ഇട്ട് തന്നിരിക്കുന്ന ഓരോ വിവരണങ്ങൾ. ഞാൻ ഓരോ ലൊക്കേഷനിൽ എത്തുന്ന സമയത്തും അവരോടൊക്കെ ചോദിക്കും, നിങ്ങളുടെ സ്ഥലത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ടെമ്പിൾസ് വല്ലതുണ്ടോ, ആ ടെമ്പിൾസിനെ കുറിച്ച് എനിക്കൊന്ന് കുറച്ച് പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിച്ച് അതിൽ നിന്നൊക്കെ നോട്ട് ചെയ്തൊക്കെ എടുത്ത് എഴുതി അങ്ങനെ 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 എന്താ പറയാ, അങ്ങനെയൊക്കെയാണ് ഓരോരോ കാര്യങ്ങൾ. ഗാനമഞ്ജരി കേട്ടാ ഉറങ്ങുന്നത്. പിന്നെ ക്ഷേത്ര ദർശനം ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു സ്റ്റോറീസ് കുറച്ച് റെഡിയാക്കുന്നുണ്ട്. നല്ല സ്റ്റോറീസ് പറഞ്ഞുതരാം, കൃഷ്ണന്റെ സ്റ്റോറീസ് പറഞ്ഞുതരാം. അയ്യോ ചൂട്, കൈ കൊള്ളുന്നു. ഇത് കിട്ടുന്നില്ലല്ലോ. നല്ല അടിപൊളി പായസമുണ്ട്.
ബിന്ദുമ്മ ഇന്ന് എനിക്ക് നല്ല ചൂട് ചോറ് തിന്നാനൊരാഗ്രഹം. അപ്പോൾ ബിന്ദുമ്മ കുറച്ച് ഞാൻ അരിയിട്ടപ്പം ആ ചോറ് കൊണ്ട് വന്നതാണ്. നല്ല അറിവുകൾ കിട്ടുന്നുണ്ട്. പിന്നെ നല്ല കഥ പറഞ്ഞുതരാം. കുറേ കഥകളുണ്ട്, കൃഷ്ണൻ്റെ മാത്രമല്ല കേട്ടോ, അല്ലാത്ത കുറേ കഥകളുണ്ട്. ആ കഥകൾ ഞാൻ ഓഡിയോ ആയിട്ട് ഇട്ട് തരാം. പിന്നെ കുറച്ച് വിവർത്തനങ്ങളുണ്ട്, അതൊക്കെ ഞാനിങ്ങനെ യാത്രക്കിടയിലും ഷൂട്ടിൻ്റെ ഇടയിലൊക്കെ വായിക്കുന്നതാണ് കേട്ടോ. അത് എഴുതി ഉണ്ടാക്കാനാ വലിയ പാട്, ടൈപ്പ് ചെയ്യാൻ എനിക്ക് വലിയ മടിയാണ്. പക്ഷെ ഇപ്പോൾ വോയിസ് റെക്കോർഡ് ടൈപ്പിംഗ് ഉണ്ട്, അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർപ്പാരാധന, അതുപോലെ നമ്മൾ ജ്യോതിർലിംഗങ്ങള്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്ഷേത്രത്തിലെത്തിയ ബലിക്കല്ലുകൾ, ഇതൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള സംഭവങ്ങളില്ലേ, പലതും അറിയാത്ത കുറേ കാര്യങ്ങളില്ലേ നമുക്ക്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ചെറിയ അവയർനെസ്, അതൊരു ഓഡിയോ ആയിട്ട് ഞാൻ ഇട്ടത്. ടൈപ്പ് ചെയ്യാൻ എനിക്ക് മടിയായിട്ടാണ്. ക്ഷേത്ര ദർശനം തന്നെ ടൈപ്പ് ചെയ്തുണ്ടാക്കണം, പ്രഭാത മഞ്ജരി ടൈപ്പ് ചെയ്തുണ്ടാക്കണം. ഇതിൻ്റെ ഇടയിൽ ഇനി കഥയും കൂടി ടൈപ്പ് ചെയ്യാൻ എനിക്ക് വലിയ സമയമില്ല, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഓഡിയോ ആയിട്ട് നിങ്ങൾക്ക് അത് സ്റ്റോറീസും ഇതും ഇട്ട് തരാം. ഓക്കെ. ബിന്ദമ്മയെ തിരക്കിയതായിട്ട് പറയാം. ബിന്ദമ്മ, ഞാൻ കുറച്ച് ചോറ് എനിക്ക് കഴിക്കാൻ കൊതിയായപ്പം കുറേ ദിവസമായി ചോറ് കഴിച്ചിട്ട്. ചോറ് മാത്രമല്ല, ഈ തിരക്കല്ലേ, അപ്പം നാട്ടിലെ നമ്മുടെ കേരളത്തിൻ്റെ ഫുഡ് കഴിക്കാൻ വേണ്ടി കുറച്ച് അരി ഇട്ടതാണ്. അത് വെന്തോന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ അതൊക്കെയാണ് വിശേഷം. അപ്പോൾ അതൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, റിലാക്സ് ആയിട്ടിരിക്കുക, സ്വസ്ഥമായി കിടന്നുറങ്ങുക. കുണു കാര്യങ്ങളിൽ നിന്നൊക്കെ പുറത്തേക്ക് വരിക. ഓക്കെ. ഞാൻ ഇന്ന് ഇട്ടുതരാം കഥ റെക്കോർഡ് ചെയ്തിട്ട് ഇന്ന് ഇട്ടുതരാം കേട്ടോ. നല്ല കുറേ കഥകളുണ്ട്. മറ്റു വിശേഷങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് എടുത്താലോ? ഓക്കെ. ഇതെന്താ പ്രശ്നം എന്നറിയോ? ഈ ലൈവിൽ വരുന്ന ആൾക്കാരെല്ലാം മഞ്ജരീസുമായിട്ട് കാലങ്ങളായി ബന്ധമുള്ള ആൾക്കാരാ. എനിക്കും നിങ്ങൾക്കും ഒരേപോലെ അറിയുന്ന ആൾക്കാരാ. പക്ഷെ ഈ ലൈവ് ഷെയർ ചെയ്ത് പോകുമ്പോ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല്, മഞ്ജരീസ് കാണാത്ത രമണ പ്രഭു രോഷിക്കുന്നു, മഞ്ജരീസ് കാണാത്ത കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ, അവരെന്ത് ഇത് കാണുമ്പോ എന്താ ഈ പെൺകുട്ടി മഹാഭാരതം എന്ന് പറഞ്ഞിട്ട് വന്ന് പറയണേന്ന് വിചാരിക്കും. തെറ്റല്ലേ അത്? അതുകൊണ്ടാണ് കേട്ടോ. ചോറ് വേണോ? ഞാനോ ചോറ് കൊതിച്ച്. അയ്യോ നാരായണ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളും അതിനൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എന്താണെന്നറിയാവോ? ഒരു 5 തക്കാളി എടുത്തിട്ട് കുക്കറിലിടും, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലിട്ടിട്ട് ഒരു 4-5 വിസലടിക്കും കുക്കറിൽ തക്കാളി. എന്നിട്ട് ഈ തക്കാളിയുടെ തോലൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വരും. മഹാഭാരതം പറയുന്നതിനും പകരം കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. നാരായണ, ഇത് പുതിയതായിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ തല്ലി ഓടിക്കും, എന്നെയും നിങ്ങളെയൊക്കെ ഒരുപോലെ. അപ്പോൾ ഈ തക്കാളിയുടെ തോലൊക്കെ എന്തെറിയും, ഇങ്ങനെ പറിച്ചു കളയും. എന്നിട്ട് ഈ തക്കാളി മുഴുവനോടെയാണ് കേട്ടോ ഇടുക, കട്ട് ചെയ്തിട്ടൊന്നും ഇടില്ല. ഈ തക്കാളി എടുത്തിട്ട് ഞാൻ മിക്സിയിലൊന്ന് അടിക്കുമ്പോൾ അതിങ്ങനെ കുറച്ചൊക്കെ ഒന്നിങ്ങനെ ഇതായി വരും. എന്നിട്ട് എന്താ പറയാ, ഈ തക്കാളി അടിച്ചു വെച്ചത് അങ്ങനെ വെക്കും. എന്നിട്ട് ഈ മഞ്ഞപ്പൊടിയുടെ വെള്ളമില്ലേ അതും മാറ്റി വെക്കും. എന്നിട്ട് ചീനച്ചട്ടി വെക്കും, അതിൽ വെളിച്ചെണ്ണ ഒഴിക്കും. അതിലേക്ക് കുറച്ച് ഉലുവ, കുറച്ച് കടുക്, കുറച്ച് ചെറിയ ജീരകം, ഒരു 2-3 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില. എന്നിട്ട് ഈ തക്കാളീനെ ഞാൻ അതിലേക്ക് ഇടും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, അതിലേക്ക് കുറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് സാമ്പാർ പൊടി ഇടും. എന്നിട്ട് ഈ തക്കാളി തിളപ്പിച്ച മഞ്ഞപ്പൊടിയുടെ വെള്ളം ഉണ്ടല്ലോ അതും കൂടി അത് ഇതിലേക്ക് ഒഴിക്കും. എന്നിട്ട് നന്നായിട്ട് ഉപ്പ് ഇട്ടിട്ട് തിളപ്പിക്കും. സൂപ്പർ ടേസ്റ്റാ. പിന്നെ ആദ്യം ആ വെളിച്ചെണ്ണ അതിൽ കുറച്ച് ചെറിയ 2-3 പീസ് ഇഞ്ചിയും കൂടെ ഇട്ടാൽ മതി. അടിപൊളി ടേസ്റ്റാ, സൂപ്പർ ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കൂ. എന്തോന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു സിമ്പിൾ, സമയമില്ല സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി കറി. ട്രൈ ചെയ്ത് നോക്കിക്കേ. ഓക്കെ. അപ്പൊ നമുക്ക് മഞ്ജരീസിന്റെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ ശ്രീ മഹാഭാരതത്തില് അനുശാസന പർവ്വമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അനുശാസന പർവ്വത്തില് പാചകപുസ്തകം കൂടി തയ്യാറാക്കുള്ള നേരല്ലേ പ്രഭു. അനുശാസന പർവ്വത്തില് വിവാഹധർമ്മത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. യുധിഷ്ഠിരൻ ചോദിച്ചു, എന്താ ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, യുധിഷ്ഠിരൻ പറയാണ്, പിതാമഹ, ധർമ്മത്തിന് എന്താണ് ആധാരം? ധർമ്മങ്ങളിലെല്ലാം വെച്ച് ചിന്ത്യമായിരിക്കുന്നത് തന്റെ പുത്രിയെ അർഹനായ ഒരു പുരുഷന് വിവാഹം ചെയ്തു കൊടുക്കുക എന്നതാണ് അല്ലെ? ഞാൻ ഗ്രൂപ്പിൽ ഇട്ടരാമ. ധർമ്മത്തിൽ വെച്ചിട്ട് ഏറ്റവും ടോപ്പസ്റ്റ് എന്ന് പറയുന്നത്
തന്റെ പുത്രിയെ, സ്വന്തം മകളെ ഉചിതനായ ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെ? ഏതു തരം പുരുഷനാണ് വിവാഹം ചെയ്തു കൊടുക്കേണ്ടത്, എങ്ങനെയാണ് വിവാഹം ചെയ്തു കൊടുക്കേണ്ടത്, ഇതൊക്കെ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. വിവാഹധർമ്മത്തെ പറ്റിയുള്ള ധർമ്മപുത്രന്റെ ചോദ്യത്തിന് ഭീഷ്മ പിതാമഹൻ ഉത്തരം പറഞ്ഞു. വിവാഹം 5 വിധത്തിലുണ്ട്. കിച്ചൂടിന് കൊടുക്കേണ്ടതൊക്കെ വൈകുന്നേരം കൊടുത്തു സുധി. കിച്ചൂട് കൊടുത്തില്ലെന്ന് സുധിക്ക് എങ്ങനെ മനസ്സിലായി? അത് ഞാൻ ഉപ്പ് നോക്കിയിട്ടുണ്ട്, അതുകൊണ്ട് കൊടുത്തില്ല. പിന്നെ കുറച്ച് എരിവ് കൂടുതലാ, പാവന്റെ കിച്ചുവിന്റെ നാക്കരിഞ്ഞാലോ. അപ്പൊ വേണ്ട അല്ലേ കിച്ചു വൈകിട്ട് പാലൊക്കെ കുടിച്ച് വെണ്ണയൊക്കെ കുടിച്ച് അവിലും മലരും ശർക്കരയും ഷമാമും ഒക്കെ കഴിച്ചിരിക്കുക. കിച്ചുവിന്റെ വയറ് വീർത്തിരിക്കുക, കണ്ടു, അത് പൊട്ടാറായി. അപ്പൊ ഇനി വേണ്ട, ചോറ് ഞാൻ തിന്നോളാം. കിച്ചു ഡയറ്റിലാ, റൈസ് ഒന്നും അധികം കഴിക്കാറില്ല. അപ്പോ 5 വിധത്തിലുണ്ട് വിവാഹം. ശീലവും സ്വഭാവവും ഒക്കെ അറിഞ്ഞ് വിദ്യയും ജന്മവും നോക്കി ഗുണവാൻ എന്ന ബോധ്യം വരുന്നയാൾക്ക് ബ്രാഹ്മണൻ പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നു. ശീലവും സ്വഭാവവും ഒക്കെ അറിഞ്ഞിട്ട്, ശീലം വേറെ സ്വഭാവം വേറെ. ശീലം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ രീതികളാണ്. ഒരു വ്യക്തി രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, പല്ല് തേക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, സമയത്തിന് അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, ജോലി ചെയ്യുന്നു, സമ്പാദിക്കുന്നു, അത് ഏത് രീതിയിൽ ചെലവാക്കുന്നു, ജീവിതത്തിന്റെ റൊട്ടീനായിരിക്കുന്ന കാര്യങ്ങൾ, അതാണ് ശീലം എന്ന് പറയുന്നത്. സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് സ്വഭാവം. അപ്പൊ ഇത് രണ്ടും അറിഞ്ഞിട്ട് വിദ്യയും ജന്മവും നോക്കിയിട്ട് എത്രത്തോളം ആ വ്യക്തിക്ക് സംസാരിക്കാനും പെരുമാറാനും അറിയാം എന്നുള്ളതാണ് വിദ്യ. മനസ്സിലായില്ലേ? അതെല്ലാം നോക്കിയിട്ട്, ജന്മം നോക്കിയിട്ട്, ഏത് കുലത്തിൽ എങ്ങനെ എവിടെ എന്ത് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വരുന്ന ഒരാൾക്ക് ബ്രാഹ്മണൻ പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ക്ഷത്രിയ കുലം, ബ്രാഹ്മണ കുലം, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ടല്ലോ, കുലങ്ങൾ ഒരുപാടുണ്ടല്ലോ. അതൊക്കെ നോക്കിയിട്ട് വിവാഹം ചെയ്തു കൊടുക്കും. അത് ഒരു വിവാഹധർമ്മം. പിന്നെയോ ഇതിന് ഭ്രാമം എന്ന് പറയുന്നു. ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന ധർമ്മത്തെ നമ്മൾ എന്തെന്ന് പറയും? ഭ്രാമം എന്ന് പറയുന്നുണ്ട്. ക്ഷത്രിയർ തങ്ങൾക്ക് പറ്റാവുന്നവരുമായിട്ട് ചേരുന്ന വിധത്തിൽ വിവാഹം നടത്തുന്നു. പിന്നെ അതിന് ക്ഷാത്രം എന്ന് പറയുന്നു. ക്ഷത്രിയർ ചെയ്യുന്ന അതിന്, ബ്രാഹ്മണര് ചെയ്യുന്ന വിവാഹത്തെ എന്താ പറയുന്നത്? ഭ്രാമം എന്ന് പറയുന്നു. ക്ഷത്രിയർ ചെയ്യുമ്പോൾ ക്ഷാത്രം എന്ന് പറയുന്നുണ്ട്. പിന്നെയോ പിതാക്കന്മാർ തങ്ങളുടെ ഇഷ്ടത്തെ ഉപേക്ഷിച്ച് കന്യക തിരഞ്ഞെടുക്കുന്ന ആൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു. വധൂവരന്മാർ സ്വയം തീർച്ചപ്പെടുന്ന ആ വിവാഹത്തിന് ഗാന്ധർവം എന്ന് പറയുന്നു. അതായത് സുനിത മാതാജി റെസ്റ്റ് ചെയ്യൂ, അതിനെ വിളിക്കാന്നിട്ട് അതിനും നേരം കിട്ടിയില്ല. എന്താ പറയണത്, ഇപ്പം ലവ് മാരേജ് എന്ന് വേണമെങ്കിൽ നമ്മുടെ 2025 എന്താ പറയാ സ്റ്റൈലിൽ പറയണമെങ്കിൽ ലവ് മാരേജ് എന്ന് പറയും. വിവാഹിതരാവാൻ സ്വമേധയാ തീരുമാനമെടുത്തിട്ട് അവർ പോയി വിവാഹം ചെയ്യുന്നതിനെ ഗാന്ധർവം എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ധനം കൊടുത്തിട്ട് കന്യകമാരുടെ പിതാക്കളെ സന്തോഷിപ്പിച്ചിട്ട് കന്യകയെ കൂട്ടിക്കൊണ്ടുവന്ന് വിവാഹം നടത്തുന്നതിന് ആസുരം എന്ന് പറയുന്നു. പൈസ കൊടുത്തിട്ട് എന്താണ്, കന്യകമാരുടെ പിതാക്കന്മാരെ സന്തോഷിപ്പിച്ചിട്ട് കന്യകയെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് വിവാഹം നടത്തുന്നതിന്. ആ കാലത്തൊക്കെ, ഇന്നാണ് സ്ത്രീധനം അങ്ങോട്ട് കൊടുക്കുന്നത്, സ്ത്രീകൾ അങ്ങോട്ട് കൊടുക്കുന്നത്. ഞാൻ എതിരാണ് സ്ത്രീധനത്തിന്. പക്ഷെ അന്നൊക്കെ എന്ന് പറയുമ്പോൾ പുരുഷൻ ഇങ്ങോട്ടാണ് തരിക, സ്ത്രീയുടെ അച്ഛനാണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ കൊടുക്കുന്നതിന് ആസുരം എന്ന് പേര് പറയുന്നുണ്ട്. കന്യകയുടെ വീട്ടിൽ ആയുധങ്ങളുമായി ഒക്കെ പോയിട്ട് ബന്ധുക്കളെയൊക്കെ അറിയിച്ച് കന്യകയെ ബലാത്കാരമായി കൊണ്ടുവന്ന് വിവാഹം ചെയ്യുന്നതിനെ രാക്ഷസം എന്ന് പറയുന്നു. പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് വിവാഹം ചെയ്യുന്നതിനെ രാക്ഷസം എന്ന് പറയുന്നു. ഇവയിൽ ആദ്യത്തെ 3 എണ്ണം, ആദ്യം നമ്മൾ പഠിച്ച ഭ്രാമം, ക്ഷാത്രം, ഗാന്ധർവം, ഇത് 3ഉം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ധർമാനുസൃതമാണ്. അത് ധർമ്മത്തിന് എതിരല്ല. അവസാനത്തെ 2 എണ്ണം മനസ്സിലായില്ലേ? ആസുരവും രാക്ഷസവും, ഇത് 2 എണ്ണം എന്താണ്? അധർമ്മമാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ആരെയും നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കാനോ അല്ലെ പേടിപ്പെടുത്തി ബലാത്കാരമായി കൊണ്ടുവന്ന് വിവാഹം ചെയ്യാനോ പാടില്ല. രാക്ഷസവും ആസുരവും ഒരിക്കലും എന്താണ്? ശാസ്ത്രം അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഒരിക്കലും അത് അനുവദിക്കുന്നില്ല, അത് സമ്മതിച്ചിട്ടുമില്ല. നമ്മുടെ ശാസ്ത്രം അതിനെ അനുവദിച്ചിട്ടുമില്ല. ബ്രാഹ്മണന് 3 ഭാര്യമാരാകാം എന്ന് പറയുന്നുണ്ട്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ ജാതികളിൽ നിന്ന് ഓരോരുത്തരെ ഭാര്യയായിട്ട് സ്വീകരിക്കാം. ഇപ്പത്തെ കാര്യമില്ല കേട്ടോ, പണ്ടത്തെ കാര്യമാണ്. ഇപ്പൊ പോയിട്ട് ബ്രാഹ്മണന്മാരെ കല്യാണം കഴിച്ചിട്ട് പിന്നെ മഞ്ജരീസിനെ കുറ്റം പറയാൻ പറയരുത്. ബ്രാഹ്മണന് 3 ഭാര്യമാരാകാം. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ ജാതികളിൽ നിന്ന് ഓരോരുത്തരെ ഭാര്യമാരായി സ്വീകരിക്കാം. എന്നാൽ ബ്രാഹ്മണ ജാതിയിലുള്ള ഭാര്യയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് പറയുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? ക്ഷത്രിയനും അതുപോലെ 2 ഭാര്യമാരാകാം. വൈശ്യന് സ്വജാതിയിൽ നിന്നുള്ള 1 ഭാര്യയെ പാടുള്ളൂ.
ഈ ഉയർന്ന 3 ജാതിയിലുള്ളവർക്കും ശൂദ്രജാതിയിൽ നിന്ന് വിവാഹം ചെയ്യാൻ സാധിക്കും. എന്നാൽ അത് സുഖഭോഗത്തിനല്ലാതെ സഹധർമ്മിണീ പദത്തിന് അല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് അത് സജ്ജന സമ്മതമായിട്ടുള്ളതുമല്ല. ശൂദ്രജാതിയിൽ നിന്ന് മേൽജാതിക്കാർക്ക് സന്താന ഉൽപാദനം പ്രശംസാർഹമല്ല. ഈ കാലങ്ങളൊക്കെ താണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ശൂദ്രനും വൈശ്യനും ബ്രാഹ്മണനും ഇതൊക്കെ ഒരു ധാർമ്മികപരമായിട്ടുള്ള നമ്മുടെ മഹാഭാരതത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മൾ താണ്ടിയിട്ടാണ് ഇന്ന് 2025 നിൽക്കുന്നത്. 2025 നമുക്ക് ജാതിയോ മതമോ നമ്മൾ സംസാരിക്കാനും പ്രവർത്തിക്കാനും പാടില്ല. ജാതി മതം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് ജീവിക്കാൻ പാടില്ല. മനുഷ്യത്വം എന്ന ഒന്നാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോ നമ്മൾ പറയും മനുഷ്യത്വം നോക്കി ജീവിച്ചാൽ എല്ലാം ശരിയാവും. കുറെയൊക്കെ നമ്മൾ നമ്മുടെ കാര്യങ്ങളും നമ്മുടെ എന്താ പറയാ ധർമ്മങ്ങളെയും നമ്മൾ വെക്കണം. അതായത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യനെ വേർതിരിച്ച് കാണരുത്. അത്രേ ഉള്ളൂ. ഒരിക്കലും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യനെ നമ്മൾ വേർതിരിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യാം? സമസ്തവും ഈശ്വരനിൽ സമർപ്പണം ചെയ്തിട്ട് നമ്മൾ ജീവിച്ചു പോവുക. അത്രേ ഉള്ളൂ. ഓക്കെ. 3, 4 തരത്തിലുള്ള വിവാഹങ്ങളിൽ കന്യകാ പിതാവ് തെറ്റുകാരനല്ല. ധനം തരാമെന്ന് പറയുന്നവർക്ക് കന്യകയെ കൊടുക്കുന്നതും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. വാഗ്ദാനം ചെയ്ത ആളെ അല്ലാതെ കന്യക മറ്റൊരാളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് കൂടി പാപം ബാധിക്കുന്നു. മനസ്സിലായില്ലേ? ഒരാളെ വിവാഹം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ വിവാഹം ചെയ്യാതെ മറ്റൊരാളെ ചെയ്യുകയാണെങ്കിൽ അത് പാപമാകുന്നു എന്നാ പറയുന്നത്. അവർ പിന്നീട് പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. മറ്റ് സമ്മർദ്ദങ്ങൾ മൂലം വാക്ക് നൽകിയ കന്യകയ്ക്ക് വരൻ ഇഷ്ടപ്പെട്ടവനായില്ലെങ്കിൽ ആ ബന്ധം ഉപേക്ഷിക്കുന്നത് ധർമ്മമാണെന്ന് മനു പറയുന്നുണ്ട്. ഇപ്പൊ ഒരു സ്ത്രീയുടെ ഇഷ്ടം കൂടെ വളരെയധികം നമ്മൾ നോക്കണം വിവാഹത്തില്. അല്ലാതെ ഒരിക്കലും അവളെ പിടിച്ച് നിർബന്ധപരമായി കെട്ടിച്ചു കൊടുക്കുന്നതും ശരിയല്ല എന്നാ പറയുന്നത്. അവർക്ക് ഇഷ്ടമില്ലാത്ത ഭർത്താവിനോടുകൂടി ജീവിക്കേണ്ടി വരുന്നത് അപമാനത്തിനും പാപത്തിനും ഇടയാക്കുന്നു. ഒരു സ്ത്രീയുടെ ഒരു ചോദ്യം കൂടി വേണം. അല്ലാതെ ഒരിക്കലും അവളെ ഇങ്ങനെ അടച്ചാക്ഷേപിച്ച് ഇന്നാളെ കെട്ടിയാൽ മതി എന്ന് പറഞ്ഞൊന്നും കല്യാണം കഴിപ്പിക്കാൻ പാടില്ല. നമ്മൾ അവരുടെയും കൂടെ സമ്മതം ഒന്ന് ചോദിക്കണം. അത് പക്വതയുള്ള ഒരു ഉത്തരമായിരിക്കണം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. മനസ്സിലായില്ലേ? അല്ലാതെ ഒരാൾ ഷാരൂഖ് ഖാനെ പോലെ ഇരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവന്റെ ക്ലീൻ ഷേവും വട്ടത്താടിയും കണ്ട് എന്താ പറയാ മീശയും താടി ഇല്ലാത്ത മുഖം അല്ലെങ്കിൽ വട്ടത്താടിയുള്ള മുഖം അല്ലെങ്കിൽ അവന്റെ ഹൈറ്റും വെയിറ്റും കളറും കണ്ടിട്ടൊന്നും ഒരു വിവാഹം ഒരിക്കലും നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. കുലവും ജാതിയും സംസ്കാരവും അവരെ എല്ലാം നോക്കിയിട്ട് ഇപ്പത്തെ ആളുകൾ എന്താ നോക്കണെന്ന് അറിയോ? അവന് നല്ല ധനമുണ്ടോ, നല്ല സാമ്പത്തികമുണ്ടോ എന്നാ നോക്കുന്നത്. വലിയ സാമ്പത്തികമുള്ള കുടുംബത്തിലേക്കൊക്കെ നോക്കി വലിയ ജോലി എന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് 10ാമത്തെ ദിവസം പെൺകുട്ടി വീട്ടിൽ വന്നിരിക്കും. ഇല്ലെങ്കിൽ എന്താ വരിക? ഇപ്പൊ സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട് ഇല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. പക്ഷെ ഒന്നുമില്ലാത്ത ഒരു കുഞ്ഞു വീടാണെങ്കിലും ആ വീട്ടില് ഒരു നേരം കഞ്ഞിക്ക് മുട്ടില്ലാതെ പൊന്നു പോലെ നോക്കാൻ കൂലിപ്പണിയാണെങ്കിലും സാധിക്കുന്ന എത്രയോ പുരുഷന്മാര് നമ്മുടെ നാട്ടിലുണ്ട്. വലിയ സാമ്പത്തികമൊന്നും ഇല്ലെങ്കിലും എത്രയോ അങ്ങനെയുള്ള സാധാരണക്കാരായ ആളുകൾ ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വിവാഹാലോചനകൾ വന്നാലും അവരുടെ ആ ഒരു കുലം, അവരുടെ ആ ഒരു സ്വഭാവ മഹിമ, അവരുടെ ഒരു കുടുംബ മഹിമ നോക്കിയിട്ട് നമ്മൾ കല്യാണം കഴിപ്പിക്കുക. അല്ലാതെ സമ്പത്തും സ്വത്തും അല്ലെങ്കിൽ അവരുടെ ജോലിയും ഇത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരിക്കലും വിവാഹത്തെ നമ്മൾ കാണാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ട്? ഒരിക്കലും നമുക്ക് സമ്പത്തോ അല്ലെങ്കിൽ സൗന്ദര്യമോ ഒന്നും അല്ല നമ്മുടെ ജീവിതത്തിന് ആധാരമായി മാറുന്നത്. ഗവൺമെന്റ് ജോലി ഉള്ളവർക്ക് മാത്രമേ വിവാഹം ചെയ്തു കൊടുക്കൂ എന്നുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നുമല്ല. വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ മരണം വരെ സുരക്ഷിതമായി വെക്കാൻ കഴിവുള്ള ഒരു പുരുഷൻ എന്ത് ജോലി, മാന്യമായ എന്ത് ജോലി ചെയ്തിട്ടാണെങ്കിലും തന്റെ മകളെ സംരക്ഷിക്കും എന്ന് ഉറപ്പുള്ള ചങ്കൂറ്റമുള്ള ഒരു പുരുഷന്റെ കയ്യിൽ എന്ത് ചെയ്യാം? പെൺകുട്ടിയെ പിടിച്ചു കൊടുക്കാം. അതർവൈസ് നമ്മൾ ഒരിക്കലും സമ്പത്തോ അല്ലെങ്കിൽ അവന്റെ ഭംഗിയോ സൗന്ദര്യമോ അല്ലെങ്കിൽ അതൊന്നും നോക്കിക്കൊണ്ട് നമ്മൾ വിവാഹബന്ധത്തിൽ ഒരിക്കലും ഏർപ്പെടരുത്. അതൊന്നും ജീവിതത്തിൽ ഒരിക്കലും ഒരു മാനദണ്ഡമല്ല. നമ്മളെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം നമ്മുടെ പാർട്ട്ണർ. അത്രയേ ഉള്ളൂ. അല്ലാതെ ആ വ്യക്തിയുടെ സൗന്ദര്യമോ സമ്പത്തോ അല്ലെങ്കിൽ അയാളുടെ എന്താ പറയാ 2, 3 കാറോ ബൈക്കോ ഇതൊന്നും അല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ബന്ധുക്കളാൽ നടത്തപ്പെടുന്ന വിവാഹമാണ് പരിശുദ്ധമായിട്ടുള്ളത്. വധൂവരന്മാർ നിശ്ചയിക്കുന്ന ഗന്ധർവ വിവാഹം മന്ത്രപൂർവ്വം ചെയ്യുന്നതാണെങ്കിൽ അതും നല്ലതാണ്. ഇപ്പം ഒരാണും പെണ്ണും ഇഷ്ടപ്പെട്ടിട്ട് വിവാഹം ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഹൈന്ദവ ആചാര പ്രകാരം ഉള്ള വിവാഹമാണെങ്കിൽ അതിന് തെറ്റൊന്നുമില്ല എന്നാണ് പറയുന്നത്. ശുൽക്കദാനം ഒരു കന്യകയ്ക്ക് ഭാര്യാ പദവിക്ക് കാരണമാകുന്നില്ല. നല്ലവരായ പിതാക്കന്മാർ ശുൽക്കം വാങ്ങി കന്യകയെ വിവാഹം ചെയ്തു കൊടുക്കുകയുമില്ല. കാശ് വാങ്ങിയിട്ട് കെട്ടിച്ചു കൊടുക്കില്ല.
അത് തന്റെ മകളെ വിലക്കി വിൽക്കുന്നത് പോലെയാണ്. മനസ്സിലാവും. അന്നത്തെ കാലത്ത് ഭാര്യയുടെ അച്ഛന് ഇങ്ങോട്ടാണ് പൈസ കൊടുക്കുക, സ്ത്രീധനം കൊടുക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ സ്ത്രീധനം അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ അന്നും ഇന്നും സ്ത്രീധനം തെറ്റാണെന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. പെൺകുട്ടിയുടെ ബന്ധുജനങ്ങൾക്ക് അനുയോജ്യമായിരിക്കുന്ന സദ്ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അയാളിൽ നിന്ന് ശുൽക്കം ആവശ്യപ്പെടുകയാണെങ്കിൽ തെറ്റില്ല. അപ്പൊ അവർക്ക് തരാനുണ്ട് എങ്കിൽ കൊടുത്തോട്ടെ, നമ്മളായിട്ട് നിർബന്ധം പറഞ്ഞ് കൊടുക്കാൻ നിൽക്കരുത്. ഇപ്പം നമ്മുടെ മകളെ കെട്ടിക്കുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് ഇത്രേ സാധിക്കുന്നത്. ഇന്നത്തെ ഗോൾഡിന്റെ റേറ്റിനൊക്കെ നമുക്ക് ഇത്ര വേണം എന്നൊന്നും വാശി പിടിക്കാൻ പാടില്ല. ചിലപ്പോൾ നമുക്ക് ഗോൾഡേ കൊടുക്കാൻ പറ്റില്ല. ഗോൾഡ് അല്ലല്ലോ ആധാരം എന്ന് പറയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഗോൾഡ് നഷ്ടപ്പെട്ടു പോയേക്കാം. ഗോൾഡ് അല്ല ആധാരം എന്ന് പറയുന്നത്. ആ പെൺകുട്ടിയുടെ അച്ഛന് എന്ത് തരാൻ സാധിക്കുമോ അത് മതി. അല്ലാതെ ഇത്ര വേണം ഇത്ര കിട്ടണം എന്നൊന്നും പറഞ്ഞിട്ടുള്ള വിവാഹത്തിന് ഒരാളും നിൽക്കരുത്. അത് വേണ്ട. നമുക്ക് ഒന്നും തരാൻ പറ്റിയില്ലെങ്കിലും വേണ്ട, അത്രേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ വന്ന് ജീവിക്കുന്നു ഇല്ലേ, ആ ജീവിതം സമാധാനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ഇന്ന് ഇപ്പൊ 2025 സ്ത്രീയും പുരുഷനും ജോലിക്ക് പോകണം. രണ്ടുപേരും ജോലിക്ക് പോയാലേ ജീവിക്കാൻ പറ്റൂ. കാരണം എന്താ, വരവ് കുറവും ചെലവ് കൂടുതലുമാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ആ രീതിയിൽ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ പരസ്പരം മനസ്സാൽ തീരുമാനമെടുത്ത് ആ ഒരു മനസ്സിന്റെ എന്താ പറയാ ശരിയായ ഒരു തീരുമാനത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നവർക്ക് മാത്രം വിവാഹ ബന്ധത്തിൽ ഏർപ്പെടല്ലേ. സിംഗിളായിട്ട് ജീവിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത്. വിധിപ്രകാരം പാണിഗ്രഹം നടത്തുന്നത് വരെ വിവാഹം നടന്നതായി കണക്കാക്കുന്നതല്ല. അതായത് അച്ഛൻ മകളുടെ കൈ പിടിച്ചു കൊടുക്കുന്നത് വരെ വിവാഹം നടന്നതായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. വിവാഹ അഭ്യർത്ഥനയായിട്ട് ധാരാളം ആളുകൾ വരുമ്പോൾ വധുവിന് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം ചോദിച്ച് പെണ്ണ് ചോദിച്ച് കുറെ ആളുകൾ വരുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കുലം, ജാതി, സ്വഭാവം മുതലായവ നോക്കി തെരഞ്ഞെടുക്കാം. ആ പെൺകുട്ടിയുടെ ഒരു തീരുമാനം കൂടി വേണം. സർവ്വതാ അർഹരായിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ കന്യകമാരെ വിവാഹം ചെയ്തു കൊടുക്കാൻ സാധിക്കൂ. അതായത് നല്ല നല്ല വ്യക്തികളെ നോക്കിയിട്ടല്ല, അത് അവരെ സമ്പത്ത് നോക്കിയിട്ടല്ല, സൗന്ദര്യം നോക്കിയിട്ടല്ല, ഗവൺമെന്റ് ജോലി നോക്കിയിട്ടല്ല, അവരുടെ സ്വഭാവത്തെ കുറിച്ച് ചിന്തിക്കും. അവരുടെ അച്ഛൻ എങ്ങനെ, അമ്മ എങ്ങനെ, ആ കുട്ടി എങ്ങനെ. അല്ലാതെ അവരെ വീട് 1000 സ്ക്വയർ ഫീറ്റിന്റെ മുകളിലാണോ, 2 വലിയ കാറുണ്ട്, 1000 സ്ക്വയർ ഫീറ്റ് വീട്, അപ്പുറത്ത് കുറച്ച് സെന്റ് സ്ഥലം കിടപ്പുണ്ട്, 2 കടമുറിയുണ്ട്, പെങ്ങളെ കെട്ടിച്ചിരിക്കുന്നത് വലിയ ജോലിയില്, ഇതൊന്നും നോക്കിയിട്ടല്ല വിവാഹം ചെയ്തു കൊടുക്കേണ്ടത്. ഇതൊന്നുമില്ല, വാടക വീട്ടിലാണ് അവർ താമസിക്കുന്നതെങ്കിലും ആ വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാല് നല്ല ഒരു ചിരിയുണ്ടോ, ഒരു ആതിഥേയത്വ മര്യാദയുണ്ടോ, അവര് അയൽവക്കത്തുള്ള ആളുകളോടൊക്കെ നന്നായിട്ടാണോ പെരുമാറുന്നത്, അവർക്ക് മനുഷ്യപ്പറ്റുള്ള വ്യക്തികളാണോ, അങ്ങനെയുള്ള വ്യക്തികളുടെ കുടുംബത്തിലേക്ക് കെട്ടിക്കൂ. അവിടേക്ക് നമുക്ക് നാളെയും കയറി ചെല്ലാം. ചിരിച്ച മുഖത്തോടെ നമ്മളെ എന്ത് ചെയ്യും, സ്വാഗതം ചെയ്യും. അതല്ല എങ്കിൽ ഞങ്ങളുടെ പൊസിഷൻ എന്താ, നിങ്ങളുടെ പൊസിഷൻ എന്താ എന്ന് ഒരു സംസാരത്തിലേക്ക് ഫ്യൂച്ചറിൽ വരും. ഈ പറയുന്ന കാറും ഈ പറയുന്ന വീടും ഇതൊന്നുമല്ല വിവാഹ ജീവിതത്തിന് അടിസ്ഥാനം. വിവാഹ ജീവിതത്തിന് അടിസ്ഥാനം എന്ന് പറയുന്നത് മനസമാധാനമുള്ള വാടക വീട്ടിലാണെങ്കിലും ജീവിക്കാൻ പോറ്റാൻ കഴിയുമെന്ന് തോന്നുന്ന പുരുഷന്റെ കയ്യിലേക്ക് പെൺകുട്ടികളെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എങ്ങനെയായാലും അവർ ജീവിച്ചു പോയിക്കോളും, ഒരു വിരോധവും ഇല്ല. പിന്നെന്താ പറയണത്, ശൂലികം വാങ്ങലും കൊടുക്കലും ചിരപരിചിതമാണെങ്കിലും അത് മാത്രം ഭർത്താവിന്റെയും ഭാര്യയുടെയും പദവി സൃഷ്ടിക്കുന്നില്ല. എന്റെ മകള് കല്യാണം കഴിച്ചു വരുമ്പോൾ 500 പവനും കൊണ്ടാവുന്നത്, എന്റെ മകള് കല്യാണം കഴിച്ചു വരുമ്പോൾ 100 പവനും കൊണ്ടാവുന്നത്. ഇങ്ങനെയുള്ള സംസാരങ്ങൾ അവോയ്ഡ് ചെയ്യാനാണ് പറയുന്നത്. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ശരിയല്ല എന്ന്. ധനം കൊടുത്തു എന്നതുകൊണ്ട് ഒരു കന്യകയുടെ മേൽ ഒരു അവകാശവും ഇല്ല എന്നാ പറയുന്നത്. പാണിഗ്രഹണം കഴിയുന്നത് വരെ കന്യകയും പിതാവും സ്വതന്ത്രരാണ്. പാപാത്മാക്കളായിരിക്കുന്ന ലുബ്ധന്മാർ മാത്രമേ ഈ ക്രയവിക്രയ പരിപാടിയെ അംഗീകരിക്കുന്നുള്ളൂ. പാപാത്മാക്കൾ എന്നാ പറയുന്നത്. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും അതേക്കുറിച്ച് സംസാരിക്കുന്നതും പാപികളായിരിക്കുന്ന ആത്മാക്കളാണ്. ശുൽക്കം വാങ്ങി എന്നതുകൊണ്ട് കന്യകയെ അയാൾക്ക് തന്നെ കൊടുക്കണമെന്നില്ല. കൂടുതൽ അനുരൂപനായ വരനെ കണ്ടാൽ അയാൾക്ക് കന്യാദാനം ചെയ്യുന്നതിൽ തെറ്റില്ലെന്നാണ് അഭിജ്ഞന്മാർ പറയുന്നത്. ഒരു കന്യകയുടെ വിവാഹത്തിൽ വാഗ്ദാനവും പ്രാരംഭ ചടങ്ങുകളും നടന്നതിന് ശേഷം ആ കന്യകയെ ചടങ്ങുകളെല്ലാം അവഗണിച്ച് മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കേണ്ടി വന്നാൽ അതും ചെയ്യാവുന്നതാണ്. സപ്പോസ് ഇപ്പൊ എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മൾ ഉറപ്പിച്ച വിവാഹം നടന്നില്ല എങ്കിൽ നമ്മൾ അതിലും വിഷമിക്കേണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. അനുരൂപനായിരിക്കുന്ന മറ്റൊരു വരൻ വന്നാൽ അവന് കല്യാണം കഴിച്ചു കൊടുക്കുക. കാരണം എന്താ, നമ്മുടെ ആരുടെയും കയ്യിലല്ല നമ്മുടെ ജീവിതത്തിന്റെ ആ റോഡ് കിടക്കുന്നത്, അതെല്ലാം ഭഗവാന്റെ കയ്യിലാണ് കിടക്കുന്നത്. അപ്പൊ അതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ അതിന്റെ പാപം കന്യകാ പിതാവിനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. ഇനി അവരുടെ ഭാഗത്തുള്ള തെറ്റുകൊണ്ടാണെങ്കിൽ അത് ആ കുട്ടിയുടെ അച്ഛനെ ബാധിക്കുന്നുള്ളൂ, വേറെ ആരെയും ബാധിക്കുന്നില്ല. ശൂൽക്കത്തെ കന്യകയുടെ വിലയായി കണക്കാക്കുന്നവർ ധർമ്മജ്ഞരല്ല. ഒരിക്കലും ഈ സ്ത്രീധനം എന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ വിലയായിട്ട് കണക്കാക്കാൻ പാടില്ല എന്നാ പറയുന്നത്. ഭാര്യമാർ കച്ചവട വസ്തുക്കളല്ല, അവർ വിലയ്ക്ക് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യേണ്ടവരല്ല. മനസ്സിലായില്ലേ?
ചില വീട്ടിൽ ചോദിക്കാറുണ്ട്, നീ എന്തും കൊണ്ടാ നിന്റെ വീട്ടിൽ നിന്ന് വന്നതെന്ന്. അങ്ങനെയുള്ള ചോദ്യങ്ങളെ പാപമാണെന്നാണ് ഇവിടെ പറയുന്നത്. ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനും പാടില്ല, പറയാനും പാടില്ല. സൂപ്പർ സുരേഷ് മോനപ്പൻ പ്രഭു, അല്ല മോനപ്പൻ മുതലാളി. അതുകൊണ്ട് വിവാഹ കാര്യത്തിൽ ശുൽക്കം ഒരിക്കലും ഒരു ഉപാധിയാവരുത്, മനസ്സിലായില്ലേ? ഒരിക്കലും വിവാഹം ചെയ്യുമ്പോൾ നമ്മൾ സ്ത്രീധനമില്ലാതെ വിവാഹം ചെയ്യാൻ ശ്രമിക്കുക. ആർഭാടങ്ങൾ ഒഴിവാക്കിയിട്ട് വിവാഹം ചെയ്യാൻ ശ്രമിക്കുക. ആർഭാടമായിട്ടുള്ള വിവാഹങ്ങൾ വേണ്ട. ഇന്നൊക്കെ എന്താ കല്യാണത്തിൻ്റെ, എനിക്ക് ഇറിറ്റേഷൻ ആവും സത്യം പറയുന്നത്. ഇന്നത്തെ കല്യാണ ഫംഗ്ഷനൊക്കെ കാണുമ്പോൾ ഞാൻ പോകാറേ ഇല്ല കല്യാണങ്ങൾക്ക്, ഒട്ടും പോകാറില്ല. ഒരു എന്താണ് ഇപ്പത്തെ ഫാഷൻ ഉണ്ടല്ലോ, എല്ലാരും മഞ്ഞ കളർ ഡ്രസ്സ് ഇട്ടിട്ട്, മഞ്ഞള് കല്യാണോ എന്താ അത്, മൈലാഞ്ചി കല്യാണോ, എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഫുൾ പാട്ടും കച്ചേരിയൊക്കെ ആയിട്ട്. ഞാൻ അതിനോടൊന്നും യോജിക്കുന്നില്ല കേട്ടോ. അങ്ങനെയുള്ള ഒരു വിവാഹങ്ങൾക്കും ഞാൻ പോകാറുമില്ല. ഇനി ഫ്യൂച്ചറിൽ പോകേണ്ടി വരുമെന്ന് പറയാൻ പറ്റില്ല, പോവില്ല. 99.9% പോവില്ല. അങ്ങനെയുള്ള കുറേ ഫങ്ഷൻസ് ഇപ്പൊ കടന്നു പോകുന്നുണ്ട്. കുറേ ആർഭാടങ്ങൾ, ദൂര ആർഭാട കല്യാണമാണെന്നറിയോ. ആ കല്യാണ ഹാളിന്റെ ഒക്കെ പിന്നാമ്പുറത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ വാരി വലിച്ചെറിഞ്ഞ് വേസ്റ്റ് ചെയ്തിട്ടിരിക്കണം. ഹോസ്റ്റേഴ്സ് ഇവര് എന്നിട്ട് ഇങ്ങനെ എന്താ പറയാ, പെണ്ണിനെ ആനയിച്ചു കൊണ്ടുവരുന്നതില് എന്തൊക്കെയാ ഒരു വിവാഹത്തിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്നത്. ആർഭാടം എന്ന് പറഞ്ഞാൽ അത്ര ആർഭാടാണ്. അതുപോലെ എന്താ പറയാ, ഡാൻസ്, പാട്ട്, കൂത്ത്, ഇതിനോടൊക്കെ ഞാൻ ഭയങ്കര എതിർപ്പാണ്. വിവാഹം എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട്, വളരെ ഭക്തിയോടുകൂടി, സമസ്ത ഈശ്വരന്മാരെയും മുൻനിർത്തിക്കൊണ്ട്, വളരെയധികം ബഹുമാനത്തോടു കൂടി നടക്കുന്ന, അഗ്നിയെ സാക്ഷി നിർത്തിക്കൊണ്ട്, ദേവീദേവന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ലളിതമായിരിക്കുന്ന ഒരു ചടങ്ങാണ് വിവാഹം എന്ന് പറയുന്നത്. അത് ആർഭാടങ്ങൾക്ക് ഒരു സ്ഥാനം വേണമെന്ന് നമ്മൾ എന്താ പറയാ, സ്വയം ആലോചിച്ച് നോക്കുക. അതെ, മെഹന്തി ഹെൽത്തി, എന്തോ അത് പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമില്ല. അതൊക്കെ എന്തോ എനിക്ക് അതിനോടൊന്നും ഒരു യോജിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്നറിയാമോ, അതിന് ഒരുപാട് കാര്യങ്ങൾ. ഒന്ന്, ധനപരമായിട്ട് അനാവശ്യമായിട്ടുള്ള ഒരു ചെലവ്. രണ്ട് എന്ന് പറയുന്നത്, ഇതൊന്നും സാധിക്കാത്ത ഇതൊന്നുമില്ല, ഒരു തുളസിമാല കഴുത്തിലിട്ടിട്ട് ഒരു വിവാഹ പന്തലിൽ നിൽക്കാൻ പറ്റാത്ത എത്ര പെൺകുട്ടികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ചിന്തിച്ചു നോക്കൂ, എത്ര പെൺകുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ എത്ര പേരുണ്ട്, ആലോചിച്ച് നോക്കിക്കേ. അവരൊക്കെ ഇത് കാണുമ്പോ അവരുടെ മനസ്സാലോചിച്ച് നോക്കുകയോ, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ഒരു മഞ്ഞക്കയറ് ഞങ്ങളുടെ കഴുത്തിൽ വന്ന് വീണാ മതി, അതിന് പോലും ഞങ്ങളെ ഒന്നും ആർക്കും വേണ്ട എന്ന് ചിന്തിച്ച് കരഞ്ഞ് വീടിന്റെ അടുക്കളയുടെ ഭാഗത്ത് കഴിഞ്ഞുകൂടിയ എത്രയോ സ്ത്രീജനങ്ങളുണ്ട് അല്ലെ, ഇന്ന് കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ചിന്തിക്കുക. ഇങ്ങനെയുള്ള ആർഭാടങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക ജീവിതം. നമ്മളെങ്കിലും തീരുമാനം എടുക്കുക, നമ്മുടെ മക്കളുടെ ലൈഫിൽ അങ്ങനെ ഒരു വിവാഹം വേണ്ട എന്നുള്ളത്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള വിവാഹങ്ങളൊന്നും വേണ്ട. അതിനനുസരിച്ച് ഈവൻ മാനേജ്മെന്റ് ഇങ്ങനെ ഹൈറ്റ്സിലേക്ക് പോകണം. 5 ലക്ഷം, 10 ലക്ഷം, 20 ലക്ഷം, 50 ലക്ഷം, 100, എത്രയാ പൊടിക്കുന്നത് എന്നറിയാമോ? ഇത്രയൊക്കെ പൊടിച്ച് വിവാഹം ചെയ്തിട്ട് എന്ത് നേട്ടമാണ് അതിന്? കുറേ പാട്ട്, ഡാൻസ്, കൂത്ത്. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ചില റീൽസിൽ കാണാറുണ്ട്, ഈ പുരുഷൻ സ്ത്രീയുടെ കഴുത്തിലേക്ക് മാല ഇട്ട് കൊടുക്കുമ്പോൾ കഴുത്തൊന്ന് ഇങ്ങനെ ആക്കുന്നത്. എനിക്കിതൊക്കെ എന്തൊരു ദേഷ്യമാണെന്നറിയാമോ? വേണ്ടെങ്കിൽ ഇട്ടേച്ചും പോന്നേ, ചുമ്മാ ഇരുന്നിട്ട് അവിടെ കിടന്ന് അഭ്യാസം കാണിക്കേണ്ട ആവശ്യം എന്തിരിക്കുന്നു അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാം. വളരെ നല്ല ഒരു ബഹുമാനത്തോടു കൂടി ആ കഴുത്ത് താഴ്ത്തി കൊടുത്ത് ആ വരണമാല്യം എന്താ പറയാ അത് കഴുത്തിൽ സ്വീകരിക്കുക. ബഹുമാനാർത്ഥം അവരോട് നമ്മൾ നിൽക്കുക. അതൊക്കെ എത്ര മനോഹരമായിരിക്കും. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊക്കെ കോപ്രായങ്ങളാണ് ഒരു കല്യാണത്തിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്നത്. ഇതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട്, ഈ കല്യാണം ആർഭാടമാക്കുന്നത് നമ്മുടെ സാമ്പത്തിക ശേഷിയെ കാണിക്കാനാണോ, അല്ലെ നമ്മളൊക്കെ വലിയ ആളുകളാണെന്ന് കാണിക്കാനാണോ ഇങ്ങനത്തെ വിവാഹങ്ങളൊക്കെ, ഇങ്ങനത്തെ ആർഭാടങ്ങളൊക്കെ കാണിക്കുന്നത്? അല്ല, എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ ചോദിക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ വിവാഹം നടത്തിയാലേ വിവാഹം നടക്കുന്നുണ്ടോ? ഒരു 2 തുളസിമാല എടുത്തിട്ട് ആ ഗുരുവായൂരപ്പന്റെ നടക്കിൽ പോയിട്ട് അദ്ദേഹത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ആ ഒരു തുളസിമാല കഴുത്തിലണിഞ്ഞ് അദ്ദേഹത്തിന്റെ കളഭം വാങ്ങി തൊട്ട് ആ അമ്മ ദേവിയുടെ സിന്ദൂരം വാങ്ങി നെറുകയിൽ തൊട്ടിട്ട് നടത്തുന്ന വിവാഹത്തിന് എത്ര മനോഹാരിതയുണ്ടെന്നറിയാമോ? എത്ര ഭംഗിയുണ്ടെന്നറിയാമോ? അതിനേക്കാൾ വലുതാണ് സേവ് ദ ഡേറ്റ്. ഇപ്പൊ വന്ന പുതിയ ഫാഷനാ സേവ് ദ ഡേറ്റ്. കല്യാണത്തിന്റെ മുമ്പേ സേവ് ദ ഡേറ്റ് എന്നും പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഓരോ
പോക്രായത്തരങ്ങൾ ദൈവമേ, സത്യം പറയുകയാണെങ്കിലുണ്ടല്ലോ അറയ്ക്കും ചിലവരെ കാണുന്ന സമയത്ത്. തുണി എന്ന് പറയുന്ന സാധനം അവരുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. പബ്ലിക്കായിട്ട് കിസ് ചെയ്തുകൊണ്ടൊക്കെയാണ് ഇവർ ഈ സേവ് ദ ഡേറ്റ് നടത്തുന്നത്. ഇതൊക്കെ എന്തൊരു മാനം കെട്ട പരിപാടിയാണെന്നറിയാമോ? രഹസ്യമായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ പോലും പരസ്യമാക്കി ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അങ്ങോട്ട് തകർക്കുകയാണ്. ഇതിനൊക്കെ അനുമതി കൊടുക്കുന്ന അച്ഛനെയും അമ്മനെയും പോയിട്ട് ആദ്യം തല്ലണമെന്നേ ഞാൻ പറയും. സീരിയസ്ലി എന്താ പറയാ, അവരെ തല്ലണം ഇതിനൊക്കെ അനുമതി കൊടുക്കുന്നത്. അത് കുറെ ഗുരുവായൂരുണ്ടായിരുന്നു. അപ്പൊ ഗുരുവായൂർ ഒരു ഇത്തിരി ഒതുക്കം കിട്ടിയിട്ടുണ്ട് അതിന്. എന്തൊക്കെയാ സേവ് ദ ഡേറ്റിന്റെ പുറത്ത് കാണിക്കുന്നത്. ഇതൊക്കെ മാറിയിട്ട് നമ്മുടെ പഴയ കാലത്തിലേക്ക് നോക്കൂ. എല്ലാവരും ഇരിക്കുന്നു, ജാതകം കൈമാറുന്നു, എന്നിട്ട് അവര് തമ്മിലുള്ള ആ വലിയ ആളുകളൊക്കെ തമ്മിലുള്ള ഒരു സംസാരം, അത് നിലവിളക്ക് വെച്ച് ഭയഭക്തി ബഹുമാനത്തോട് അങ്ങനെയുള്ള ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ടേ. അതിനൊരു അർത്ഥമുണ്ട്. ഇതൊരു സേവ് ദ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന, കല്യാണം കഴിഞ്ഞിട്ട് തിരിയണ്ട അപ്പോഴേക്കും വരുന്ന ഫോട്ടോസും അതിന്റെ ഫോട്ടോഷൂട്ടൊക്കെ എന്ത് ഭംഗിയാണ് ഇതിലുള്ളതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി വളരെ ലളിതമായി വളരെ സമാധാനത്തോടെ അവിടെ ഭർത്താവിന്റെ അച്ഛൻ നിൽക്കുന്നു, ഭർത്താവിന്റെ അമ്മ നിൽക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാർ നിൽക്കുന്നു, അല്ലെ ഭർത്താവിന്റെ അച്ഛൻ നിൽക്കുന്നു. ഇങ്ങനത്തെ ബഹുമാനമൊന്നും ഇല്ല, ഒരു ബഹുമാനം ഇല്ല. പെണ്ണ് കയറി ചെക്കന്റെ തോളയിലിരിക്കുക, എന്നിട്ട് സേവ് ദ ഡേറ്റ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാലുള്ള ഫോട്ടോ, ഇതൊക്കെയാണ്. ഏതെങ്കിലും അച്ഛനൊക്കെ കഷ്ടപ്പെട്ട് വല്ല ഗൾഫിലോ എവിടെങ്കിലും ഒക്കെ കിടന്ന് വല്ല ഒട്ടകത്തിന്റെ പുറത്തൊക്കെ കയറി മണലിലൂടെ ഒക്കെ നടന്നുണ്ടാക്കുന്ന പൈസയായിരിക്കും. ചൂടത്ത് വണ്ടി ഓടിച്ചിട്ടും ഹോട്ടലിൽ ഭക്ഷണം വിളമ്പിയൊക്കെ ഉണ്ടാക്കുന്ന കാശായിരിക്കും. ഇവിടെ ഉടനെ അമ്മമാരുടെ തീരുമാനം, എന്റെ മോളുടെ കല്യാണം, എന്റെ മോൾക്ക് എന്താ പറയാ, ഇങ്ങനത്തെ ലാച്ച വേണം, അങ്ങനത്തെ ലാച്ച വേണം, അവൾ ഇങ്ങനെ ഡ്രസ് ചെയ്യണം. ആദ്യം അമ്മമാർ ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ ഒന്ന് മാറ്റാം. നല്ല ഭംഗിയായിട്ട് ഒരു കേരള സെറ്റും കൊണ്ടുകൊടുത്ത് നമ്മളാൽ കഴിയുന്ന ആഭരണം ഇട്ട്, ഇല്ലെങ്കിൽ വേണ്ടെന്നേ, നല്ല കുപ്പികളൊക്കെ ഇട്ട് എന്ത് ഭംഗിയായിരിക്കുന്നറിയ. ഉള്ളത് കൊണ്ട് ഏറ്റവും ചെലവ് ചുരുക്കി വളരെ ബഹുമാനത്തോടുകൂടി നോൺ വെജുകളൊന്നും വിളമ്പാതെ ഐശ്വര്യപൂർണമായിരിക്കുന്ന എല്ലാ നമ്മുടെ മുതിർന്ന കുടുംബത്തിലെ മുതിർന്ന ആളുകളെയും ബഹുമാനത്തോടു കൂടി നമ്മൾ നിർത്തി അവർക്കൊരു വെറ്റിലയും അടക്കയും ഒരു വേഷ്ടിയും ദക്ഷിണയും കൊടുത്ത് അവരുടെ അനുഗ്രഹം വാങ്ങി സന്തോഷത്തോടു കൂടി നടത്തപ്പെടുന്ന ഓരോ വിവാഹങ്ങൾക്കും മാന്യതയും മര്യാദയും ഉണ്ട്. അല്ലാതെ നടത്തുന്ന ഒരു പേക്കൂത്തുകൾക്കും ഞാൻ പറയുന്നു ഒരു മര്യാദയില്ല. പിന്നതേ ഈ പ്രഗ്നൻസി ടൈമിന് പണ്ടത്തെ ആൾക്കാർ പറയായിരുന്നു ഗർഭിണികളായി കഴിഞ്ഞാൽ വയറിന് വെയിൽ കൊള്ളണമെന്ന്. ഇന്ന് അത് കൃത്യമാ. കാരണം എന്താ, വയറ് പുറത്താ. എന്ത് മറച്ചു വെക്കണോ അത് മറച്ചു വെക്കൂല, അതവിടെ തുറന്നിട്ടേക്കും. ഇങ്ങനെയും നടത്തുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ കുറച്ചും കൂടി നമ്മുടെ സമൂഹം ഒന്ന് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള എന്താ പറയാ, ഇങ്ങനെയുള്ള സംസ്കാരങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മുടെ ഒരു ഭാരതത്തിന്റെ ഒരു ഭാവശുദ്ധിയുണ്ട്, ആ ശുദ്ധിയിലേക്കൊന്ന് വന്നു കഴിഞ്ഞാൽ ഒരുപാട് മനോഹരമായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും സാഹചര്യങ്ങളും. കലിയുഗമാണ്, ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ എങ്കിലും കുറെ കൂടി നമ്മൾ ഓരോരുത്തരും മാറാൻ ശ്രമിക്കുക. നമ്മളും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ മുറുകെ പിടിക്കുക. ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ ജനലും കമ്പിയും വെച്ച പോലത്തെ ബ്ലൗസുകളൊക്കെ ഒന്ന് ഇടാതിരിക്കുക, കയ്യും കാലും ഇല്ലാത്ത കുപ്പായൊക്കെ ഒന്ന് ഇടാതിരിക്കുക. വൃത്തിയായിട്ട് ഒരു സെറ്റും മുണ്ടൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ നല്ലൊരു സാരി ഇട്ട് മനോഹരമായിട്ട് പോകാൻ ശ്രമിക്കുക. ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ഭഗവാനെ കാണാനാണ് പോകുന്നത്, അല്ലെ? അണിഞ്ഞൊരുങ്ങിക്കോളൂ, വേണ്ടാന്നൊന്നും പറയുന്നില്ല. അതൊക്കെ എല്ലാ സ്ത്രീകൾക്കും ഇഷ്ടമുള്ള കാര്യം തന്നെ. അണിഞ്ഞൊരുങ്ങിയൊക്കെ പോകാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്, അതൊക്കെ പൊക്കോളൂ. പക്ഷെ ശരീര പ്രദർശനം നടത്തുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പോകാതിരിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ എന്താ പറയാ, നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് പോയി നമ്മൾ എന്ത് ചെയ്യുക, പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സിലെ വേദനകളും വിഷമങ്ങളും ഒക്കെ ഭഗവാന്റെ മുമ്പിൽ ഇറക്കി വെക്കാനും നമ്മുടെ മനസ്സൊന്ന് സ്വസ്ഥമാവാനും അല്ലേ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നത്. അപ്പൊ അതിനനുസരിച്ച് പോകുക. അതിന് അമ്മമാര് ശ്രദ്ധിക്കുക, നല്ല വസ്ത്രം കുട്ടികൾക്ക് ഇടാൻ. അതായത് നമ്മൾ പറഞ്ഞു കൊടുക്കുക, നമ്മൾ പോകുന്നത് ക്ഷേത്രത്തിലാണ്, കല്യാണ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനൊന്നും അല്ല. നല്ല വസ്ത്രം ധരിക്കുക. ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് അതിനൊരു നമ്മുടെ കുലത്തിന്, നമ്മുടെ ഒരു ഹൈന്ദവത്തിന് ഒരു മര്യാദയുണ്ടല്ലേ, ആ മര്യാദയ്ക്കുള്ള വസ്ത്രം ധരിക്കാൻ നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ പാരൻസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക, മക്കളെ അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ടോളൂ, അതൊക്കെ നിന്റെ സ്വാതന്ത്ര്യം, ഞാൻ വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷെ അമ്പലത്തിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ട് പോവുക. ഇപ്പൊ ഒരു പുതിയ ഫാഷൻ ഉണ്ടല്ലോ, ഇത്രയുള്ള ഒരു ബ്ലൗസും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള പാവാടയും, അതൊക്കെ വളരെ മോശമാണ്. അതൊക്കെ ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തിയില്ല, മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഫാഷൻ സാധനങ്ങൾ ഇട്ട് പോകേണ്ട കാര്യം. ഇപ്പൊ കല്യാണം കഴിച്ച് 2 പെൺകുട്ടികളായി കഴിഞ്ഞാലും അല്ല 2 മക്കളായി കഴിഞ്ഞാലും എന്താ പറയാ, അപ്പൊ അവരിടുന്നതും അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട്
നമ്മുടെ ഭാരതത്തിന്റെ സ്ത്രീകൾക്ക് സാരി ഒരു സൗന്ദര്യമാണ് അല്ലെ. എല്ലാവരും സാരി ഇട്ട ഒരു മനോഹാരിതയുണ്ട്. അങ്ങനെയുള്ള നല്ല വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട്, നല്ല ഭംഗിയായിട്ടുള്ള വസ്ത്രങ്ങൾ ഇട്ട് സ്ത്രീയായിട്ട് ഐശ്വര്യത്തോടു കൂടി പോകുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് പോകാനൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അതൊക്കെ ഒരു നല്ല രസമാണ്. ഏത് പെൺകുട്ടിയാ സാരി ഇട്ടാ ഭംഗിയില്ലാത്തത്? ആലോചിച്ച് നോക്കിക്കേ. എല്ലാ പെൺകുട്ടികൾക്കും സാരി ഇട്ട ഒരു പ്രത്യേക ഭംഗിയാണ്. മുടിയൊക്കെ നീട്ടി സാരിയൊക്കെ ഇട്ട് നല്ല കുപ്പിവളയൊക്കെ ഇട്ട് നല്ല മനോഹരമായിട്ട് നല്ല നീളക്കൈയുള്ള ബ്ലൗസൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളും മനോഹാരിതയുള്ള സ്ത്രീകളായി മാറി. ആ സൗന്ദര്യത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ വരിക. മനസ്സിലായില്ലേ? എന്തിനാ ഇപ്പൊ ഞാൻ ബോഡി ഗാർഡിനെ നിയമിക്കുന്നത്? എല്ലാ സ്ത്രീകളും സാരി ഇട്ട ഭംഗിയാണ്. ഞാനുള്ള കാര്യങ്ങളാ പറഞ്ഞത്. ഇതൊക്കെ ഒന്നില്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ അമ്മമാരുടെ ഒരു കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, നമ്പർ എടുത്തു കഴിഞ്ഞാൽ അവരുടെ അഭിപ്രായം ഇത് തന്നെയായിരിക്കും. അല്ലാന്ന് അവര് പറയട്ടെ. ഒന്നും വേണ്ട സുജിത് പ്രഭു, ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി. നല്ല ഭംഗിയായിട്ട് ഇതിലുള്ള ആണുങ്ങൾ മെസ്സേജ് ഇടും. എനിക്ക് ഈ ലൈവ് കാണുന്ന നമ്മുടെ ആണുങ്ങൾ മെസ്സേജ് ഇടും ഗ്രൂപ്പിലെ. പെണ്ണുങ്ങൾ ഇടണ്ട, ആണുങ്ങൾ ഇടുന്നു. ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് എന്താ പറയാ, ഒരു വിവാഹം ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ വെച്ച് കയ്യിൽ കുറച്ച് കുപ്പിവളമൊക്കെ ഇട്ട് മുടിയൊക്കെ നീട്ടി നല്ല ഭംഗിയായിട്ട് സാരി ഉടുത്ത് മുല്ലപ്പൂവും തുളസി കതിരും ഒക്കെ വെച്ച നല്ല കേരളീയ തനിമയുള്ള ഒരു പെൺകുട്ടിയെ കണ്ടാൽ ആദ്യം നിങ്ങൾ അവരെയാണോ നോക്കുക? കാണിക്കേണ്ട എന്ന് എന്താ പറയാ വിചാരിക്കുന്ന ഭാഗങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് മുടിയും കളർ ചെയ്ത് പെപ്പരയെന്ന് പച്ചയും മഞ്ഞയൊക്കെ അടിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയാണോ നിങ്ങൾ വിവാഹം ചെയ്യാൻ ഇഷ്ടപ്പെടുക? ആദ്യത്തേതാണെങ്കിൽ 1 എന്ന് ടൈപ്പ് ചെയ്യുക, രണ്ടാമത്തേതാണെങ്കിൽ 2 എന്ന് ടൈപ്പ് ചെയ്യുക. നോക്കൂ, ഇപ്പൊ വരും ആൻസർ. ഏത് പെൺകുട്ടിയായിരിക്കും ഈ ലൈവ് കാണുന്ന സ്ത്രീകളിലും പുരുഷന്മാരിലും മനോഹാരിതയുള്ളവൾ? നല്ല പുളിയിലക്കര കസവുള്ള നല്ല നല്ല ഭംഗിയുള്ള ഈ സെറ്റ് മുണ്ടൊക്കെ എടുത്ത് നല്ലൊരു ബ്ലൗസൊക്കെ ഇട്ട് നല്ല മുല്ലപ്പൂവൊക്കെ വെച്ച് മുടിയൊക്കെ നീട്ടി വളർത്തി ചന്ദനക്കുറിയും കുങ്കുമൊക്കെ വെച്ച പെൺകുട്ടിയാണെങ്കിൽ 1. പച്ചയും മഞ്ഞയും നീലയൊക്കെ അടിച്ച് എന്താ പറയാ ഇറുക്കി വലിച്ച് ഡ്രസ്സും ഇട്ട് അവിടെയും ഇവിടെയൊക്കെ കാണിച്ച് നടക്കുന്നതാണെങ്കിൽ 2 എന്ന് ടൈപ്പ് ചെയ്യും. എങ്ങനെ നോക്കിയാലും 1 ആണോ 2 ആണോ? 1 എങ്കിൽ 1, 2 എങ്കിൽ 2. ഏതായിരിക്കും ഇഷ്ടം? സി, പെണ്ണുങ്ങളും ആണുങ്ങളും ഒരുപോലെ പറയുന്നു 1 എന്ന്. 1 ആണോ 2 ആണോ? 1, 2 ഏതായിരിക്കും ഭംഗി ഉണ്ടാവുക? 1. ഞാനും സജസ്റ്റ് ചെയ്യുന്നു 1. ആലോചിച്ച് നോക്കിക്കേ. ഒന്നും ചിന്തിക്കാനില്ല, 1. അപ്പൊ നമ്മുടെ സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത് 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു കേരളീയ തനിമയിലുള്ള പെൺകുട്ടികൾ അല്ലെ? നോക്കിക്കേ, എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും 1 തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഞാനും 1 ആണ് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത് ആ പറഞ്ഞ ആ ഒരു കേരളീയ തനിമയുള്ള ഭംഗിയാണ്. അതിനൊരു ഭയങ്കര ഭംഗിയാണ്. അത് നമ്മൾ സ്ത്രീകൾ കാത്തു സൂക്ഷിക്കും. നമ്മൾ സ്ത്രീകൾക്ക് അതാണ് ഭംഗി, മനസ്സിലായില്ലേ? അല്ലാണ്ട് ഈ മറ്റേ തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകൾ ഒരു ഭംഗിയില്ല. നല്ല എന്താ പറയാ കാച്ചിയ എണ്ണയുടെ സുഗന്ധം നമ്മുടെ തലയിൽ ഉണ്ടാകുമ്പോൾ അതിന് എന്തൊരു മനോഹാരിതയാന്നറിയോ? നല്ല ചന്ദനക്കുറിയും കുങ്കുമവും ഒക്കെ വെച്ച് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആ ഒരു സൗന്ദര്യ സങ്കല്പത്തിന് ഒരു കോംപ്രമൈസും ഇല്ല. അത് കേരളത്തിന്റെ തനതായ സൗന്ദര്യമാണ്. അതുകൊണ്ടാണ് കേരളത്തെ ഒരു സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നത്, മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ സ്ത്രീകൾ എപ്പോഴും നടക്കേണ്ടത് എങ്ങനെയാണ്? ഒന്നുമില്ല, ഇത്രയും കൈയുള്ള ബ്ലൗസൊക്കെ തയ്ച്ച് നല്ല ഭംഗിയായിട്ടുള്ള കഴുത്തൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടുള്ള കോട്ടൺ സാരിയൊക്കെ ഉടുത്ത് മനോഹരമായിരിക്കുന്ന മുടിയൊക്കെ നീട്ടി വളർത്തി എന്താ പറയാ ഈ എന്താണ് കളറുകളൊന്നും ചെയ്യാതെ നല്ല മുടി നീട്ടി വളർത്തി മുടിയൊക്കെ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് വെക്കുക. ഒക്കെ കളഞ്ഞേക്ക്, അതൊന്നും വേണ്ട. ടെമ്പററി ആയിട്ടൊക്കെ ഫംഗ്ഷന് വേണ്ടി ചെയ്തോളൂ. അല്ലാണ്ട് മുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് പിടിച്ച് അയൺ ചെയ്ത പോലെ ഒന്നും വെക്കുകയൊന്നും ചെയ്യരുത്. മുടിയൊക്കെ നല്ല കാച്ചി എണ്ണയൊക്കെ തേച്ച് വളർത്തി നല്ല കുങ്കുമവും ചന്ദനവും ഒക്കെ വെച്ച് കണ്ണൊക്കെ എഴുതി നല്ല ഭംഗിയായിട്ട് കേരളീയ തനിമയിലേക്ക് നമ്മുടെ സ്ത്രീകൾ വരാൻ ശ്രമിക്കണം. പെൺകുട്ടികളും സ്ത്രീകളും അനിയത്തിമാരും ചേച്ചിമാരും എല്ലാം വരാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ അതല്ലേ നല്ലത്? അപ്പൊ ഇന്ന് മുതൽ നമ്മുടെ മഞ്ജരീസിലുള്ള എല്ലാവരും കേരളീയ തനിമയിലേക്ക് മാറണം. ഓക്കെ, നല്ല ഭംഗിയായിരിക്കും. കേരളീയ തനിമയിലേക്ക് മാറിയാൽ നമ്മളെ എല്ലാവരും നോക്കും.
മറ്റേത് നമ്മളിങ്ങനെ ഒരു ഹാഷ് പൂഷായിട്ട് നടന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മനോഭാവമായിരിക്കും. നമ്മൾ വിചാരിക്കല്ലേ അത് ഫാഷനാണെന്ന്. ആ ഫാഷൻ നമുക്ക് വേണ്ട. നമുക്ക് ഈ ഭംഗി മതി. ഈ ഭംഗിയിലേക്ക് നമ്മളെല്ലാവരും മാറാൻ ശ്രമിക്കണം. റെഡി? അങ്ങനെയുള്ള കോൺസെപ്റ്റിലേക്ക് വരും എല്ലാവരും. ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോഴും അല്ലാണ്ടും ഒക്കെ ആ കോൺസെപ്റ്റിലേക്ക് വരും കേട്ടോ. അതാണ് മനോഹാരിത എന്ന് പറയുന്നത്. അതാണ് സൗന്ദര്യം. ആ അഴകാണ് നമുക്ക് നിലനിർത്തേണ്ടത്. ക്ലിയർ? പിന്നെന്താ പറയുന്നത്? ശ്രുതിയിൽ അസന്നിഗ്ധമായിരിക്കുന്ന പ്രഖ്യാപനമുണ്ട്. സ്ത്രീകളെ എപ്പോഴും ലാളിക്കുകയോ പൂജിക്കുകയോ ചെയ്യണമെന്ന്. സ്ത്രീകളോട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഒരു സ്നേഹത്തോടെ പെരുമാറാൻ ശ്രമിക്കണം. അവരുടെ മനസ്സ് എപ്പോഴും വളരെ ലോലമായ മനസ്സാണ്. സ്ത്രീകളുടെ മനസ്സ് ഒരിക്കലും നമ്മൾ വേദനിപ്പിക്കരുത്. അത് അമ്മയായാലും പെങ്ങളായാലും ആരായാലും, അതായത് ഭർത്താക്കന്മാരാരോട് ആരായാലും അവരുടെ എന്താ പറയാ ഭാര്യമാരോട് സംസാരിക്കുമ്പം നമ്മൾ ഒരിക്കലും അറുത്തു മുറിച്ച് അവരുടെ മനസ്സിനെ അങ്ങ് കുത്തി കീറുന്ന തരത്തിലുള്ള വാക്കുകൾ സംസാരിക്കരുത്. അത് തെറ്റാണ്. അത് എന്തിന്റെ പുറത്താണേലും പെട്ടെന്ന് സ്ത്രീകൾ ഫ്രസ്ട്രേറ്റഡ് ആവും. മനസ്സിലാവുന്നുണ്ടോ? പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പോ അത് അങ്ങനെയാണ്. സ്ത്രീകൾ അങ്ങനെയാണ്. അവർക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വല്ലാണ്ട് എന്താ പറയാ ടെൻഷൻ വരും. ചിലപ്പം എന്ത് പറയണം, എവിടെ പറയണം എന്നൊന്നും ചിലപ്പോൾ സ്ത്രീകൾക്ക് അറിഞ്ഞെന്ന് വരില്ല. എപ്പോഴും സ്ത്രീ ഒരു പുരുഷന്റെ താഴെ തന്നെയാണ്. ഏത് വലിയ ചന്ദ്രനിൽ കയറിയാലും ശരി, സ്ത്രീ പുരുഷന്റെ താഴെ തന്നെയാണ്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് വയലൻസ് ഇല്ലാതെ ഒരു സ്നേഹത്തോടുകൂടി, സ്നേഹത്തിന്റെ പാതയിൽ നമുക്ക് സ്ത്രീകളെ പെട്ടെന്ന് പിടിച്ചാൽ കിട്ടും. ഓക്കെ, അപ്പം ആ രീതിയിൽ സ്ത്രീകളോട് പുരുഷന്മാര് ഇടപെടാൻ ശ്രമിക്കണം. അവരെ കേൾക്കാൻ ശ്രമിക്കണം. മനസ്സിലായോ? അയ്യോ, ഞാൻ ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിന്റെ ഇടയിൽ എങ്ങനെ സാരി എടുത്തുകൊണ്ട് വന്നിരുന്ന ക്ലാസ് എടുക്കാനാണ്? ഞാൻ സാരിന്ന് മോചനം കിട്ടാനോ ക്ലാസ്സിൽ ഓടിയെത്തുന്നത്? എനിക്ക് ഷൂട്ടിൽ എപ്പോഴും സാരിയാ. ഓൾവേസ് എൻ്റെ കോസ്റ്റ്യൂം സാരിയാണ്. ഉടുത്ത് ഞാനൊരു വഴി ഞാൻ വേഗം ചുരിദാർ എടുത്തിടും. അത് എനിക്കിങ്ങനെ ലൂസ് ടോപ്പാണ് ഇഷ്ടം. ടൈറ്റ് ടോപ്സ് ഒന്നും എനിക്ക് താല്പര്യമില്ല. ചിലതൊക്കെ ഇങ്ങനെ വാങ്ങി വാഷ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ടൈറ്റായി പോകുന്നേ ഉള്ളൂ. എനിക്കിങ്ങനെ അയ്യോ എന്ത് സുഖാറിയോ ചുരിദാർ ഇടാൻ. ഞാൻ അല്ലെങ്കിൽ ക്ലാസ്സിൽ സാരി ഇട്ടിരുന്നേനെ. പക്ഷേ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഓടിയെത്തി നമ്മൾ പൂജയൊക്കെ ചെയ്ത് പിന്നെ സാരി ഉടുക്കാനുള്ള സമയം കിട്ടില്ല. അതുകൊണ്ടാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ലൊക്കേഷനിൽ സാരിയിലാണ്. അപ്പൊ എന്ത് ചെയ്യാ, നമ്മൾ അവരെ പൂജിക്കാന്ന് പറയുമ്പോൾ അങ്ങനെ വീട്ടിലിരുത്തി അവരെ കാലിൽ പൂക്കളിട്ട് അങ്ങനെ പൂജിക്കാനല്ല പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മള് അവരെ കേൾക്കാൻ ശ്രമിക്കുക. അവർക്കും ഫീലിങ്സ് ഉണ്ട്, വിഷമങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ളൊരു മനസ്സുണ്ടാവുക. അത് നമ്മൾ എന്താ പറയാ ആണുങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം. അതാണ് അവരെ പൂജിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, സ്ത്രീകളെ പൂജിക്കുന്നിടത്ത് എല്ലാ ദേവതകളും പ്രസാദിക്കുന്നുണ്ട്. ഒരു സ്ത്രീയുടെ കണ്ണുനീര് ഒരു വീട്ടിൽ വീണ് കഴിഞ്ഞാൽ ആ വീട് പിന്നെ എന്താ പറയാ ഒരിക്കലും ആ വീട്ടില് നന്നാവില്ല. മനസ്സിലാവുന്നുണ്ടോ? പാവാണുങ്ങൾ അവരെ മനസ്സിലാക്കാൻ ആരും ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കും. ഞങ്ങളോട് നല്ലോണം നിന്നാൽ മതി, ഞങ്ങൾ മനസ്സിലാക്കും അല്ലേ? അപ്പോൾ ഒരിക്കലും നമ്മൾ സ്ത്രീകളെ വിഷമിപ്പിക്കാൻ പാടില്ല, അവരെ തെറി വിളിക്കാൻ പാടില്ല, അനാവശ്യമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് കുത്തി വേദനിപ്പിക്കരുത്. അതൊരിക്കലും അവിടെ ഗതി പിടിക്കില്ല, ഐശ്വര്യ ദേവത വാഴില്ല. അതുപോലെ വീട്ടിലേതെങ്കിലും ടാപ്പൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ ആ ടാപ്പൊക്കെ നന്നാക്കണം. വെള്ളം ഇങ്ങനെ വെറുതെ പോകരുത്. ആ വീട് നശിച്ചു പോകും. മഹാലക്ഷ്മി നിൽക്കില്ല. 6 മണിക്ക് ചൂലെടുത്ത് അടിച്ചു വാരുന്ന വീട്ടിൽ മഹാലക്ഷ്മി നിൽക്കില്ല. അതുപോലെ എച്ചില് പാത്രങ്ങൾ അവിടെ കഴുകാതെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ മഹാലക്ഷ്മി നിൽക്കില്ല. പിന്നെ രാവിലെയും സന്ധ്യയ്ക്കും കിടന്നുറങ്ങുന്ന വീട്ടിൽ മഹാലക്ഷ്മി നിൽക്കില്ല. കുളിക്കാതെ അടുക്കളയിൽ കയറുന്ന വീട്ടിൽ മഹാലക്ഷ്മി നിൽക്കില്ല. അതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ. മനസ്സിലാവുന്നുണ്ടോ? ഒരു പരിധിയിൽ കൂടുതൽ ശബ്ദം എടുത്തുകൊണ്ട് വീട്ടിൽ സംസാരിക്കുന്ന വീട്ടിൽ ഇവിടൊക്കെ ഞങ്ങളിങ്ങനെ ഭയങ്കര ബഹളത്തിലൊക്കെ വർത്താനം പറയാം. ഇവിടെ നിന്നുകൊണ്ട് അപ്പുറത്തേക്കൊക്കെ വിളിക്കും. അതല്ല പറയുന്നത്. എപ്പോഴും വഴക്കും ബഹളവും നടക്കുന്ന വീട്ടിൽ മഹാലക്ഷ്മി നിൽക്കില്ല. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് മാക്സിമം ശ്രദ്ധിക്കണം. ഓരോ വീടുകളിലും ശ്രദ്ധിക്കണം. ഓക്കെ, വരാം. ഇവിടെ സെറ്റും മുണ്ടൊക്കെ ഇഷ്ടം പോലെയുണ്ട്. വരാം, അതിനൊന്നും കുഴപ്പമില്ല. അപ്പോ പെണ്ണ് കെട്ടണ്ട, പിന്നെ മര്യാദയ്ക്ക് പഠിച്ച് പാസ്സാവാൻ നോക്കും. പിന്നെ പെണ്ണ് കേട്ടാ അവനിപ്പോ പെണ്ണ് കെട്ടണം അത്ര. ആഹാ, അതെ രാജേശ്വരി മാതാജി, നമ്മൾ കണ്ടിട്ട് കുറെ ദിവസമായി. പിന്നെന്താണ്, സ്ത്രീകൾ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും വിഷമം വരരുത് എന്ന് പറയുന്നു. കാരണം എന്താ, അവരുടെ മനസ്സ് വേദനിപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മളെ വീട്ടിലെ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയാ, നമ്മളായിട്ടൊന്നും പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യണം. നമ്മൾ സൈലന്റ് ആയാൽ മതി. ഞാനും ഇപ്പം അങ്ങനെയാണ്. കുറേ
കേരളത്തനിമ നമിച്ചിടും നിൻ രൂപം നിത്യഹരിതമാം ചാരുത. ഇതൊക്കെ ഇപ്പം എവിടുന്ന് വന്ന കവിത? അപ്പം നമ്മൾ എന്താ പറയുക, മാക്സിമം സൈലൻ്റ് ആവുക. ചില സമയത്ത് നമ്മളെ അങ്ങ് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെയൊക്കെ വരും. മാറ്റി വയ്ക്കുക. നമ്മളായിട്ടൊന്നും പറഞ്ഞ് നമ്മൾ നമ്മുടെ മൈൻഡിനെ അപ്സെറ്റ് ആക്കണ്ട. നമ്മൾ മാക്സിമം നിശബ്ദത പാലിക്കാൻ ശ്രമിക്കുക ജീവിതത്തിൽ. കൗമാരത്തിൽ പിതാവും യൗവനത്തിൽ ഭർത്താവും വാർദ്ധക്യത്തിൽ പുത്രനും സ്ത്രീകളെ രക്ഷിക്കുന്നത് കൊണ്ട് അവർ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നാ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കലും സ്ത്രീകൾക്ക് ഒരു പരിധിയിൽ കവിഞ്ഞിട്ടുള്ള സ്വാതന്ത്ര്യം വേണ്ട. അതായത് കൗമാരത്തിൽ പിതാവ്, നമ്മുടെ അച്ഛൻ ആണ് നമ്മളെ കുറെ കാലം സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. അത് കഴിഞ്ഞ് ഭർത്താവ്, പിന്നെ വാർദ്ധക്യത്തിൽ പുത്രൻ, മകൻ നോക്കും. ഇതൊക്കെയാണ് നമ്മളെ സ്ത്രീകൾക്ക് എപ്പോഴും എന്താ പറയുക, സ്ത്രീകൾക്ക് എപ്പോഴും അവരെ ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ സംരക്ഷണം വേണം. ആ സംരക്ഷിക്കേണ്ട വ്യക്തികൾ തന്നെ അവരെ വേദനിപ്പിക്കുമ്പോൾ പിന്നെ അവരെവിടെ പോകും? ആലോചിച്ച് നോക്കിക്കുക. അവർക്ക് എങ്ങോട്ടും പോകാനില്ല, ഒന്നും വേണ്ട. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ, ഇവിടെ സിറ്റിയിലല്ല, നാട്ടിൻപുറത്തിലൊക്കെ ആണെങ്കിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒന്ന് രാത്രിയിൽ നമ്മളൊന്ന് പുറത്തിറങ്ങാണേ, അപ്പോൾ ഒരാണുങ്ങൾ ഒരു ടോർച്ചും കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു മൊബൈലും എടുത്തുകൊണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ളവർ ചോദിക്കാണ്, ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനടാ, എന്തേ? ഒന്നുമില്ല, ശരി, അവിടെ പോടാ, ഇത് ഇന്ന സ്ഥലം വരെ പോവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടോക്ക് അവിടെ തീർന്നു അല്ലേ, അതവിടെ കഴിഞ്ഞു. അതേസമയം ആ വഴിക്ക് ഒരു പെണ്ണാണ് ഇരുട്ടത്തൂടെ മൊബൈലും പിടിച്ച് പോകുന്നതെങ്കിൽ തൊട്ടപ്പുറത്തുള്ളവർ കണ്ട എന്താ പറയാ, അവളെവിടേക്ക് പോണു, അവൾ എവിടെയോ പോകുന്നുണ്ട്. അതിന്റെ ഒരു ടോൺ മാറി. അപ്പോൾ ഒരു സ്ത്രീയുടെ അവസ്ഥയും ഒരു പുരുഷന്റെ സ്വാതന്ത്ര്യത്തെയും നമ്മൾ ചിന്തിക്കണം. മനസ്സിലാവുന്നുണ്ട്? ഇവിടെ ഇപ്പൊ ചെന്നൈ എന്ന് പറയുന്ന പോലത്തെ സിറ്റിയിലൊന്നും അങ്ങനത്തെ പ്രോബ്ലംസ് ഇല്ല, എറണാകുളം അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഉള്ള ഒരവസ്ഥയെ ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും സ്ഥാനത്തെ നമ്മൾ മനസ്സിലാക്കണം അവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യരുത്, ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത് ഒരാളെയും. ചിലപ്പോൾ നമ്മൾ, എനിക്കറിയാം പല സ്ത്രീകളും സംസാരിക്കുന്ന രീതികൾ അറിയാം, അവരുടെ എന്താ പറയാ മനസ്സിന്റെ ഭയങ്കരമായിരിക്കുന്ന ടെൻഷൻസ് ആയിരിക്കും. ചിലപ്പോൾ വീട്ടിലെല്ലാ പണിയെടുത്ത് കഴിഞ്ഞാലും ഭർത്താക്കന്മാരുടെ ഒരു ചോദ്യമുണ്ട്, എന്താണെന്നറിയാമോ, ഇവിടെ ഇതിന് മാത്രം മല മറിക്കാൻ എന്താ ഉള്ളതെന്ന്. മലയുണ്ട് മറിക്കാൻ. ഒരു ദിവസം ആ മലയൊന്ന് മറിച്ചു നോക്കണം വീട്ടിലിരുന്നിട്ട്, അപ്പം മനസ്സിലാവും എന്താ മല മറിക്കുന്നത് എന്നുള്ളത്. മനസ്സിലാവുന്നില്ലേ? എത്രത്തോളം മലയാണ് മറിക്കുന്നത് എന്ന് ഒരു ദിവസം വീട്ടിലിരുന്ന് ചിന്തിച്ചു നോക്കണം. ഒരു ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി വീട്ടിൽ നിന്ന് ഇറങ്ങി ബൈക്കും എടുത്ത് അല്ലെങ്കിൽ നടന്ന് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടുന്ന് ബസ്സും കയറി ഇന്ന സ്ഥലത്ത് പോയി അവിടെ ചെയ്യുന്ന ജോലി ഒരു സ്ത്രീ ഒരു വീട്ടിൽ എത്ര നടക്കുന്നുണ്ട്, എത്ര കുനിയുന്നു, എത്ര നിൽക്കുന്നു, എത്ര പോകുന്നു, എത്ര വരുന്നു, എത്ര ടെൻഷൻ അനുഭവിക്കുന്നു, എന്തെല്ലാം കേൾക്കുന്നു, എന്തെല്ലാം സഹിക്കുന്നു. ഒരു പ്രസവം കൂടെ കഴിഞ്ഞാൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എത്രയുണ്ട്. അത് മനസ്സിനെ ബാധിക്കുന്നു, ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാക്കുന്നു, പല 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 അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും സ്ത്രീകളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ, ഇതിൻ്റെ അപ്പുറത്തേക്ക് പുരുഷന്മാർ മദ്യപിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ സ്ത്രീ അനുഭവിക്കുന്ന ഒരു ഫ്രസ്ട്രേഷനുണ്ട് ഇല്ലേ. എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാം, അവരെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക, അവരെ കേൾക്കാൻ ശ്രമിക്കുക. സ്ത്രീകളെ അവരവരുടെ ടെൻഷൻ കൊണ്ട് പലതും പറയും, പലതും കാണിക്കും. നമ്മൾ എത്രത്തോളം നിശബ്ദമാവുന്നോ അത്രത്തോളം അത് ശരിയാവും. അല്ലാതെ നമ്മൾ ഒരിക്കലും സ്ട്രെസ് കൊടുക്കാതിരിക്കുക. സ്ത്രീകൾക്ക് ചീത്ത വാക്കുകൾ കൊണ്ട് അവരെ അഭിസംബോധന ചെയ്യാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ പണിക്ക് പോയി കഴിഞ്ഞിട്ട് കാര്യമില്ല, ആ പൈസ നമുക്ക് നിലനിൽക്കൂല, ജീവിതം മുന്നോട്ട് പോകില്ല. മനസ്സിലാവുന്നുണ്ടോ? അതൊന്ന് ശ്രദ്ധിക്കുക. സ്ത്രീയും പിന്നെന്താ പറയുക, ശ്രീയും സ്ത്രീയും ഒന്നാന്നാ പറയുന്നത്. ശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാലക്ഷ്മി, സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീ. ശ്രീയും സ്ത്രീയും ഒന്നാണ്. അപ്പോൾ ആ ശ്രീ വരണമെങ്കിൽ സ്ത്രീയെ ബഹുമാനിക്കുക, സ്ത്രീയെ നമ്മൾ എന്ത് ചെയ്യുക, നമിക്കുക. നമ്മുടെ രാമായണത്തിലായാലും മഹാഭാരതത്തിലായാലും ഗീതയിലായാലും നമ്മുടെ ദേവന്മാരെങ്ങനെയാണ്, ഭഗവാൻ കൃഷ്ണനടക്കം സ്ത്രീകളെ എങ്ങനെയാണ് ബഹുമാനിച്ചത്? മാതേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതല്ലേ നമ്മൾ മഞ്ജരീസിലെല്ലാവരെയും മാതാജി മാതാജി എന്ന് വിളിക്കുന്നത്. മാതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹുമാനിക്കുന്നത്. അത്രത്തോളം ഭഗവാൻ പോലും സ്ത്രീയെ ബഹുമാനിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പം ആ കാലഘട്ടത്തിൽ ഒരിക്കലും നമ്മളായിട്ട് അത് തെറ്റിക്കരുത്. മനസ്സിലാവും? നമ്മളായിട്ട് അത് തെറ്റിക്കാൻ പാടില്ല. ക്ലിയർ? അപ്പം മഹാഭാരതത്തിൻ്റെ അത് അത്രയും ഞാൻ എടുത്തു തന്നിട്ടുണ്ട്. ഇനി ഒരൊറ്റ ശ്ലോകം ഗീതയിലും കൂടെ പറഞ്ഞുതരാം. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഒരുപാട് ഗീത ക്ലാസ്സൊക്കെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്, സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഒരേ ഒരു ശ്ലോകം ഗീതയിലും കൂടെ എടുത്തു തരാം. ഓക്കെ, എന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.
അപ്പൊ നമുക്ക് ഗീതയും എടുത്തു മഹാഭാരതവും എടുത്തുന്നായില്ലേ. ഗീതയുടെ ഒരു ശ്ലോകമെങ്കിൽ ഒരു ശ്ലോകം കഴിയില്ലേ? ഓഹോ, നിങ്ങൾ ആണുങ്ങളൊന്നും അസ്വസ്ഥരാണോ? ഞങ്ങൾ പറയുന്നില്ലെങ്കിലോ? അല്ല പിന്നെ പാർത്ഥസാരഥി, നീ എവിടെ ഉണ്ടെങ്കിലും അവിടെ വന്ന് നിന്നെ ഞാൻ പൊക്കുവാടാ, നോക്കിക്കോടാ. ഈ പാർത്ഥസാരഥിയെ നമ്മളെ മാതാജിമാരൊക്കെ ഒന്ന് സൂക്ഷിച്ചോളൂ, അവനെ വെറുതെ വിടാൻ പാടില്ല. ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് മാത്രം അറിയാം, വേറെ ഒന്നും എനിക്ക് അവനെ കുറിച്ച് അറിയില്ല. നിന്നെ കാണിച്ചു തരണം. ഒരു ദിവസം ഞാൻ കേരളത്തിൽ വരും, നീ അവിടെ ഭഗവാന്റെ പേരും വെച്ച് ഇറങ്ങിയേക്കല്ലടാ, നീ ഞങ്ങളെ പറ്റിക്കാൻ നിന്നെ കാണിച്ചു തരണം. ശരിയായി തരണം അങ്ങനെ. ഒരു സ്റ്റുഡൻ്റ് ആണവൻ. നമ്മള് അധ്യായം 8 നമ്മള് ഗീതയില് 8ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു. അധ്യായം 8 പരമപദപ്രാപ്തി, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പരമപദപ്രാപ്തി. 1ാമത്തെ ശ്ലോകം. അർജുന ഉവാച, അർജുനൻ പറയുന്നു, കിം തത് ബ്രഹ്മ കിമധ്യാമം കിം കർമ്മ പുരുഷോത്തമ അതിഭൂതം ചം കിം പ്രോക്താം അതിദൈവം കിമുച്യതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം. അർജുനൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? അർജുനൻ ചോദിച്ചു, ഹേ പുരുഷോത്തമ, ഭഗവാനോട് പറയണ, ഹേ പുരുഷോത്തമ, എന്താണ് ബ്രഹ്മം? ആത്മാവ് എന്നാൽ എന്ത്? ഫലോദിഷ്ട കർമ്മങ്ങൾ എന്നാൽ എന്ത്? ഭൗതിക പ്രപഞ്ചമൊന്നും ദേവന്മാരെന്നും പറയപ്പെടുന്നത് എന്താണ് എന്ന് ചോദിച്ചു. ഇതൊക്കെ ഓൾമോസ്റ്റ് നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, എങ്കിലും നമുക്കൊന്ന് പഠിക്കാം അല്ലെ? ഒരൊറ്റ ശ്ലോകം കേട്ടോ. അതെ, പാർത്ഥസാരഥി നോട്ട് കിച്ചു, പാർത്ഥസാരഥിയെ പിടിച്ചോണ്ട് വരണം കേട്ടോ, വൈകരുത്. എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് പാർത്ഥസാരഥി ആരാണ് എന്നുള്ളത്. അതുകൊണ്ട് പറ്റൂല, അങ്ങനെ വിടൂല. ഞങ്ങൾ വന്ന് പെട്ടത് മഞ്ജരീസില, വിടില്ല മോനെ നിന്നെ ഞങ്ങൾ. എന്തോ സംതിങ് പാർത്ഥസാരഥിയുടെ പിന്നിലുണ്ട്, കണ്ടുപിടിക്കണം. അത് നമ്മളെ കിച്ചൂട്ടൻ കണ്ടുപിടിച്ചോളൂ. ഞാൻ പറയണ്ട കിച്ചൂട്ടനോട്. സാരമില്ല പ്രമോദ് പ്രഭു. നോക്കൂ, മഞ്ജരീസിന്റെ പുതിയതായിട്ട് ലൈവ് കാണുന്ന ആൾക്കാരുടെ ഒന്നും വിചാരിക്കരുത്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ കളിയും ചിരിയും തമാശയൊക്കെ ആയിട്ടാണ് ഇങ്ങനെ പഠിക്കുന്നത്. ഞാനും പഠിക്കുന്നു, അവരും പഠിക്കുന്നു. ഞങ്ങളൊരു ഫാമിലിയാണ്. ഞങ്ങൾ ഇതുപോലെയൊക്കെ തമാശയൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് കുറച്ച് നാട്ടുവിശേഷങ്ങളും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് സാമൂഹികമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടൊക്കെയാണ് ക്ലാസ് എടുത്ത് പോകുന്നത്. പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും മഹാഭാരതവും ഗീതയൊക്കെ ആണെങ്കിലും ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു ചെറിയൊരു എന്താ പറയാ, ചെറിയൊരു സ്ഥലം, മഞ്ജരീസിന്റെ ഒരു പേജ്, അതാണ് കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഒരു പക്ക ഒഫീഷ്യൽ ക്ലാസ്സുകളല്ല ഞങ്ങൾക്ക് പോകുന്നത്, ഇതൊക്കെയാണ് പോകുന്നത്. ഹരേ കൃഷ്ണ. അപ്പോൾ അർജുനൻ ചോദിക്കുന്നു, ഹേ പുരുഷോത്തമ, ബ്രഹ്മം എന്താണ്? ആത്മാവ് എന്താണ്? ഫലോദിഷ്ട കർമ്മങ്ങൾ എന്നാൽ എന്താണ്? ഭൗതിക പ്രപഞ്ചമെന്നും ദേവന്മാരെന്നും പറയുന്നത് എന്താണ് എന്നൊക്കെ ചോദിച്ചു. ഈ അധ്യായത്തിൽ ബ്രഹ്മം എന്ന് തുടങ്ങിയ അർജുനന്റെ പ്രശ്നങ്ങൾക്ക് ഭഗവാൻ ഉത്തരം കൊടുക്കുകയാണ്. ഈ അധ്യായം തുടങ്ങിയപ്പോൾ തന്നെ പരമപദപ്രാപ്തി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അർജുനൻ ആദ്യം ചോദിച്ചത് ബ്രഹ്മത്തെ കുറിച്ചാണ്. അപ്പൊ അതിന് ഭഗവാൻ കൊടുക്കുന്ന ഉത്തരം എന്താണെന്നറിയാമോ? കാമ്യക കർമ്മം, ഭക്തിപൂർവമായിരിക്കുന്ന സേവനം, യോഗാ തത്വങ്ങൾ, തനിമയാർന്ന ഭഗവത് സേവനം എന്ന് അങ്ങനെയുള്ള ചാപ്റ്റേഴ്സിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ പരമായിരിക്കുന്ന, അതായത് ഇതിനേക്കാളൊക്കെ മുകളിലിരിക്കുന്ന നിരപേക്ഷ തത്വത്തെയാണ് ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്ന പേരുകളാൽ ശ്രീമദ് ഭാഗവതം പറയുന്നത്. എല്ലാത്തിന്റെയും മുകളിലിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾക്കാണ് ഭഗവാൻ തന്നെ ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാൻ എന്നൊക്കെ പറയുന്നത്. മനസ്സിലായില്ലേ? ഇതിനു പുറമെ ജീവൻ എന്ന് പറയുന്ന വ്യക്തിഗത ആത്മാവും ബ്രഹ്മം എന്ന് വിളിക്കപ്പെടുന്നുണ്ട്. അതായത് ജീവൻ എന്ന് പറയുന്ന നമ്മുടെ ആത്മാവ് അല്ലെ, ആ ആത്മാവിനെയും ഭഗവാൻ എന്ത് പറയുന്നു? ബ്രഹ്മം എന്ന് വിളിക്കുന്നുണ്ട്. ശരീരം, മനസ്സ്, ജീവൻ. ആന്റി ഇരിക്ക, ആന്റി കിച്ചണിൽ ഇരിക്ക. അക്ക அந்த பிளட் டெஸ்ட் ரிசல்ட் மட்டும். ശരീരം, മനസ്സ്, ജീവൻ എന്നീ നിലകളിൽ ഉപയോഗിക്കാറുള്ള ആത്മശബ്ദത്തെക്കുറിച്ചും അർജുനൻ അറിയാൻ ആഗ്രഹമുണ്ട്. അർജുനന് ജീവൻ എന്താണ്, ശരീരം എന്താണ്, മനസ്സെന്താണ്, ഭഗവാൻ എന്താണ്, ബ്രഹ്മം എന്താണ്, ഇതേക്കുറിച്ചൊക്കെ കുറച്ചും കൂടെ വിശദമായിട്ട് അറിയാൻ ആഗ്രഹമുണ്ട്. വൈദിക നിഘണ്ടു അനുസരിച്ച്, അതായത് നമ്മുടെ വേദങ്ങൾ അനുസരിച്ചിട്ട് ശരീരം, മനസ്സ്, ജീവൻ, ഇന്ദ്രിയങ്ങൾ ഇവയ്ക്കെല്ലാം ആത്മാവെന്ന പേര് കറക്റ്റാണ്. മനസ്സായാലും ശരി, ശരീരമായാലും ശരി, ജീവനായാലും ശരി, ഇന്ദ്രിയങ്ങളായാലും ശരി, ഇതിനെല്ലാം പറയുന്ന പേരാണ് ആത്മാവെന്ന് വൈദിക നിയമം അനുസരിച്ചിട്ട്. ഇവിടെ അർജുനൻ ഭഗവാനെ പുരുഷോത്തമൻ എന്നാണ് വിളിക്കുന്നത് അല്ലെ. അർജുനൻ എന്താ വിളിക്കുന്നത്? ഭഗവാനെ പുരുഷോത്തമൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോ താൻ ചോദിക്കുന്നത് കേവലം ഒരു സുഹൃത്തിനോടല്ല. അർജുനൻ ഭഗവാനെ കാണുന്നത് ഒരു സുഹൃത്തായിട്ടാണ്. അപ്പൊ ഒരു
ഒരു സാധാരണ ഒരു സുഹൃത്തിനോടല്ല അർജുനൻ ചോദിക്കുന്നത്. സുനിശ്ചിതമായിരിക്കുന്ന, അതായത് ശരിയായ ഉത്തരം നൽകാൻ പരമമായിരിക്കുന്ന അധികാരമുള്ള മഹാപുരുഷനോടാണ് ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? മഹാപുരുഷനോടാണ് ചോദിക്കുന്നത്. എന്താണ് ഈ പറയുന്ന ആത്മാവ്, ജീവൻ, ഭഗവാൻ എന്നുള്ള കാര്യങ്ങൾ. ഒരു സാധാരണ ഒരു വ്യക്തിയോടോ സുഹൃത്തിനോടോ അല്ല അർജുനൻ ചോദിക്കുന്നത്. എല്ലാത്തിനും ഉത്തരം തരാൻ കഴിവുള്ള, അധികാരമുള്ള, ഉത്തമനായിരിക്കുന്ന പരബ്രഹ്മത്തോടാണ് ഇവിടെ അർജുനൻ ചോദിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മളും ഭഗവാനോട് ചോദിക്കുന്നതിനുള്ള കാരണം. അതുകൊണ്ടാണ് ഭഗവാനെ പുരുഷോത്തമൻ എന്ന് വിളിച്ചുകൊണ്ട് അർജുനൻ സംസാരിക്കുന്നത്. അതിജ്ഞാകഥം കോതദേഹേസ്മിൻ മധുസൂദന പ്രയാണകാലേ ച കഥം യജ്ഞേ സീനിയഥാത്മിവി എന്ന് പറയുന്നുണ്ട്. മധുസൂദന, ആരാണ് യജ്ഞദേവത? ഈ ശരീരത്തിൽ അദ്ദേഹം എങ്ങനെയാണ് കുടികൊള്ളുന്നത്? ഭക്തിയുത സേവന നിരതരായവർക്ക് മരണവേളയിൽ അങ്ങയെ എങ്ങനെ അറിയാൻ കഴിയും? ഭക്തിയുതത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക്, ഭഗവാന്റെ സേവനം ചെയ്യുന്നവർക്ക് അവരുടെ മരണം അടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അങ്ങയെ അറിയാൻ സാധിക്കുന്നത്? ഇതാണ് അർജുനന്റെ അടുത്ത ചോദ്യം. യജ്ഞദേവത ഇന്ദ്രനോ വിഷ്ണുവോ ആകാം. യജ്ഞം സ്വീകരിക്കുന്ന യജ്ഞദേവത എന്ന് പറയുന്നത് ഇന്ദ്രനുമാവാം, വിഷ്ണുവാകാം. ശിവനും ബ്രഹ്മാവും ഉൾപ്പെടുന്ന ദേവന്മാരുടെ മുഖ്യനായിരിക്കുന്ന, ആദിദേവനായിരിക്കുന്ന വിഷ്ണു ലോകത്തിന്റെ ഭരണത്തിന്റെ ചുമതല വഹിക്കുന്നവരിൽ പ്രധാനിയാണ് ഇന്ദ്രൻ. മനസ്സിലായില്ലേ? എന്താ പറയുന്നത്? ദേവന്മാരുടെ മുഖ്യനാണ് ആദിദേവനായിരിക്കുന്ന വിഷ്ണു. ലോകഭരണ ചുമതല വഹിക്കുന്നവരിൽ പ്രധാനിയാണ് ആര്? ഇന്ദ്രൻ എന്ന് പറയുന്നത്. യജ്ഞാനുഷ്ഠാനങ്ങളിൽ ഇന്ദ്രനും വിഷ്ണുവും ആരാധിക്കപ്പെടുന്നുണ്ട്. യജ്ഞം ചെയ്യുന്ന കാര്യങ്ങളിൽ ഇന്ദ്രനെയും ആരാധിക്കുന്നുണ്ട്, വിഷ്ണുവിനെയും ആരാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അർജുനൻ ചോദിക്കുന്നത് എന്താ? ആരാണ് യജ്ഞത്തിൽ യഥാർത്ഥത്തിൽ ആരാണ് യജ്ഞദേവതയെന്നും അവിടുന്ന് ജീവാത്മാവിന്റെ, ആ യജ്ഞദേവതയായിരിക്കുന്ന അവിടുന്ന് ജീവാത്മാവിന്റെ ശരീരത്തിൽ എങ്ങനെയാണ് കുടികൊള്ളുന്നതും എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ കൃഷ്ണൻ പണ്ടൊരിക്കല് മധു എന്നുള്ള ഒരു രാക്ഷസനെ വധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അർജുനൻ ഭഗവാനെ മധുസൂദനൻ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. മനസ്സിലായില്ലേ? എന്താ പറയുന്നത്? മധുസൂദനൻ എന്ന് പറയാൻ കാരണം എന്താണ്? പണ്ട് കൃഷ്ണൻ മധു എന്ന് പറയുന്ന ഒരു രാക്ഷസനെ വധിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ കൃഷ്ണാവബോധമുള്ള ഭക്തനായിരിക്കുന്ന, കൃഷ്ണാവബോധം നിറച്ചുമുള്ള, അതിലുപരി ഭക്തനായിരിക്കുന്ന അർജുനന്റെ മനസ്സിൽ ഒരിക്കലും വരാൻ പാടുള്ള ചോദ്യങ്ങളല്ല ഇതൊന്നും. പിന്നെയോ ഈ സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ രാക്ഷസന്മാരെ പോലെയാണ്. കാരണം എന്താ? കൃഷ്ണാവബോധം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ എന്താണ് എന്നുള്ള ആ ഒരു തത്വത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. പിന്നെ എന്തുകൊണ്ടാണ് അർജുനൻ ഇങ്ങനെ ചോദിച്ചത്? നമ്മളെ പോലെയുള്ള കലിയുഗ നിവാസികൾക്ക് കൂടുതൽ കൂടുതൽ കൃഷ്ണാവബോധ പരിജ്ഞാനത്തിന് വേണ്ടിയാണ്. രാക്ഷസന്മാരെ കൊല്ലുന്നതിൽ വിദഗ്ധനാണ് കൃഷ്ണൻ, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം, കൃഷ്ണൻ ഒരുപാട് രാക്ഷസന്മാരെ കൊന്നിട്ടുണ്ട്. ഇവിടെ അർജുനൻ കൃഷ്ണനെ മധുസൂദന എന്ന് അഭിസംബോധന ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരിക്കുന്ന ആസുരികമായിരിക്കുന്ന സംശയങ്ങളെ കൃഷ്ണൻ നശിപ്പിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് നമ്മുടെ ആരുടെ മനസ്സിൽ തന്നെയും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഭഗവാനുമായിട്ട് നേരിട്ടൊരു സംവാദത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, സംവാദമല്ല, ഒരു സംശയം നമ്മൾ ഭഗവാന്റെ മുമ്പിൽ ഉണർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള സമസ്തമായിരിക്കുന്ന ആ ഒരു ആസുരികമായിരിക്കുന്ന സംശയങ്ങളെ എല്ലാം തന്നെ ഭഗവാൻ തീർത്തു തരുന്നതാണ്. പ്രയാണകാലേ എന്ന പദം ഈ ശ്ലോകത്തിൽ വളരെയധികം പറയുന്നുണ്ട്. പ്രയാണകാലേ എന്ന് പറയുന്ന എപ്പോഴാണ്? രണ്ടാമത്തെ ലൈനിൽ പറയുന്നു, പ്രയാണകാലേ ച കഥം ജ്ഞേയോസി നിയമാത്മഭി എന്ന് പറയുന്നുണ്ട്. ഇവിടെ പ്രയാണകാലേ എന്ന് പറയുമ്പോ ജീവിതത്തിൽ ഒരാൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും, നമ്മൾ എന്തെല്ലാം ഈ ജീവിതത്തിൽ നമ്മൾ ജനിച്ച് കണ്ണ് തുറന്നിട്ട് നമ്മൾ അന്ന് വരെ മരിക്കുന്ന നിമിഷം വരെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നല്ലതുമായിക്കോട്ടെ ചീത്തയുമായിക്കോട്ടെ, ഇതെല്ലാം പരീക്ഷിക്കപ്പെടുന്നത്, ചോദ്യം ചെയ്യപ്പെടുന്നത് മരണവേളയിലാണ്. നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിന്റെ ആ ജീവിതകാലങ്ങൾ അത്രയും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്നത് നമ്മൾ മരിക്കുന്ന സമയത്താണ്. സദാ കൃഷ്ണാവബോധത്തോടു കൂടി ജീവിക്കുന്ന ഒരാൾക്ക് ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് എന്നറിയാൻ അർജുനന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. കൃഷ്ണാവബോധത്തോടു കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ജീവിതത്തിന്റെ മരണസമയത്ത് എന്ത് സംഭവിക്കുമെന്നറിയാൻ അർജുനന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. ആ അവസാന നിമിഷത്തിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ?
മരണസമയത്ത് ശാരീരിക പ്രവർത്തനങ്ങളെല്ലാം തകരാറിലാവും അല്ലെ. ഭക്ഷണം ദഹിക്കില്ല, വെള്ളം ഇറങ്ങില്ല, കണ്ണു തുറക്കാൻ പറ്റില്ല, ബോധം ഉണ്ടാവില്ല, പ്രഷർ ഉണ്ടാവില്ല, ഷുഗർ ഉണ്ടാവില്ല, സോഡിയം ഉണ്ടാവില്ല, പല പല പ്രശ്നങ്ങൾ, ശാരീരികമായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾ, എല്ലാ കാര്യങ്ങളും തകരാറിലാവുന്നു. മനസ്സും ചിലപ്പം നല്ല നിലയിലായിരിക്കില്ല പ്രവർത്തിക്കുന്നത്. ശരീരത്തിന്റെ നിലയൊക്കെ ഇതുപോലെ അസ്വസ്ഥമായിരിക്കെ മനുഷ്യന് ഭഗവത് സ്മരണ ഉണ്ടാവാൻ പ്രയാസമാണ് അല്ലെ. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഭയങ്കര വയറുവേദന വന്നാൽ നമുക്ക് ചുറ്റുള്ള കാര്യങ്ങളൊന്നും മൈൻഡിൽ നിൽക്കില്ല, നമ്മൾ ആകെ ടെൻസ്ഡ് ആയിരിക്കും. പെട്ടെന്ന് നമ്മുടെ ശരീരത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തി 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 വേദന എടുക്കുമ്പോൾ നമുക്ക് മറ്റൊന്നും ചിന്തിക്കാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ജപിക്കാൻ പറ്റില്ല, വായിക്കാൻ പറ്റില്ല, ആരോടും സംസാരിക്കാൻ പറ്റില്ല, നമ്മൾ ആകെ ഇറിറ്റേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ മരണസമയത്ത് നമ്മുടെ ശാരീരികമായിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിലയ്ക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഭഗവാനെ സ്മരിക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. പരമഭക്തനായിരിക്കുന്ന കുലശേഖര മഹാരാജാവ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയാമോ? ഹേ ഭഗവാൻ, എനിക്കിപ്പോൾ പൂർണ്ണ ആരോഗ്യമുള്ളത് കൊണ്ട് ഉടൻ തന്നെ മരിക്കുന്നതാണ് നല്ലത്. ഞാൻ കിടപ്പിലായിട്ട് വേദനകൾ തിന്നുകൊണ്ട് മരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. ആ സമയത്ത് എനിക്ക് അങ്ങയെ ഓർക്കാൻ സാധിച്ചെന്ന് വരില്ല. പൂർണ്ണ ആരോഗ്യവാനായിരിക്കുമ്പോൾ മരിക്കുന്നതാണ് നല്ലത് എന്നാണ് പരമഭക്തനായിരിക്കുന്ന കുലശേഖര മഹാരാജാവിന്റെ പ്രാർത്ഥന, എപ്പോഴും ഭഗവാനോടുള്ള പ്രാർത്ഥന. കാരണം എന്താ? എന്നാൽ എന്റെ മനസ്സാകുന്ന ഹംസത്തിന്, ഞാൻ പൂർണ്ണമായ ആരോഗ്യവാനായിരിക്കുമ്പോ മനസ്സാകുന്ന എന്റെ ഹംസത്തിന് അവിടുത്തെ പാദപങ്കജങ്ങളിലേക്ക് വഴി തേടാം. അപ്പൊ ആ മനസ്സ് എനിക്ക് നന്നായിരിക്കും, എന്റെ ശരീരം നന്നായിരിക്കുമ്പോ എന്റെ മനസ്സ് നന്നാവും. ഇതാണ് ഞാൻ ക്ലാസിന്റെ തുടക്കം നിങ്ങളെ പഠിപ്പിച്ചത്. എത്രത്തോളം മൈൻഡ് റിലാക്സ് ആക്കി വെക്കാൻ സാധിക്കുമോ അത്രത്തോളം റിലാക്സ് ആക്കി വെക്കാൻ. കാരണം എന്താണ്? മനസ്സ് ശരിയാണെങ്കിൽ ആരോഗ്യം ശരിയാവും. ആരോഗ്യവും മനസ്സും ശരിയാണെങ്കിൽ ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ നമുക്ക് അഭയം തേടാൻ ഈസി ആയിരിക്കും. ഇപ്പൊ മനസ്സിലായോ നമ്മുടെ ക്ലാസിന്റെ തുടക്കം എന്തുകൊണ്ടായിരുന്നു എന്നുള്ളത്? വെറും ഒരു ടോപ്പിക് അല്ല, നമ്മൾ ഗീതയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസിന്റെ ആദ്യം തുടങ്ങിയത്. ഓക്കെ, അപ്പോ നമ്മുടെ മനസ്സാണ് എല്ലാത്തിന്റെയും ആധാരം. നമ്മുടെ ശരീരത്തിന്റെയും ആരോഗ്യത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അതിലുപരി ഭക്തിയുടെയും ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. അപ്പോ മനസ്സ് ശരിയാണെങ്കിൽ ആരോഗ്യം ശരിയാവും. ആരോഗ്യവും മനസ്സും ശരിയാണെങ്കിൽ ഭഗവാനെ അങ്ങയുടെ പാദങ്ങളിൽ എനിക്ക് എപ്പോഴും ആശ്രയം വെക്കാൻ സാധിക്കും, ആശ്രയിക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ പൂജ ചെയ്യാൻ സാധിക്കും. ഒരു ജലപക്ഷിയായിരിക്കുന്ന ഹംസത്തിന് താമരപ്പൂക്കളിൽ രമിക്കുവാനാണ് താല്പര്യം അല്ലെ. ജലത്തിലിരിക്കുന്ന ആ ഹംസത്തിന് താമരപ്പൂക്കൾക്കിടയിലേക്ക് പോകാനാണ് ഇഷ്ടം. അതിനാലാണ് ആലങ്കാരിക ഭാഷ ഇവിടെ ഉപയോഗിക്കുന്നത്. എന്താണ്? മനസ്സാകുന്ന ഹംസം എന്ന് പറയുന്നത് ആ ഒരു അദ്ദേഹത്തിന്റെ പാദങ്ങൾ താമരപ്പൂവാണ്. അപ്പൊ മനസ്സാകുന്ന ഹംസത്തിന് എപ്പോഴും താമരയോടാണ് ഇഷ്ടം. അതേപോലെ മനസ്സിന് എപ്പോഴും ഭഗവാന്റെ പാദങ്ങളാണ് ഇഷ്ടം. ആ മനസ്സിനെ ശരിയാക്കി വെക്കാൻ ഞാൻ ആദ്യം ഈ ക്ലാസിന്റെ തുടക്കം പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ ക്ലിയർ ആയോ എന്താണ് പറഞ്ഞു വന്നത് എന്ന്? കുലശേഖര മഹാരാജാവ് വീണ്ടും പറയുന്നു, മനസ്വസ്ഥത, ശരീരത്തിന് ആരോഗ്യമുള്ള ഈ ഘട്ടത്തിൽ ഞാൻ അവിടുത്തെ ചരണകമലങ്ങളെ ചിന്തിച്ചുകൊണ്ട് മരിക്കുകയാണെങ്കിൽ എന്റെ ഭക്തിപൂർവമായിരിക്കുന്ന സേവനം പൂർണ്ണമാകും. മനസ്സ് ശരിയാക്കി വെച്ചിട്ട് നല്ല ശരീരത്തോടുകൂടി നല്ല സ്മരണയോടുകൂടിയാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ അവിടുത്തെ പാദങ്ങളെ ഞാൻ സദാ സ്മരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ മരിക്കുമ്പോഴാണ്, ആ സമയത്ത് ഞാൻ മരിക്കുമ്പോഴാണ് എന്റെ കൃഷ്ണാവബോധത്തോടെയുള്ള ജീവിതം പൂർണ്ണമാകുന്നത്. സ്വാഭാവിക മരണത്തെ കാത്തിരിക്കുകയാണെങ്കിലോ, ഒരു നോർമൽ ഡെത്താണ് നമ്മൾ കാത്തിരിക്കുന്നതെങ്കിലോ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എത്ര കാലം ജീവിക്കും, എത്ര നാള് കിടപ്പിലാവുന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ആ സമയത്ത് ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വല്ല തടസ്സവും വന്നു കഴിഞ്ഞാലോ, എന്റെ തൊണ്ടയിൽ കഫം വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ അങ്ങയുടെ തിരുനാമങ്ങൾ ഞാൻ എങ്ങനെയാണ് ഉച്ചരിക്കുക? എനിക്കതിനെങ്ങനെയാ സാധിക്കുക? എന്റെ ശരീരം പ്രവർത്തിക്കാതെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും എനിക്ക് അങ്ങയുടെ നാമങ്ങൾ ചൊല്ലാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോ ആരോഗ്യത്തോടെ ഉണ്ടാവുമ്പോൾ ഞാൻ മരിക്കുന്നതാണ് നല്ലത്. കുറേ കാലങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് എന്റെ ശരീരം കൊണ്ട് അങ്ങയെ സ്മരിക്കാനോ
അങ്ങയെ ഓർക്കാനോ അങ്ങയെ പൂജ ചെയ്യാനോ സാധിക്കാത്തൊരവസ്ഥയിൽ ഞാൻ വേദന തിന്ന് മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങയെ സ്മരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതെനിക്ക് വേണ്ട. ആരോഗ്യം അനുകൂലമായിരിക്കുന്ന സമയത്ത്, മനസ്സ് തൃപ്തിയോടെ ഇരിക്കുമ്പോൾ അങ്ങയുടെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അങ്ങയ്ക്ക് പാദസേവനം ചെയ്തുകൊണ്ട് എനിക്ക് മരിക്കാനാണ് ഇഷ്ടം. അത്തരമൊരു സന്ദർഭത്തിൽ കൃഷ്ണന്റെ ചരണ കമലങ്ങളിൽ മനസ്സുറപ്പിക്കാൻ എങ്ങനെ കഴിയും എന്നാണ് അർജുനന് അറിയേണ്ടത്. അതിന് ഭഗവാൻ കൊടുക്കുന്ന ഒരു ഉത്തരവുണ്ട്. എന്താണ്? അക്ഷരം ബ്രഹ്മപരമം സ്വഭാവോദ്യാത്മുച്യതേ ഭൂതഭാവേദ്ഭവക്കരോ വിസർഗ കർമ്മ സംഹിത എന്ന് പറയുന്നുണ്ട്. അതായത് ഭഗവാൻ പറഞ്ഞു, അവിനാശിയും അതീന്ദ്രിയനുമായിരിക്കുന്ന ആത്മാവത്രേ ബ്രഹ്മം. ബ്രഹ്മത്തിന്റെ ശാശ്വത പ്രകൃതി എന്ന് പറയുന്നത് ആധ്യാത്മികമാണെന്ന് പറയപ്പെടുന്നുണ്ട്. ജീവാത്മാക്കളുടെ ഭൗതിക ശരീരത്തിന്റെ വികാസത്തിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളെയാണ് കാമ്യകർമ്മങ്ങൾ എന്ന് പറയുന്നത്. അതായത് നാശമില്ലാത്ത നിത്യ സത്യത്തെയാണ് നമ്മൾ ബ്രഹ്മം എന്ന് പറയുന്നത്. അതിന്റെ ഘടനയിൽ ഒരിക്കലും മാറ്റം വരുന്നില്ല. ബ്രഹ്മത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല. ഈ ബ്രഹ്മത്തിന്റെ മുകളിലാണ് എന്ത്? പരബ്രഹ്മം എന്ന് പറയുന്നത്. ബ്രഹ്മം ജീവാത്മാവിനെയും പരബ്രഹ്മം പരമദിവ്യോത്തമ പുരുഷനെയുമാണ് സൂചിപ്പിക്കുന്നത്. ബ്രഹ്മം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവ്, പരബ്രഹ്മം എന്ന് പറയുന്നത് പരമദിവ്യോത്തമ പുരുഷൻ. അപ്പോ ഈ പ്രപഞ്ചത്തിൽ തനിക്കുള്ള അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമാണ് ജീവാത്മാവിന്റെ മൂലസ്വരൂപം. അപ്പൊ ഭൗതിക ബോധം ഉൾക്കൊള്ളുമ്പോ ഭൗതികമായിരിക്കുന്ന വസ്തുക്കളെ കൈയാളാനുള്ള ശ്രമമാണ് അതിന്റെ സ്വാഭാവിക സ്ഥിതി. അതായത് ഈ ലോകത്ത് ജീവിക്കുന്ന നമുക്ക് ഇതിനോടെല്ലാം ഒരു ആസക്തി ഉണ്ടാവും, അല്ലെ? ഈ ചുറ്റുപാടുള്ള എല്ലാത്തിനോടും നമുക്ക് ഒരു ആസക്തി വരും. അപ്പൊ എന്നാൽ ആധ്യാത്മിക ബോധത്തില് ആ കൃഷ്ണാവബോധത്തിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ, ഭൗതിക ബോധത്തിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനോടും ആസക്തി ഉണ്ടാവും. കൃഷ്ണാവബോധത്തിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിലോ ഭഗവത് സേവനം ചെയ്യാനാണ് എപ്പോഴും നമുക്ക് താല്പര്യം. എന്ത് ഭൗതികമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്താലും നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ പോലെ ഇടയ്ക്കൊന്ന് വന്നിട്ട് മഞ്ജരീസിന്റെ കാര്യം നോക്കും. ആർക്കൊക്കെ എന്തൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, എന്തൊക്കെ ഭഗവാന് വേണ്ടി ചെയ്യണം, ആരൊക്കെ ഹാരോടണം, എത്ര ക്ലാസ്സുകളുണ്ട് ഷെയർ ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അവരെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും, അല്ലെ? ഭഗവത് സേവനം ചെയ്യാൻ അവരെപ്പോഴും റെഡി ആയിരിക്കും. അപ്പോ അത് ഭൗതിക സേവനമല്ല, അത് ആധ്യാത്മിക സേവനമാണ്. കൃഷ്ണാവബോധത്തിൽ ഇരിക്കുന്നവർക്ക് മാത്രമാണ് അത് ചെയ്യാൻ സാധിക്കുന്നത്. ഭഗവത് സേവനത്തിലാണ് അവരുടെ നില തന്നെ നിൽക്കുന്നത്. ഭൗതിക ബോധത്തോടെ ഇരിക്കുന്ന ജീവാത്മാവിന് ഭൗതികമായിരിക്കുന്ന ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളിലായിരിക്കും ശ്രദ്ധ. അവർക്ക് മറ്റൊന്നിനും ശ്രദ്ധയുണ്ടാവില്ല. ഇതാണ് കർമ്മം എന്ന് പറയുന്നത്. നമ്മൾ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഭഗവാന്റെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ കർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഭൗതികമായിരിക്കുന്ന ലോകത്തിന്റെ കെട്ടുപാടുകളിൽ മുങ്ങിപ്പോവരുത്. നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് സമയം കണ്ടെത്തണം. മനസ്സിലാവുന്നുണ്ടോ? വൈദിക സാഹിത്യം ജീവാത്മാവിനെ ബ്രഹ്മം എന്ന് പറയുന്നുണ്ട്, എന്നാൽ ഒരിക്കലും പരബ്രഹ്മം എന്ന് വിശേഷിപ്പിക്കാറില്ല. എന്താ പറയുന്നത്? വൈദിക സാഹിത്യത്തിൽ ജീവാത്മാവിനെ ബ്രഹ്മം എന്ന് പറയും, പക്ഷെ പരബ്രഹ്മം എന്ന് പറയില്ല. കാരണം എന്താ? പരബ്രഹ്മം ഭഗവാനാണ്. ഓക്കെ, ജീവൻ വ്യത്യസ്തമായിരിക്കുന്ന അവസ്ഥകൾ സ്വീകരിക്കാറുണ്ട്, അല്ലേ? വ്യത്യസ്തമായിരിക്കുന്ന അവസ്ഥകൾ ജീവൻ കൈക്കൊള്ളാറുണ്ട്. ചിലപ്പോ തമോമയ ഭൗതിക പ്രകൃതിയിൽ സ്വയം ദ്രവ്യമാണെന്ന് ധരിക്കുന്നു, മറ്റു ചിലപ്പോ സംകൃഷ്ടമായിരിക്കുന്ന ആധ്യാത്മിക പ്രകൃതിയാണെന്നും അതിനാൽ ജീവാത്മാവിനെ ഭഗവാന്റെ തടസ്ഥ ശക്തി എന്നും പറയുന്നുണ്ട്. ഭൗതിക പ്രകൃതിയോടോ ആധ്യാത്മിക പ്രകൃതിയോടോ ബന്ധപ്പെടുന്നതനുസരിച്ച് ഭൗതികമോ ആധ്യാത്മികവുമായ ശരീരം ജീവാത്മാവ് സ്വീകരിക്കും. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ചിലപ്പോ ജീവാത്മാവ് ഭൗതികമായിരിക്കുന്ന ഈ ലോകത്ത് തന്നെ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാലും തിരിച്ചു വന്ന് ശരീരം സ്വീകരിച്ച് അങ്ങനെ ജീവിക്കും. ചിലപ്പോ ഇതെല്ലാം വിട്ട് ആധ്യാത്മികമായിരിക്കുന്ന ലോകത്തേക്ക് പോയിട്ട് ഭഗവാന്റെ ലോകത്ത് പോയിട്ട് അവിടെ ആധ്യാത്മിക ശരീരം സ്വീകരിക്കും. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചിന്തിക്കേണ്ട. കുറെ വൈഡായിട്ടൊന്നും ചിന്തിക്കേണ്ട. കുറെ ഡീപ്പായിട്ട് പോയാൽ കൺഫ്യൂഷൻ ആവും. ഒരു വ്യക്തി ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. മരിച്ചതിന് ശേഷം അവന്റെ കർമ്മഫലം അനുസരിച്ച് ഒന്നെങ്കിൽ ഇവിടെ തന്നെ വന്ന് ജീവിക്കും, അല്ലെങ്കിൽ അവിടെ ഭഗവാന്റെ ലോകത്ത് പോയിട്ട് അവിടെ ആധ്യാത്മിക ലോകത്ത് ജീവിക്കും. ഇത്രയേ ഉള്ളൂ. ഭൗതിക പ്രകൃതിസ്ഥനാകുമ്പോൾ, അതായത് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ 84 ദശലക്ഷം ജീവി വർഗങ്ങളിൽ ഏതെങ്കിലും ഒന്നായിട്ട് ജനിക്കും. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ജീവിയായിട്ട് ആ ആത്മാവ് വീണ്ടും ജനിക്കും. ആധ്യാത്മിക പ്രകൃതിയിലാണ് ജനിച്ചതെങ്കിലോ ആധ്യാത്മികമായിരിക്കുന്ന ശരീരമേ സ്വീകരിക്കാൻ പറ്റൂ. അവിടെ ഒരൊറ്റ ശരീരം, ആധ്യാത്മിക ശരീരം, അത് മാത്രമായിട്ടായിരിക്കും ജനിക്കുന്നത്. ഭൗതിക പ്രകൃതിയിൽ മനുഷ്യനായും മൃഗമായും പക്ഷിയായും ദേവനായും സ്വകർമാനുസൃതമായ വിവിധ രൂപങ്ങളിൽ ജനിക്കുന്നു. ഇവിടെ ഈ ഭൂമിയിലാണ് ജനിക്കുന്നതെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ചിലപ്പോൾ ജനിച്ചെന്ന് വരും. ചിലപ്പോൾ പക്ഷിയാവാം, പറവയാവാം, പുഴുവാവാം, മനുഷ്യനാവാം, പൂച്ചയാവാം, പല്ലിയാവാം, എന്തും ആവാം.
ഏത് രീതിയിൽ ജനിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ദേവനായിട്ടും ജനിച്ചേക്കാം, പറയാൻ പറ്റില്ല. അത് ജനിക്കുന്നത് അവരുടെ കർമ്മഫലം അനുസരിച്ചാണ്. മനസ്സിലായില്ലേ? എന്നാൽ അവിടെയാണെങ്കിലോ അവിടെ ഭഗവാന്റേതായ ഒരു രീതിയിൽ ആധ്യാത്മിക ലോകത്ത് ജീവിക്കും. അപ്പോ മനുഷ്യൻ ചിലപ്പോ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുകയും പുണ്യം തീരുമ്പോൾ മനുഷ്യരൂപേണ വീണ്ടും ഭൂമിയിൽ, അപ്പൊ ഏതെങ്കിലും ഒരു ദേവന്റെ ലോകത്താണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ ചെയ്ത പുണ്യമെല്ലാം തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ഭൂമിയിലേക്ക് വരും, എന്നിട്ട് ഇവിടെ വീണ്ടും ജനിക്കും. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, കർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കർമ്മത്തെ കുറിച്ചൊക്കെയാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞത്. ഒരു 2 ലൈനും കൂടെ തീർത്തിട്ട് പോവാം, എന്നാൽ പിന്നെ നമുക്ക് ആ ഒരു ശ്ലോകം കഴിഞ്ഞു. വൈദികമായിരിക്കുന്ന യജ്ഞകർമ്മത്തെ പറ്റി ചാന്തോഗ്യോപനിഷത്തിൽ പറയുന്നുണ്ട്. വൈദികമായിരിക്കുന്ന കർമ്മങ്ങൾ, അതേക്കുറിച്ച് ആ ഉപനിഷത്തിൽ എന്താ പറയുന്നതെന്നറിയോ? യജ്ഞവേദിയിലുള്ള 5 തരം യാഗാഗ്നികളുണ്ട്. ഏതൊക്കെയാണ്? ആ 5 തരം യാഗാഗ്നികളിൽ 5 വിധം ഹോമദ്രവ്യങ്ങൾ ഇടുന്നുണ്ട്. യജ്ഞവേദിയിലുള്ള 5 തരം യാഗങ്ങളുടെ അഗ്നിയിലേക്ക് 5 ഹോമദ്രവ്യങ്ങൾ ഇടുന്നുണ്ട്. എന്താണെന്നറിയോ? സ്വർലോകം, മേഘം, ഭൂമി, സ്ത്രീ, പുരുഷൻ. സ്വർഗലോകം എന്താണ്? സ്വർഗലോകം, മേഘം, ഭൂമി, സ്ത്രീ, പുരുഷൻ. ഈ പഞ്ചാഗ്നികളില് 5 വിധം ഹോമദ്രവ്യങ്ങളുണ്ട്. വിശ്വാസം, ചന്ദ്രനിൽ സുഖം അനുഭവിക്കുന്നവൻ, മഴ, ധാന്യം, ശുക്ലം. ഇങ്ങനെ 5 തരം ഹോമദ്രവ്യങ്ങൾ ഇടുന്നുണ്ട്. യജ്ഞ പ്രക്രിയയിൽ, യജ്ഞം ചെയ്യുന്ന സമയത്ത് ജീവാത്മാക്കൾ പ്രത്യേക തരത്തിലുള്ള ഒരു സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി വിവിധ തരത്തിലുള്ള യജ്ഞങ്ങൾ ചെയ്യും. അങ്ങനെ അവിടെയൊക്കെ ഓരോരോ യജ്ഞങ്ങൾ ചെയ്തതിന്റെ ഭാഗമായിട്ട് ജീവാത്മാക്കൾ അവിടെയൊക്കെ എത്തിച്ചേരും. യജ്ഞം കൊണ്ട് കുറെ പുണ്യം കിട്ടും, അല്ലെ? നമ്മൾ പറയാറില്ലേ, പല പല ഹോമങ്ങളൊക്കെ ചെയ്യുന്ന കേട്ടില്ലേ? അതുപോലെ യജ്ഞം കൊണ്ട് പല പല പുണ്യങ്ങൾ കിട്ടും. ക്രമേണ ഈ ജീവാത്മാക്കൾ അവർ ആ യജ്ഞമൊക്കെ ചെയ്ത് പല പല ദേവലോകത്തൊക്കെ എത്തിക്കഴിയുമ്പോൾ ഈ ചെയ്തതിന്, അതായത് ഒരു വേദനാ സംഹാരി കഴിച്ചാൽ, നമ്മളിപ്പോ ഒരു വയറുവേദന വന്ന് സൈക്ലോപാം ടാബ്ലറ്റ് കഴിച്ചാൽ ആ മരുന്നിന്റെ, ആ സൈക്ലോപാമിന്റെ ആ ഒരു ശക്തി കഴിയുന്നത് വരെ നമുക്ക് അത് അറിയാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ ആ മരുന്നിന്റെ ശക്തി കഴിഞ്ഞാൽ പിന്നെ അത് ഫീല് വീണ്ടും തിരിച്ചാ പഴയ വേദനയിലേക്ക് വരും. അതേപോലെ യജ്ഞം ചെയ്തിട്ട് നമ്മളൊരു പുണ്യം നേടിയിട്ട് ഒരു ദേവലോകത്ത് പോയിട്ട് അവിടെ അങ്ങനെ നിൽക്കുക. ആ പുണ്യം തീർന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ വരണം. മനസ്സിലായി? ആത്മാവ് വീണ്ടും, ജീവാത്മാവ് എന്ത് ചെയ്യും? വർഷബിന്ദുക്കളിലൂടെ, മഴയുടെ ആ തുള്ളികളിലൂടെ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. പിന്നീടോ അങ്ങനെ ഭൂമിയിലേക്ക് തിരിച്ചു വന്നിട്ട് ധാന്യങ്ങളായിട്ട് മുളച്ച് ആ ധാന്യങ്ങൾ ഭക്ഷിക്കുന്ന മനുഷ്യന്റെ ഉള്ളില്, അതായത് മഴയിലൂടെ പുറത്തു വന്നിട്ട് ആ ധാന്യങ്ങളായിട്ട് വീണ്, ധാന്യങ്ങൾ ആ മഴ കൊണ്ട്, വെള്ളം കൊണ്ട് ഭൂമിയിൽ വീണ് അത് മുളച്ച്, എന്നിട്ടോ ആ ധാന്യങ്ങൾ തിന്നുന്ന മനുഷ്യന്റെ ഉള്ളില് ശുക്ലമായിട്ട് തീർന്ന് അത് സ്ത്രീയുടെ ഗർഭത്തിലേക്ക് എത്തി. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്ത്രീയുടെ ഗർഭത്തിലേക്ക് എത്തി അത് ഒരു ജീവാത്മാവായിട്ട് മനുഷ്യ ശരീരം എടുത്ത് വീണ്ടും യജ്ഞം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് യജ്ഞത്തിലൊക്കെ ഏർപ്പെട്ട് ഈ ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? വീണ്ടും യജ്ഞം ചെയ്ത് ആ യജ്ഞം ചെയ്തതിന്റെ ഭാഗമായിട്ട് ആ വ്യക്തി ജീവിച്ച് മരിച്ച് വേറെ ദേവലോകത്തെത്തി അവിടെ കുറെ പുണ്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ച് പുണ്യം തീരുമ്പോൾ മഴയിലൂടെ വീണ്ടും ഭൂമിയിലെത്തി മണ്ണിൽ വീണ് ഒരു ധാന്യത്തിൽ കയറി ആ ധാന്യം വളർന്ന് ആ ധാന്യം എടുത്ത് നമ്മൾ തിന്ന് നമ്മൾക്കുള്ളിൽ ശുക്ലമായി കയറി ആ ശുക്ലം ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ കയറി അവിടെ ഒരു ജീവാത്മാവായി രൂപപ്പെട്ട് അതിനൊരു ശരീരം സ്വീകരിച്ച് അത് ഭൂമിയിലേക്ക് പുറത്തു വന്ന് വീണ്ടും യജ്ഞം ചെയ്യും. ഇത് ഒരു സൈക്ലിംഗ് പ്രോസസ്സാണ്. ഇപ്രകാരം ജീവാത്മാവ് ഭൗതികമായിരിക്കുന്ന വഴിയിൽ നിരന്തരം വന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ജീവാത്മാവും ഇങ്ങനെ വന്ന് 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 പോവാണ്. എന്നാൽ ഇതൊന്നുമല്ല കൃഷ്ണാവബോധത്തിലിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ കൃഷ്ണനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുന്ന ആ ഒരു വ്യക്തി എന്താ ഉണ്ടാവുക? മരിച്ചു കഴിഞ്ഞാല് ഒരു ദേവന്റെ ലോകത്തും പോലെ നേരെ ഭഗവാന്റെ അടുത്തേക്കാണ് പോകുക, കൃഷ്ണലോകത്തിലേക്കാണ് പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവില്ല, ഭഗവാന്റെ ലോകത്ത്. അതാണ് പരമമായിരിക്കുന്ന മോക്ഷം എന്ന് പറയുന്നത്. അതാണ് നമുക്ക് വേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം പറഞ്ഞിരിക്കുന്ന, അർത്ഥം പറഞ്ഞിരിക്കുന്ന അദ്വൈതവാദികൾ യുക്തിരഹിതമായിട്ടാണ് സംസാരിക്കാറ്. എന്താ പറയുന്നത്? ബ്രഹ്മം ഭൗതിക പ്രപഞ്ചത്തിന്റെ ജീവന്റെ രൂപം എടുക്കുന്നു അത്രേ. ഉദാഹരണമായിട്ട് അവർ പറയുന്നത്, നമ്മളൊരു 15ാമത്തെ അധ്യായത്തിലേക്കൊക്കെ പോകുമ്പോഴാണ് നമുക്കത് മനസ്സിലാവും. ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല, അതപ്പം എടുത്തരാം. ജീവാത്മാവിനെ കുറിച്ചിട്ട് അവർ പറയുന്നത് എന്റെ ശാശ്വത അംശം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഭഗവത് അംശമായിരിക്കുന്ന ജീവാത്മാവ്, ഭഗവാന്റെ അംശമായിരിക്കുന്ന ജീവാത്മാവ് ഭൗതിക ലോകത്തിൽ വീണുപോയേക്കാം. എന്നാൽ പരമപുരുഷൻ, അതായത് ഭഗവാന് ഒരിക്കലും പതനമില്ല. അത് കറക്റ്റ് അല്ലേ? ഭഗവാൻ ഒരിക്കലും ഒരു അവസാനമില്ല. അതുകൊണ്ട് തന്നെ പരബ്രഹ്മം ജീവന്റെ രൂപം കൈക്കൊള്ളുന്നുവെന്ന സിദ്ധാന്തം ഒരിക്കലും
ഒരിക്കലും നമ്മൾ ഉൾക്കൊള്ളാൻ പാടില്ല. പരബ്രഹ്മം ഒരിക്കലും ജീവന്റെ രൂപമായി കൈക്കൊള്ളില്ല. ജീവന്റെ രൂപം എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അതിന്റെ ഉള്ളിൽ ഭഗവാൻ കുടികൊള്ളുന്നു എന്ന് മാത്രം. വൈദിക സാഹിത്യത്തിൽ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ജീവാത്മാവ്, പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഭഗവാൻ. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ക്ലിയർ? ഹാപ്പി? ഇപ്പോ നമ്മൾ തുടക്കത്തിൽ കളിയും ചിരിയുമായി മഹാഭാരതത്തിലൂടെയൊക്കെ പഠിച്ചത് എന്താണെന്ന് മനസ്സിലായോ? ക്ലിയർ? തമാശയിൽ തുടങ്ങി സീരിയസിലേക്ക് എത്തിയപ്പം വലിയൊരു കാര്യം മനസ്സിലായില്ലേ? ഇതിനാണ് ക്ലാസിന്റെ തുടക്കമേ നമ്മൾ വേറെ വേറെ റൂട്ടിലൂടെ കടന്നു പോയത്. സമയം പോയത് അറിഞ്ഞില്ല അല്ലെ? 10:30 മണിയായി. 8:30 തുടങ്ങി 10:30. നോർമൽ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് 8:30 8:45 തുടങ്ങും. ഓക്കെ, ഹാപ്പി? നാളത്തെ ക്ലാസ്സിന്റെ ടൈം ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഹാപ്പി ആണോ? അല്ലേ? വേഗം പറയുന്ന ഞാൻ വേഗം പോകുന്നിട്ട് ഞാൻ കഥ പറഞ്ഞു. ഓക്കെ, സൂപ്പർ. അപ്പോൾ ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷ്യൻ കി ജയ്, ഓം ശ്രീ മാത്രേ നമഃ. പിന്നെ നമ്മുടെ വൈശാഖം തീരാൻ പോവാണ്, നമുക്ക് വസ്ത്രദാനം കൊടുക്കണം. അതുപോലെ നമ്മുടെ ഗംഗാ വാട്ടർ എത്തിയിട്ടുണ്ട്. ഗംഗാ വാട്ടർ ആവശ്യമുള്ള ഒരു മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ടോളൂ, അയച്ചു തരാം. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്.